സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോമിശിഹാ ഭൂമിയിലിരിക്കുമ്പോൾ When our Lord Jesus Christ was in earth, തൻ്റെ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ പ്രധാനമായി നമ്മൾ നോക്കുമ്പോൾ when we look at the importance of his ministry, ഒന്ന് യേശു പറയുണ്ടായി, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര രക്ഷിക്കാൻ വന്നത്. the first one Jesus told that I came to seek the sinners, not the righteous people. പാപികളെ രക്ഷിക്കുന്ന ദൗത്യം യേശു ഭൂമിയിൽ ചെയ്യുമ്പോൾ തന്നെ The Lord has done the work of saving the sinners in this world. പിന്മാറ്റത്തിലേക്കും അകന്നുപോയവരെല്ലാം ദൈവം എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തി എന്നുകൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. We can see how God has restored the people who have backslidden. അപ്പോൾ തൻ്റെ മിനിസ്ട്രിയുടെ രണ്ട് ശുശ്രൂഷയുടെ പ്രധാന ഭാഗം We can see two important parts of his ministry. ഒന്ന് പാപികളെ രക്ഷിക്കാമെന്നും One is to save the sinners. മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുക. Another one is restore the backslidden people. അപ്പോൾ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. Restoration means there are two meanings. അവരെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തിക്കുക. They have to bring to the perfection of the faith. എന്നാൽ വിശ്വാസത്തിന്റെ മധ്യേ During the faith, അകന്നുപോയവരെ, പിന്മാറിപ്പോയവരെ കൂടെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. God has restored the people who have backslidden from the faith. അപ്പോൾ ഇതേ ശുശ്രൂഷ നാം ഈ നാളുകളിൽ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാലങ്ങളാണ്. We have to do the same ministry in these days. അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും ശുശ്രൂഷകരും ഭൂമിയിലിരിക്കുമ്പോൾ When every worker and the believer, when they are there, അവസാനം വരെ അവർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാപികളെ രക്ഷയിലേക്ക് നടത്തുക. until the end they have to do the saving the sinners. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. That is a very difficult thing. സഭയ്ക്ക് നമുക്കൊരു ആലോചന കൊടുക്കുന്ന വലിയ കാര്യമല്ല. We can give a counsel to the church, is not a big thing. കാരണം വിശ്വാസികൾ അനുസരണയോടെ കേട്ടു പോകും. And the believers used to hear patiently. എന്നാൽ പുറത്തിറങ്ങി നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ When we go out and tell the നിന്ദകൾ, gospel, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, ഉപദ്രവങ്ങൾ ഇതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. we will get the troubles as well as the mockings. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാക്കളെ നമുക്ക് ദാനമായി തരികയാണ്. There the God given us the souls. ആത്മാക്കളാണ് നിത്യത നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത്. Our pride in the eternity is the souls. അപ്പോൾ യേശു ചെയ്ത രണ്ട് മിനിസ്ട്രി നമുക്കിവിടെ ചിന്തിക്കാം. We are going to meditate the two works or ministry of Jesus. ഒരു പാപിയായ മനുഷ്യനെ കർത്താവ് രക്ഷയിലേക്ക് നടത്തി യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We can see God has restored a man who was a sinner. ലൂക്കോസിന്റെ സുവിശേഷം In Luke's Gospel, 10ാം അധ്യായത്തിന്റെ 10th chapter, 30 മുതൽ വായിക്കുമ്പോൾ 10th onwards when we read, അവിടെ യെരൂശലേമിൽ തങ്ങിയിരുന്ന ഒരു മനുഷ്യൻ, we can see a person who was residing in Jerusalem. ഒരു സുപ്രഭാതത്തിൽ അവൻ തോന്നി, ഇതത്ര സുഖമല്ല, അതുകൊണ്ട് യെരിഹോവിലേക്ക് പോകാം, അല്ലെങ്കിൽ മറ്റെവിടെയോ പോകാൻ താൻ തീരുമാനിച്ചു. He had decided to move from the Jerusalem. പക്ഷെ അവൻ പോയ പോക്ക് യെരിഹോവിലേക്കാണ്. And the way he went is to Jericho. യെരിഹോ എന്ന് പറയുന്ന ശപിക്കപ്പെട്ടൊരു ദേശമായിട്ട് മാറിയിരിക്കുകയാണ്. Jericho is the cursed town. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു സങ്കേതമായിട്ട് ആ വഴിയരിയിൽ കാണപ്പെടുകയാണ്. It is the place of thieves. പലപ്പോഴും അത് മനസ്സിലാക്കാതെയാണ് അവൻ യാത്ര ചെയ്തത്. He didn't understand and he started his traveling. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ Today also when we look at our life, ഈവൻ വേർപെട്ട ദൈവമക്കൾ പോലും even the people who are separated, ചില സമയങ്ങളിൽ ഈ ആത്മീയമായ സന്തോഷങ്ങളെ നിരാകരിച്ചുകൊണ്ട് some instances they rejected the spiritual ലോകത്തിന്റെ blessings. സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. They want to go to the pleasures of this world. ഇന്ന് ലോകം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ്. The world is encouraging them as well. പക്ഷെ അതിന്റെ അവസാനം മരണമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. But they didn't understand the end of this is the death. പാപത്തിന്റെ ശമ്പളം മരണം. The wages of the sin is death. നമുക്ക് ദൈവികമായ ഒരു കാഴ്ചപ്പാടിലല്ലാത്തതെല്ലാം പാപത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. Whatever is, it's not in the vision of the word of the God, is a sin. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നോക്കിയേ, ഫ്രണ്ട്ഷിപ്പ് Our friendship, നല്ല രീതിയിൽ ആരംഭിച്ചാൽ പോലും പലതും അവസാനം ജഡത്തിൽ പോയി അവസാനിക്കുകയാണ്. even though it started in a good manner, it ends with the flesh. ഒന്നുകിൽ വ്യഭിചാരം അല്ലെങ്കിൽ കൊലപാതകം, It's in the adultery or in a murder. ഇതിലേക്കാണ് അവസാനത്തിലെ നമുക്ക് കാണാൻ കഴിയുന്നത്. At the end it will end up like this. ദൈവികമായ കാഴ്ചപ്പാടിൽ മാത്രമേ അത് നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ എറ്റേണൽ ദൈവികമായ പദ്ധതിയിൽ പോകാൻ കഴിയുന്നുള്ളൂ. In the vision of the God only it will reach the eternity. എന്നാൽ ദൈവത്തിന്റെ കരുണയും The grace of God, ദൈവത്തിന്റെ കരുതലും എത്ര ശ്രേഷ്ഠമെന്ന് നമുക്ക് നോക്കാൻ the care of the God is very important. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ We can see here, വായിച്ച് യെരൂശലേമിൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്നു. കർത്താവ് സാത്താനെ കള്ളനെന്നും ഭോഷ്ക് പറയുന്നതിന്റെ അപ്പുറം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. God has said the Satan is the father of lies. ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യരാരും കള്ളന്മാരല്ലായിരുന്നു. It is not in the thieves in the world. മനുഷ്യര്
It's not about the man. അവർ നല്ലവരായിട്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. The God has created the man in a good manner. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. God has created the man in his own image. എന്നാൽ അവനിലേക്ക് ഈ സാത്താന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈവിൾ തോട്ട്സ് കയറി വന്നപ്പോൾ, When the evil thoughts and the evil presence came into the man, സാത്താനൊക്കെ പറയുന്നത് സാത്താൻ പ്രത്യക്ഷമായിട്ട് ആരുടെ അടുത്തും വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. Satan is not literally coming to any people. സാത്താൻ കയറിയ മനുഷ്യർ വരുന്നുണ്ട്. We can see the peoples inherited by the Satan. നമ്മളൊക്കെയും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. We can see some peoples like this. കോപഭ്രാന്തി നിറഞ്ഞവരായി, The peoples who have the worldly matters. ഇല്ല wrath of anger, കോപഭ്രാന്ത്, The peoples having the wrath or anger. അങ്ങനെയുള്ളതായ സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. Sometimes we can see peoples. ചില സമയത്ത് നമുക്കും പോയി ആ സമയത്ത് കണ്ണാടി പോയി നോക്കിയാൽ നമ്മുടെ മുഖഭാവം സാത്താൻ മുഖഭാവമായിട്ട് കാണാൻ കഴിയുന്നു. If you look ourselves in the face in the mirror, we can see the face of the Satan. കാരണം കായീൻ ദുഷ്ടനിൽ നിന്നുണ്ടായെന്നാണ് വേദപുസ്തകം പറയുന്നത്. Because we can see the Cain came from the evil. ദുഷ്ടനിൽ നിന്നുണ്ടായതിന്റെ കാരണം മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷം ആദ്യം ജനിച്ച സന്തതിയാണ് കയീൻ. Cain is the first man who came after the sin. അല്ല, അവൻ ദുഷ്ടനായ പിശാചിൽ നിന്ന് ജനിച്ചതല്ല, പിശാചിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട മനുഷ്യർക്ക് ജനിച്ച ആദ്യത്തെ സന്തതിയാണ് കായീൻ. He is not came from Satan, but he came after the sin has happened. ഒരു ദൈവദാസൻ, ഒരു മനഃശാസ്ത്രജ്ഞനായ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, One a servant of God who is a psychologist said, ഈ വിവാഹത്തിന് ശേഷം, വിവാഹം കഴിയുന്ന സമയത്തിൽ after the marriage, when you finish the ഭാര്യ marriage, ഭർത്താക്കന്മാരുടെ ആ മെന്റൽ സ്റ്റാറ്റസ് അത് കുഞ്ഞുങ്ങളെ ബാധിക്കുമെന്നാണ്. the mental status of the husband and wife will affect the child. പണ്ട് ക്രിസ്തീയ കുടുംബങ്ങളിലും In the olden days, in the Christian families, ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ചില കുടുംബങ്ങൾ in the midst of the Hindu peoples as well, some families, വിവാഹം ഒരു വിശുദ്ധമായി കണ്ടിരുന്നു. they found this marriage as a holy one. അതിനുവേണ്ടി അവരെ ഒരുക്കിയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. They have prepared the peoples for this. ഇപ്പോഴും നമുക്കറിയാം, കാത്തലിക്സിലൊക്കെ ആണെങ്കിലും ഈ കല്യാണത്തിന് മുമ്പ് കൗൺസിലിങ്ങും യോഗവും ഒക്കെ വയ്ക്കാറുണ്ട്. Now also we can see the Catholics conduct some kind of meetings or counseling before the marriage. നിർബന്ധമാണ്. ഒരു കല്യാണത്തിന് മുൻപ് It is very important. 3-4 ദിവസം അവർക്ക് സ്പെഷ്യൽ ധ്യാനം എല്ലാം കൊടുക്കും. They used to give some kind of meditation before 3 or 4 days before the marriage. അതിനുശേഷം അവരുടെ പേരൻസിനെ കൂടെ ചേർത്ത് Afterwards, with their parents, അവരെയും കൗൺസിൽ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ കല്യാണം നടത്തുന്നത്. they used to give counsel to their parents also before the marriage. എന്നാൽ അവിടെയും ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. There also we can see many failures. കാരണം വേദപുസ്തകം വിവാഹം വിശുദ്ധമാണെന്നാണ് പറയുന്നത്. Because the holy word says the marriage is the holy ആ one. വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു അവസ്ഥ പണ്ടുകാലങ്ങൾ ഉണ്ടായിരുന്നല്ലോ. The olden days, the people getting prepared for the marriage. പേരൻസ് അന്നേരം ശരി തങ്ങളുടെ മക്കളെ, Even the parents, their children, കന്യാത്വത്തിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ ചുമതല ഉണ്ടായിരുന്നു. they have the responsibility to keep them under the virginity. കുട്ടികൾക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. The people's also, children also like this. കല്യാണ ദിവസത്തിൽ താനൊരു വിർജിൻ ആയി കാണപ്പെടണം എന്ന് അവർ ആഗ്രഹിച്ചു. I want to be a virgin the day of my marriage or wedding. അങ്ങനെ അവർ ഒരുക്കപ്പെടുന്ന ഒരു അവസ്ഥ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു, അവനെ വിശുദ്ധ പ്രജയെന്ന് വിളിക്കപ്പെടും. The virgin begotten and the child has come, it is a holy one. അപ്പോൾ കന്യാത്വം എന്ന് പറയുന്ന ഒരു വലിയ പ്രാധാന്യമാണ്. The chastity or the virginity is an important one. ജീവിതത്തിൽ ചില തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പോലും, Even some mistakes happens in the life, അതിനെ ഉടനെ ഏറ്റുപറഞ്ഞ് അവരെ ആ വിശുദ്ധിയുടെ ആത്മാവിനെ സൂക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ. we have to confess and we have to make the Holy Spirit. അതുപോലെ ആണുങ്ങളും അതുപോലെ തന്നെ. Even the male peoples also. അതിനുശേഷം Afterwards, വിവാഹം എന്ന് പറയുന്നത് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതല്ലോ. marriage is not a celebration. അവിടെ ഒരു വിശുദ്ധ കുടുംബങ്ങളെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. We have to create a holy family. അപ്പോൾ ആ വിവാഹ ദിവസത്തിൽ In the wedding day, വെറും കാണൽ ഇമോഷൻസ്, carnal emotions, ഇല്ലെങ്കിൽ വേൾഡ്ലി മെന്റാലിറ്റി, the world mentality, അങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് നമ്മളെ നിറഞ്ഞിരിക്കുന്നെങ്കിൽ, if it is filled in us, ആ ജനിക്കുന്ന സന്തതികൾക്കും അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നതാണ്. we can see the children begotten also have this kind of nature. അപ്പോൾ കുട്ടികൾ ജനിക്കുന്നതിന് ഒരു വലിയ അഭിവാജ്യ ഘടകമാണത്. It is a very important thing when we get the children. നമുക്കറിയാം, അതിനൊരു ദൃഷ്ടാന്തമായിട്ട് As an evidence, we can see വലിയൊരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് അതിന്റെ കണ്ടുപിടുത്തം നടത്തിയ യാക്കോബാന്നാണ് പറയുന്നത്. a big psychiatrist says the invention is coming from Jacob. അതിപ്പോൾ കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ ഒരുപാട് സമയം എടുക്കും. And it will take some time if I explain ആ that. മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാട് വളരെ ശ്രേഷ്ഠമാണ്. The vision of the psychiatrist is a very great one. അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. He is actually from the God അപ്പോൾ man. അദ്ദേഹം അതിൽ നിന്ന് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യാക്കോബ്. The Jacob he introduced first.
താനെ ലാബാന്റെ ആടുകളെ ഗർഭധാരണ സമയത്ത് when during the times of he is taking the sheep ഇണചേരുന്ന of സമയത്തിന് Laban, മുൻപ് before they met, അവനൊരു വെള്ളത്തിലേക്ക് നടത്തുന്നതാണ്. they driven them to a waters. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ There's a still waters. ഈ പുന്നമരത്തിന്റെ ഇത് ശകരങ്ങൾ വെട്ടി Some branches from the plant. അത് ഡിസൈൻ ഉണ്ടാക്കുന്നതാണ്. He made a design on the plant. the ഡിസൈൻ stem. ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിലിട്ട് കൊടുത്തു. After the designing, he put it in the waters. അപ്പോൾ ആടുകൾ വെള്ളം കുടിക്കുന്ന സമയത്ത് While these sheep drinking water, ഇതിന്റെ അനക്കം കൊണ്ട് when they see this movement, ആ പ്രകാശകിരണങ്ങളും ഇതിന്റെ ആ ഡിസൈനും തമ്മിൽ ഒരു വലിയ കോമ്പിനേഷൻസ് ഉണ്ടാകും. because of the rays, the sun, as well as the movement, there is a big designs. ആ കാഴ്ചപ്പാടിൽ കൺസീവ് അല്ലെങ്കിൽ എന്തുവാ ഗർഭം ധരിച്ച ആടുകൾ With this vision, if they get conceived, നോക്കണം, വളരെ ശ്രേഷ്ഠമായ സന്തതികളെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടതായത് കാണാൻ കഴിയുന്നുണ്ട്. they given birth good children or good kind of matter. അപ്പോൾ അത് യാക്കോബിന് ദൈവം കൊടുത്തൊരു ജ്ഞാനമാണ്. This is the knowledge given to Jacob. അപ്പോൾ കുടുംബജീവിതത്തിന്റെ ബേസ് തന്നെ ഒരു വിശുദ്ധ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. The foundation of the holy family is actually holiness. ലൗകികമായ ചിന്തകൾ നിറഞ്ഞ് People's with filling with the worldly matter. വെറും ആവേശകരമായ ഒരു ഇമോഷണൽ സ്റ്റാറ്റസിൽ In the emotional stage, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മദ്യപിച്ചും വെറും പ്രാകൃതമായിട്ടൊരു ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ if we create a bondage or mating with a drunkenness, ജനിക്കുന്ന സന്തതികൾക്കും അങ്ങനെയുള്ളതായ ആക്ഷൻ ഇതിന്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നതാണ്. we can see the generation also having this kind of effects. അത് ഒരു ശാസ്ത്രജ്ഞൻ വിവരിച്ചിട്ടുണ്ട്. And one of the psychiatrists has explained this. അതുപോലെ തന്നെ ആ കൺസീവിംഗ് ടൈമിങ്ങിൽ During the time of conceive, വളരെ സൂക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ടെന്നാണ്. there are many things we had to taken care of. എപ്പോഴും ഒരു വിശാലമായ അല്ലെങ്കിൽ പറയുന്നത് ഒരു ടെറസിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി മെഡിറ്റേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. We used to they have to meditate on the terrace by looking at the sky. കാരണം ആകാശത്തിന്റെ ആ വിസ്തൃതി ഒരു വിശാലമായ മെന്റാലിറ്റി അങ്ങനെ ഉണ്ടാകുന്നതാണ്. Because of the sky, they will have that kind of thinking. അതെല്ലാം സൃഷ്ടിച്ചതായ ദൈവത്തോട് സംഭാഷണം ചെയ്യണമെന്നാണ് പറയുന്നത്. We have to communicate with the God who is the creator. ആ കാലങ്ങളിൽ That time, ഈ ടെലിവിഷനിൽ കാണുന്നതായ രാഷ്ട്രീയ പോരാട്ടങ്ങളോ സിനിമകളോ മറ്റതെല്ലാം കണ്ട് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയാൽ ആ കുട്ടികൾക്ക് അത് ബാധിക്കുന്നതാണ്. we should not hurt our mind by seeing many stripes or political things in the TV. ക്വാളിറ്റിയുള്ളതായ സന്തതികളെ We have to make a quality generation, വിശുദ്ധ സന്തതികൾ, the holy generation. അങ്ങനെയുള്ളതായ ആ കാഴ്ചപ്പാടിലേക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ If the people's got begotten in that vision, ഇങ്ങനെയുള്ള ചില കരുതുകൾ ആവശ്യമാണ്. we have to take care of these kind of things. അപ്പോൾ ആ ഒരു ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അതിൻ്റെതായ ആ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. The generation or the seed born also have some difference. അപ്പോൾ നമ്മുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് അതിന് വളരെ പ്രാധാന്യമാണ്. Our mentality of the mind state is very important. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനം. The children are the gift from നമുക്കറിയാം, the മുൻപ് God. അമ്മമാർക്കെല്ലാം അങ്ങനെ പഠിച്ചിരുന്നു. And the early days, our mothers used to study കുട്ടികൾ this. ദൈവത്തിന്റെ ദാനമാണ്. Children are the gift from the God. അപ്പോൾ ജനിക്കുന്നതിന് മുൻപ് മുതലും ജനിച്ചു കഴിഞ്ഞും Before they born and after they ഒരു born, ദൈവികമായ കാഴ്ചപ്പാടിലാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. we have to grow them in a vision, the godly vision. നോക്കണം, അവർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് We have to teach them the word of God. ദൈവിക കാര്യങ്ങൾക്ക് മുഖ്യസ്ഥം കൊടുത്ത് We have to give importance to the word of things. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ നല്ല ആത്മീയമായ കുടുംബങ്ങൾ, അത് ഹൈന്ദവരായാലും ക്രിസ്തവരായാലും ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. The early days, the spiritual families used to grow their children in this way. അത് ഹിന്ദുസ് ഓൾസോ. Both the Hindus as well as the Christians. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സന്തതികൾ നമുക്കറിയാം. ആ കാലങ്ങളിൽ അത് ശ്രേഷ്ഠം തന്നെയായിരുന്നു. That the generation in those days are very great. ഹോളി പീപ്പിൾ. They were holy people. എന്നാൽ സാത്താൻ എന്ത് ചെയ്തു? But what Satan has മനുഷ്യന്റെ done, മനസ്സിനെ കറപ്റ്റഡ് ആക്കി. he has corrupted the mind of the man. ആ കറപ്റ്റഡ് ആയി കഴിയുമ്പോൾ When their mind gets corrupted, വെറുതെ വെറും കാണൽ ഇമോഷൻസിലേക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോകും. and the man become addicted to many kind of carnal emotions. അതുപോലെ വേൾഡിലെ പ്ലഷേഴ്സിലേക്ക് മനുഷ്യൻ പോകുന്നു. And the man goes to the worldly pleasures. ഇതിൽ നിന്നുണ്ടാകുന്ന സന്തതികളായതുകൊണ്ടാണ് ഇന്ന് സന്തതികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക്കലി അങ്ങനെ ഒരു വലിയ അപാകതകളുണ്ട്. We cannot blame the generation, but they came out of in this situation. അത് ദാവീദും ഒരിക്കൽ സമ്മതിക്കുകയുണ്ടായി. David also admit this. 1-ാം സങ്കീർത്തനത്തിൽ 81th Psalms, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, I have formed in the iniquity. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. My mother conceived me in sin. 51-ന്റെ 5-ാം വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മൈക്ക് ഇച്ചിരി അടുപ്പിച്ച് പോയി ഉറക്കമായിരുന്നു. മൈക്ക് ഓണാണോ? ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. In my womb I have conceived in the iniquity, and my mother's womb I have got in sin. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, In one meaning, എല്ലാ മനുഷ്യന്റെയും മമ്മിയും ഡാഡിയുടെ പേരെന്തുവാ? the name of the daddy and mommy of every child, എന്തുവാ? what is that? ഇനിക്വിറ്റി ആൻഡ് സിൻ. Iniquity and sin.
അപ്പൻ്റെ പേര് ഇനിക്വിറ്റി, and father's name is iniquity, അമ്മയുടെ പേര് സിന്ന്. and mother's name is sin. അത് വെളുത്തിരുന്നാലും Even there is white, ചുമന്നിരുന്നാലും the red, കറുത്തിരുന്നാലും and the black. ഇതാണ് ബേസിക്കലി. This is the basic. പാപം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സ്റ്റഡിയൊന്നും വേണ്ട. There is no study for doing sin. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. In olden days, we have toddy shop in our എല്ലാ place. ജാതികളും വരും, എല്ലാ ജാതികളും. Every caste people used to സകല come, പുള്ളിയുടെ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് പോകും. and all the people used to come and drink, ചീട്ടുകളിക്കാരോട് കാണും, and they will be with സിനിമാ the തിയേറ്ററിൽ people. കാണും. The cinema theater also they used to അപ്പൊ go. അവിടെ ഒന്നും ജാതിയും മതവും വ്യത്യാസമൊന്നും കാണുന്നില്ല. There is no caste difference in those places. ഇതിപ്പോ ഈ രാഷ്ട്രീയം വളർന്ന് മനുഷ്യനെ മുതലെടുക്കാൻ വന്നപ്പോഴാണ് ഈ ജാതി ശക്തികളെല്ലാം കൂടുതൽ വന്നത്. Now the politics grown and the caste discrimination also gone. ഒരു കാലത്ത് അതെല്ലാം നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. Those days, this caste discrimination has been അപ്പൊ ഇതിന്റെ declined. എല്ലാം ബേസ് The basic of all ഈ these things, സിൻ ആൻഡ് ഇനിക്വിറ്റി, അകൃത്യവും പാപവും, the sin and iniquity. ഇതാണ് ആദ്യം മനുഷ്യൻ ആരംഭിച്ചത്. This is what started in the first man. അതിൽ നിന്നാണ് ഈ ശക്തിയെല്ലാം മനുഷ്യനുണ്ടാകുന്നത്. Afterwards, this power has കാരണം dominated സാത്താൻ man. എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈവിൾ തോട്ട്സ്, Satan is nothing but evil thoughts in our mind. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തെറ്റായ അല്ലെങ്കിൽ ചിന്തകൾ, The wrong thoughts in our mind. ചിന്തയിൽ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് എല്ലാം വരുന്നത്. From the thoughts, it's starting everything. റോമാലേഖനം 13:17 വായിക്കുമ്പോൾ, Romans 13:17 14 വായിക്കുമ്പോഴേ 14 we read, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. we should not think for the flesh to create lust. അപ്പൊ ചിന്തയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. From the thoughts it happens, ഈ started. ചിന്ത എന്ന് പറയുന്ന ആ പോയിന്റ് അല്ലെങ്കിൽ നമുക്കറിയാലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ Genesis we read, അവിടെ മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ദോഷമെന്ന് ദൈവം കണ്ടു. the imagination of the heart of the man is evil, God said. ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ, The imagination of the thoughts. നോക്കണം. അപ്പൊ തോട്ട്സ് മാത്രമല്ല, അതിന്റെ അപ്പുറത്തുള്ളതായ ഇമാജിനേഷൻ. There's two things, thoughts and imagination. അപ്പൊ ആ ഇമാജിനേഷൻ ദൈവത്തിന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. God can only know this imagination. പക്ഷെ ദൈവത്തിന്, മനുഷ്യന് പോലും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. And even the man cannot find this. അപ്പൊ ആ ഇമാജിനേഷനിലാണ് ഈ ഈവിളത്തിന്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. From that imagination, this evil started working. അവിടുന്നാണ് പിന്നീട് ചിന്തയിലേക്ക് വരുന്നത്. From there, it comes to the mind. അവിടെയാണ് തോട്ട്സ്, ആലോചനകൾ, ഗൂഢാലോചന പറയില്ലേ, കോൺസ്പിറേഷൻ, conspiracy. കോൺസ്പിറസി എന്ന് പറയുന്ന ആ ഗൂഢാലോചന എന്ന് പറയുന്നത് നമ്മുടെ ഈ തോട്ട്സിലാണ് നടക്കുന്നത്. ഇമാജിനേഷൻ നെക്സ്റ്റ്. After the imagination, the thoughts comes from where the അതുകൊണ്ടാണ് ഒരു counsel comes. കൊലപാതകം നടത്തുമ്പോൾ When we do a murder, അതിന്റെ കോൺസ്പിറസി അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്നവര് സൈലന്റ്, അവരെ പറ്റി പിടികിട്ടത്തില്ല. the people who planned for that, we cannot find them. അതിനുശേഷമാണ് അത് പടിപടിയായിട്ട് മുന്നോട്ട് വരുന്നത്. After that only it goes forward. അപ്പൊ അതിൽ നിന്ന് പിന്നീട് മോഹം ഗർഭം ധരിക്കുന്ന ആൾ. Then the lust will come out of this. നോക്കണം, ഒന്നാമത് നമ്മുടെ ചിന്തകൾ, First one is our thoughts. അതിനുശേഷം മോഹങ്ങൾ, Afterwards the lusts. അതിന് കാണണം, അല്ലെങ്കിൽ അതിനൊരു എവിഡൻസ് വേണം. There is an evidence for that. അത് കഴിഞ്ഞ് After that, പിന്നീട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. after this lust, it gives up sin. അതാണ് മൂന്നാം ഘട്ടം. That is the third stage. യാക്കോബ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. Jacob apostles, James says so. നാലാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ In the fourth stage, അത് മരണത്തിലേക്ക് പ്രവേശിക്കുക. it goes to the death. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം. So the wages of the sin is a death. ഇപ്പൊ മനുഷ്യനെ ഈ സാത്താൻ വഞ്ചിക്കുന്നത് അവന്റെ ചിന്തയിലേക്ക് തെറ്റായ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. The Satan deceives man by putting evil things in his mind. തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, മുൻവിധികൾ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവന്റെ മനസ്സിലിട്ട് കൊടുക്കും. Misconception and prejudice, the Satan used to അത് put in അവന്റെ the mind. മൈൻഡിൽ ആ തോട്ട്സ് കടന്ന് ഡെവലപ്പ് ചെയ്തിട്ട് The Adam's mind, these thoughts develop. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവസാനം അത് പ്രാക്ടിക്കലി കൊണ്ടുവരികയാണ്. Step by step, afterwards it becomes as a അപ്പൊ fruit. ഈ ചിന്തയിലെ തകർക്കുക, He destroyed the mind. ചിന്തയിലെ തകർക്കുക. ഇസ്രായേലിന്റെ പോളിസി അതാണ്. This is the policy of Israel as well. ഫീൽഡിൽ വെച്ച് തകർക്കുക എന്നുള്ളതല്ല, Not they destroying them in the field. അവര് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എവിടെ ഉറവിടമാണോ അവിടെ കണ്ടെത്തി തകർക്കുക. They destroy the source itself. അതുകൊണ്ടാണ് ഇസ്രായേലിൽ ഇവർക്ക് പലർക്കും ജയിക്കാൻ കഴിയാതെ പോകും. That's why they couldn't prevail Israel. ഇപ്പൊ തന്നെ നമ്മൾ പേപ്പർ കണ്ടില്ലേ, Now we can see the newspaper. ഇറാൻ പ്രസിഡന്റ് The Iran ഇതിന്റെ president. എല്ലാം ഗൂഢാലോചനകൾ നടത്തി ഇറാനെയും മറ്റ് അയൽ രാജ്യങ്ങളിലും ഉപദ്രവം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. He planned all these evil devices. അപ്പൊ അതിന്റെ പ്രത്യക്ഷമായി കാണുന്ന ഹമാസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റു ഹൂതികളോ അല്ലെങ്കിൽ വേറെ പാർട്ടി ഉണ്ടല്ലോ, ഇതിന് ഹിസ്ബുള്ള, ഇതിന്റെ എല്ലാം ബ്രെയിൻ, മാസ്റ്റർ ബ്രെയിനെയാണ് എതിരാളി കണ്ടുപിടിച്ചത്. നോക്കണം. And Israel had find out the master brain of this Hamas, Hezbollah and അപ്പൊ ഇതാണ് Houthis. യേശു ലോകത്തിൽ വന്ന് ചെയ്തത്. This is what Jesus also. അവനാണ് യേശു പാപികളോട് പ്രശ്നമില്ല, He don't have the problem with the നമ്മളെന്താ sinners. ചെയ്യുന്നത്, നീയാണ്, അവനാണ്, ഇവളാണെന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ പോരാടാൻ തുടങ്ങും. We are pointing out the peoples. യേശു ആ മാസ്റ്റർ ബ്രെയിനെയാണ് തകർത്തത്. Jesus has destroyed the master brain behind അതാണ് us. കാൽവരിയിൽ യേശു ക്രിസ്തു തകർത്തത്. That's what in Calvary cross is എന്താണ് ഇവിടെ done. നടന്ന പ്രോസസ്സ്? What is the process happened there? യേശു ക്രിസ്തു തലയെ അങ്ങോട്ട് ചെരിപ്പിട്ട് അല്ലെങ്കിൽ ബൂട്ട്സ് ഇട്ട് ചവിട്ടി കൊള്ളുകയായിരുന്നു. Did he crush the head of the person? കാൽവരിയിൽ വെച്ച് യേശു സാത്താന്റെ തലയെ തകർത്തുമ്പോൾ, In the Calvary, Jesus crushed the head of the Satan. പക്ഷെ യേശുവിന്റെ കാല് പോലും ആണിയടക്കപ്പെട്ട് കിടക്കില്ല, പിന്നെ എങ്ങനെ തകർക്കുന്നത്? Even his legs are coined. അപ്പൊ അവന്റെ മെന്റൽ അല്ലെങ്കിൽ ആ ആലോചനകളെയാണ് തകർത്തത്. He has destroyed. ആ മാസ്റ്റർ ബ്രെയിനെ യേശു തകർത്തു. He has destroyed the master brain. എന്തായിരുന്നു the സാത്താന്റെ thoughts. മാസ്റ്റർ ബ്രെയിൻ? What is the master brain of Satan? ഡിസോബീഡിയന്റ്, Disobedience, അൺബിലീഫ്. unbelief. ഈ അവിശ്വാസവും അനുസരണക്കേടുമാണ് സാത്താന്റെ ശരിയായതെന്ന് പറയുന്നത്. Disobedience and unbelief is the characteristics of the Satan. യേശു ലോകത്തിൽ വന്ന When Jesus came to the world, പിതാവേ പിതാവേ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. he believed the Father. രണ്ടാമത് പിതാവിനെ അനുസരിച്ചു. After that, he obeyed the Father. അതുകൊണ്ടാണ് സ്നാനക്കടവിൽ വെച്ച് That's why in the river, യോഹന്നാനോട് പറയുന്നത് ഇങ്ങനെ സകല നീതി നിവർത്തിക്കണം. to John he says, we have to complete all the righteousness. ഇത് ഇപ്പോൾ സമ്മതിക്കുക, Now you admit, ഇതുപോലെ സകല നീതി നിവർത്തിക്കണം. likewise all the righteousness has to be അവിടെ എന്താണ് completed. നീതി ആരംഭിച്ചത്? Where the righteousness ഒന്ന് started? വീണ്ടും വിശ്വാസത്തിന്റെ നീതി, The righteousness of the faith. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. Justification by faith. വിശ്വാസത്തിന്റെ നീതീകരണമാണ് അവിടെ ആരംഭിച്ചത്. Justification has started up. രണ്ടാമത് ഒബീഡിയന്റ്, Second one is obedience. അതാണ് വെള്ളത്തിൽ നടന്നത്. That's what happened in the water. അനുസരണം. Obedience. അപ്പൊ ഇത് രണ്ടുമാണ് മനുഷ്യനിൽ നിന്ന് സാത്താൻ എടുത്തു കളഞ്ഞത്. The Satan has removed these two things അല്ലെങ്കിൽ from the man. മനുഷ്യന്റെ മനസ്സിലുണ്ടായ തോട്ട്സിൽ നിന്ന് ഉണ്ടായ രണ്ട് നെഗറ്റീവ് കാര്യങ്ങളാണ് അൺബിലീഫ് അല്ലെങ്കിൽ അവിശ്വാസവും അനുസരണക്കേടും. And the unbelief and disobedience are in the mind of the man. എന്നാൽ യേശു വന്ന് But Jesus came ഈ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും by believing the God completely. ആ ദൈവത്തെ അനുസരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. We can see that he obeying the God completely. അങ്ങനെ അനുസരണം തികഞ്ഞപ്പോൾ, When he has completed his obedience, നോക്കണം, ആ അനുസരണം കാൽവരിയിൽ തികഞ്ഞു. this obedience is completed in the അതാണ് അവിടെ Calvary. നടന്നത്. That's what happened there. യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും അനുസരണത്തിൽ തികഞ്ഞ് When Jesus completed his obedience, തന്നെ അനുസരിക്കുന്ന ഏവർക്കും for who all who the people who obey, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. he became the source for the eternal അപ്പൊ യേശു salvation. കാൽവരിയിൽ സാത്താനെ കാലുകൊണ്ട് ചവിട്ടുകയല്ലായിരുന്നു. He didn't crush the head of the Satan in the സാത്താൻ Calvary. ചെയ്തതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മനുഷ്യകൂടി വ്യാപരിച്ചിരുന്നായോ ആ കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് യേശു ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. He just believed and obeyed the God in the Calvary. അതുകൊണ്ടാണ് തന്റെ രാജ്യത്തിന്റെ That's why in his kingdom, സുവിശേഷം പ്രൊക്ലൈം ചെയ്യുമ്പോഴേ when he proclaimed the gospel, ആദ്യമായിട്ട് താൻ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 16:16 വായിക്കാം. in the Mark 16:16 he said, അവിടെയാണ് അത് സ്ഥാപിച്ചെടുത്തത്. that's where he established it. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. The person who is saved, who believed and take baptism. അപ്പൊ വിശ്വാസവും സ്നാനം എന്ന് പറയുന്നത് എന്താ? The two things the baptism means, ദൈവത്തെ വിശ്വസിക്കുന്ന മനുഷ്യൻ a man who believed the God, ഇപ്പോൾ സാത്താനെ വിശ്വസിച്ചു, now he believed അല്ലെങ്കിൽ Satan. ഈവിൾ തോട്ട്സിലേക്ക് പോയി. He went into the evil thoughts. അത് എവിടെ നിന്നുണ്ടായേ? From where it has started? അവന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വന്തം ചിന്തകൾ, His own thoughts in his mind. അത് തന്നെ ഉണ്ടാകുന്ന. It happened automatically. അതുകൊണ്ടാണ് സാത്താനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. The God didn't create Satan. ദൈവം സൃഷ്ടിച്ച ദൂതന്മാരെയാണ്. God created only angels. ദൂതൻ എങ്ങനെ സാത്താനായി? How the angel became a അവന്റെ Satan? മനസ്സിന്റെ ചിന്തകൾ മാറി. Because of his thoughts has changed. ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ തന്നെ In your house itself, സ്നേഹത്തിലും സന്തോഷത്തിലും ഇരിക്കുമ്പോൾ നല്ല പേര് വിളിക്കും. we used to call with the good names when you are in the love. എന്തെങ്കിലും കുഴപ്പമില്ല, ഹോ സാത്താൻ എന്ന് പറയില്ലേ? When they does Satan a mistake, വന്നിരിക്കുന്നു. we will call them as a Satan. സാത്താൻ കയറി വന്നിരിക്കുന്നു. A Satan has come. സ്വന്തം ഭർത്താവിനെയും വിളിക്കും, ഭാര്യയും വിളിക്കും, പിള്ളേരെയും വിളിക്കും. We call even the husband, wife like this. അപ്പോൾ അവിടെ സാത്താൻ എങ്ങനെ കയറിയേ? How the Satan came? തോട്ട്സ്, ചിന്തകൾ മാറിപ്പോയി. Through the thoughts. അവിടെ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകും. From there the deeds comes. നമ്മുടെ ജീപ്പാഷെ പോലും യേശു സാത്താനെ എന്ന് വിളിച്ചില്ലേ? One time our chief pastor also he called us a Satan. പക്ഷെ എബ്രഹാമിനെ അല്ല, പാസ്റ്റർ പത്രോസിനെ. Pastor Patros, Jesus called us a ജീപ്പാഷ Satan. പറഞ്ഞപ്പോ ഒരാൾ കംപ്ലൈന്റ് ചെയ്തു, ജീപ്പാഷ പുള്ളി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. One person told, I blamed the chief pastor. എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. They given a complaint. അപ്പൊ ജീപ്പാഷ പറഞ്ഞു, എന്നെ അല്ലല്ലോ പത്രോസിനല്ലേ പറഞ്ഞു. He just said about the Peter. ഇവിടെ എത്രയോ ജീപ്പാഷന്മാർ വരുന്നു, ഞാൻ മാത്രമല്ലോ. Not only me, many chief pastors come. അപ്പൊ അങ്ങനെയും ഇതിനകത്തിരുന്നുകൊണ്ട് സാത്താൻ ഇങ്ങനെ മൈക്രോ ഇത് വെച്ച് നോക്കും, എങ്ങനെങ്കിലും പ്രസംഗത്തിന്റെ ഒരു പോയിന്റ് പിടിക്കാവോ, നാളെ അങ്ങേരെ കൊടുക്കാവോ. Now Satan also looking for some loopholes. അത് നല്ലതാ. It's good also. അപ്പൊ ആ ചിന്തയെല്ലാം മാറിയിട്ട് We have to remove all those thoughts. നല്ല ചിന്തകൾ ഉണ്ടാകണം. We have to have the good thoughts. അപ്പൊ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. Then your family will be നിങ്ങളുടെ blessed. സ്വഭാവം കഴിഞ്ഞ് മേശപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ When we eat food after the Sunday നല്ല service, വിഷയങ്ങൾ ഷെയർ ചെയ്യണം. we share the good things. ഇല്ല, നിങ്ങളുടെ ഭക്ഷണത്തോടുകൂടി പിള്ളേർക്ക് ഈ ഈവിൾ കൊടുത്തുകൊണ്ടിരിക്കും. With the eating, you will give them evil നിങ്ങൾ thoughts. കാശും ഉണ്ടാക്കും, You will make some money, നിങ്ങളുടെ സന്തതികൾ വഴിപഴിച്ചു പോകും. but your generation will go away. അപ്പൊ വീട്ടിൽ നിങ്ങൾക്ക് ഒരു വലിയ
പദ്ധതിയുണ്ട്. In the house, you have a very good നിങ്ങളുടെ plan കുഞ്ഞുങ്ങളെ ഉരുവാക്കുന്നതിന് for creating the ഇത് children. സഭയിലെ 1 മണിക്കൂറല്ല വിഷയം. Not only 1 hour in the church. അവരുടെ മാതാപിതാക്കന്മാരാണ്, The parents, അവരാണ് ഇതിന്റെ മൂല്യം. they are the value. അപ്പൊ നിങ്ങളെ ബേസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സന്തതികൾ Your generation will depend on you. ഒരുപക്ഷെ അങ്ങനെ അധികരിച്ചു പോകുന്ന പിള്ളേരാണെങ്കിൽ പോലും Even though generation go away, ലൂക്കോസ് വിശേഷം ഞാൻ പറയാം 15-ാം അധ്യായത്തിൽ in the Luke 15th chapter, അവിടെ പോയതായ ആ പൈതലിന് വേണ്ടി മുട്ടുമേൽ നിന്ന് അല്ലെങ്കിൽ പക്ഷപാതം ചെയ്ത പിതാവ് നോക്കി we can see a father who intercedes for his son. അനുദപിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരികയാണ്. He came with the confession. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. We can see this അതുകൊണ്ട് also. നാം അത് ശ്രദ്ധിച്ചോണം. One thing you have to import. വായിക്കാം, 16:16 വായിക്കാം. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. The one who believed and taking baptism will be saved. എന്താണ് വിശ്വാസം? What is faith? വീണ്ടും നമ്മൾ ദൈവത്തിങ്കിലേക്ക് വിശ്വസിക്കുക. So we believe God once again. രണ്ടാമത് Second one, സ്നാനം എന്ന് പറയുന്നത് അനുസരണം എന്നുള്ളതേ ഉള്ളൂ. the baptism means ഈ obedience. വെള്ളത്തിൽ മുങ്ങുന്ന വലിയ കാര്യമൊന്നുമില്ല, അതിന്റെ ഡേറ്റും ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. It's not about baptism, putting പിന്നെ in the water. അതും ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ സ്നാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞ് ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. We don't need to celebrate the day of baptism. അവിടെ വെറും ഒരു അനുസരണം തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. We have started the obedience in the ഇനി baptism. യേശു പറയായിരുന്നു, After that, Jesus says, വിശ്വസിക്കുകയും മണ്ണിൽ കിടന്ന് ഉരുളുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ if Jesus says that if we believe and roll in the mud, അത് മതിയായിരുന്നു. that also അപ്പൊ എന്തെങ്കിലും ഒരു അനുസരണം, അതിന് വെള്ളം, അതിന് സൂട്ടബിൾ ആയത് വെള്ളം, അങ്ങനെ തന്നെ. he just given an act of അപ്പൊ സ്നാനപ്പെട്ട obedience. ദിവസമൊന്നും അല്ല വിഷയം, It's not of the day of ആ baptism. സ്നാനത്തിന്റെ ഉപദേശമാണ്. It's the doctrine of the baptism. അതാണ് അനുസരണം. That is അവിടെ obedience. അനുസരണം തുടങ്ങിയാണ്. It's the obedience started ആ there. അനുസരണം തികഞ്ഞു വരുമ്പോൾ Once it's completed, നിങ്ങൾ മൂലം അനുസരണക്കേടിന് ന്യായവിധി ഉണ്ടാകും. through you there will be judgment for the നിങ്ങളുടെ disobedience. സഭയിൽ ചിലപ്പോൾ അനുസരണക്കേടിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ When the disobedience started in your church, നിങ്ങൾ ഉടനെ അതിനെതിരായി നിൽക്കുകയല്ല, you should not go fight against it. അതിനെ ലോകപ്രകാരം നേരിടുകയല്ല ചെയ്യേണ്ടത്. You should not face like worldly people. അപ്പോൾ തൊട്ട് നിങ്ങൾ ദൈവസനെ താഴ്ന്നുകൊണ്ട് Suddenly you humble yourself in the ദൈവത്തെ presence of God. അനുസരിക്കാൻ തുടങ്ങിക്കോണം. You started obeying അങ്ങനെ ആ God. സമയം നിങ്ങളുടെ അനുസരണം തികയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറുഭാഗത്ത് അനുസരണക്കേടിന്റെ ന്യായവിധി ഉണ്ടാകും. Once your obedience is completed, there will be judgment for the disobedience. വേലക്കാരായ ഞങ്ങളുടെ നേരെയും Even the workers, ചിലപ്പോൾ വിശ്വാസികളെ എഴുന്നേൽപ്പിക്കും, the believers may come. ലോകമനുഷ്യൻ നിൽക്കും, The worldly peoples may come. ചിലപ്പോൾ വിശ്വാസം വിട്ട് തന്നെ പ്രശ്നം വരും. Some problems may come in the faith home. അതിനെല്ലാം എതിർഭാഗത്തേക്കാണ് തെറ്റെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വയം നീതീകരിക്കാൻ പോയാൽ We cannot justify this. Opposite side is a problem. നമ്മോട് കൂടെ ദൈവം കാണത്തില്ല. God will not be with us. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു Why it happens? എന്ന് മനസ്സിലാക്കാൻ നാം ദൈവസനിൽ കാത്തിരിക്കുമ്പോൾ We have to wait in the presence of the God. നമുക്കൊരു താഴ്മയുടെ ആത്മാവ് ഉണ്ടാകും. Then God has given us the spirit of അപ്പോൾ നാം humbleness. ദൈവത്തെ അനുസരിക്കും. Then we will start obeying God. ഇത് മാത്രം ചെയ്താൽ മതി. We can do only this thing. എതിരാളിയെ വകവരുത്താനും The enemies, അത് ന്യായം പറയാൻ ഇങ്ങനെ അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. we don't need to move to justify them. ദൈവമക്കൾ അവിടെ താന്നിരിക്കുക. We have to be humble ourselves. നമ്മളെ തന്നെ സറണ്ടർ ആക്കുക. We have to surrender ourselves. നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. We have to confess ourselves in the presence of അങ്ങനെ God. ദൈവം ആ സമയത്ത് നമ്മളെ അനുസരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ When God brings us to the obedience, അതിന് സമയമെടുക്കും. there's a time it will take time. അനുസരണക്കേട് തികയുമ്പോൾ When the obedience, എതിർഭാഗത്തിന്റെ അനുസരണക്കേട് ഒരു ദിവസം കൊണ്ടല്ലല്ലോ തികയുന്നേ. it's not completed opposite side. ഒരു സ്കൂളിലെ ക്ലാസ് ആരംഭിച്ചാൽ In a class in a school, അത് ഒരു വർഷം തികയുമ്പോഴല്ലേ ഒരു ക്ലാസ് മാറുന്നത്. it takes 1 year to complete a class. 10 വർഷം കഴിഞ്ഞല്ലേ 10ാം ക്ലാസ് കഴിയുന്നേ. Not 10 years only after the 10 ചിലതിനെല്ലാം years. ഇങ്ങനെ ഇത് കാലാവധി കൊടുത്തുകൊണ്ടേയിരിക്കും. Many people have some time. അതാണ് പറയുന്നത് അമോര്യരുടെ അക്രമം തികയുമ്പോൾ When the evil things of Amorites finished, അവിടെ ന്യായവിധി വരും. then there will be അത് judgment. ഭരണകർത്താക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. The political peoples also should know ഇത്രയും this. കാലം ഞങ്ങൾ സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ആരും ഞങ്ങളെ തൊടാനില്ല. All these days we are safe, nobody is against അതുകൊണ്ടല്ല, us. It's not about this. നിങ്ങളുടെ അകൃത്യം തികയണം. Your wickedness should ഒരു complete. കേസ് വാദിക്കുമ്പോഴേ When a case comes to the court, അത് വാദിച്ച് അതിന്റെ ക്ലൈമാക്സിലെത്തി അത് പ്രൂഫ് തികയുമ്പോഴാണ് ന്യായവിധി വരുന്നത്. when this inquiry completes, then only there will be judgment. അപ്പൊ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഭരിക്കുന്നു, ഞങ്ങളെ ആരും തൊടുന്നില്ല, എന്ത് അന്യായം കാണിച്ചാലും കുഴപ്പമില്ല, എത്ര കള്ളത്തരം പറഞ്ഞ് സ്ഥാപിച്ച് ഞങ്ങൾ നേടുന്നു പറഞ്ഞാൽ All these days we do very wicked things, nobody comes against വീണ്ടും us. വീണ്ടും നിങ്ങൾ ന്യായവിധി കൂട്ടുകയാണ്. Again you are increasing your judgment. വീണ്ടും ന്യായവിധിയുടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. The power of judgment increases every day. അവിടെ മറുഭാഗത്തിൽ On the opposite side, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. the people who trusted in the Lord will be a blessing. ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീരിടാൻ Shadrach, Meshach, Abednego put in the fire. നെബൂഖദ്നേസർ രാജാവ് The king Nebuchadnezzar, 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. 7-fold he created the fire. അപ്പോൾ 1 മടങ്ങ് തന്നെ അവനെ ദഹിപ്പിക്കാം. The 1-fold can kill him. പിന്നെ 7 മടങ്ങ് അവിടെ തീ, Why 7-fold he raised the fire? 1, 2 ഓരോ സ്റ്റെപ്പായിട്ട് 7 മടങ്ങ് വരെ വർദ്ധിച്ചു. Every step he increased. അവർ വിചാരിച്ച് ഇപ്പോൾ ശാമ്പലായി പോകും. Now they will become ashes. പക്ഷെ മറുഭാഗം നോക്കി, But opposite side, ഈ കുട്ടികൾ തിരഞ്ഞെടുത്ത പാത these people just chosen the path. ശദ്രക് മേശക് അബേദ്നെഗോ Shadrach, Meshach, തുടക്കത്തിൽ Abednego. തന്നെ പറഞ്ഞു, നെബൂഖദ്നേസർ ഇതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല.
From the beginning they said, I don't want to reply you. ഞങ്ങളുടെ ദൈവം വിടുവിക്കും, ശക്തനാണ്. Our God is able to deliver us. വിടുവിച്ചില്ലെങ്കിൽ സാരമില്ല, Even though he didn't deliver us, ഞങ്ങൾ ആ ദൈവത്തിനടുത്തേക്ക് പോകും. we will still go to that God. വിടുവിക്കുമെന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രത്യാശ. It's not only our hope that he will deliver us. വിടുവിക്കാതിരുന്നാലും പ്രശ്നമില്ല. Even though he is not delivering us also. മിഷണറിമാര് ഹെൻറി എട്ടാമനോട് പറഞ്ഞ പോലെ, Some missionaries told earlier, ഹെൻറി എട്ടാമൻ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ലണ്ടനിലെ തംസ് നദിയിൽ എറിഞ്ഞു കൊല്ലും. 8th Henry told that I will put you in the Thames River. അപ്പൊ ആ മിഷണർമാർ പറഞ്ഞത്, That missionary told, അത് സാരമില്ല, it's not a problem. ഇപ്പൊ തീയിൽ കൂടെ ആയാലും വെള്ളത്തിൽ കൂടെ ആയാലും ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോയാൽ മതി. Fire or through water, we just need to go to the other shore. ഏതക്കരെ? Which other shore? ഈ നദിയുടെ അക്കരയല്ല, It's not the other shore of this river, സ്വർഗത്തിൽ. to the heaven. അപ്പൊ ഇതാണ് വിശ്വാസം. This is faith. രോഗം വന്നാൽ Even the പ്രാർത്ഥിച്ച് disease comes, സൗഖ്യമാകും. we have to get healing by prayer. എത്രയോ സൗഖ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. We had healed many times. ചില സമയങ്ങളിൽ സൗഖ്യം ലഭിക്കാതെ വരും. Sometimes we didn't get the healing അപ്പോഴാണ് നമ്മുടെ also. വിശ്വാസത്തിന്റെ റേഞ്ച് അറിയേണ്ടത്. Then we have to find our faith. അല്ല, സൗഖ്യമാക്കാൻ വേണ്ടി ദൈവം ഇരിക്കുന്നിടത്ത് അത് ലാഭമല്ലേ? It is benefit for us. പണ്ട് കോട്ടയത്ത് നമ്മുടെ ഒരു ബോംബെ അമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഉണ്ട്. It's a Bombay MH in Kottayam. അവരുടെ മക്കള് സമുദായക്കാരാ. Children are in the nominal church. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ അടിച്ചോടിക്കുന്ന കാലമായിരുന്നു. The old days, the pastors used to pray very പക്ഷെ strongly. കാലം മാറി, അവരും പുരോഗമിച്ചു. And they also improved. ഞാനും ജോസഫ് പൊട്ടിച്ചാൽ ഞാനും കൂടെ സെൻട്രൽ ഫെയ്ത്ത് നിൽക്കുമ്പോൾ, And Joseph Udijayan and myself was in the center faith on the time. അപ്പോൾ ഈ ബോംബെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു. We got a call from Bombay MH's house. ഈ മക്കളാ, ബെന്തിക്കോസുകാരല്ല, സമുദായക്കാരെ മക്കളാ വിളിക്കുന്നത്. The children, the nominal people. പക്ഷേ എൻ്റെ ഞങ്ങളുടെ അമ്മ ഇങ്ങനെ കഷ്ടത്തിൽ കിടക്കുകയാണ്, Pastor, my mother is in distress. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. You come and pray for her. ഞങ്ങൾ അതിശയിച്ചു പോയി. കാരണം Suddenly we ഇവരൊക്കെ ഒരു explained. കാലത്ത് എതിരായിരുന്നു. They were against us. ഇപ്പൊ നേരെ തിരിഞ്ഞു പ്രാർത്ഥിക്കണം. Now they asked for praying. ഞങ്ങൾക്ക് വലിയ അതിശയം ഉണ്ടായി. They got very wonder. പ്രാർത്ഥിക്കാൻ ചെന്നു. Then we went to pray. അപ്പൊ ഈ സഹോദരന്മാരെ ഞാൻ നോക്കിയപ്പോൾ When I looked at the brothers, അവർക്ക് വലിയ മുഖത്ത് ആത്മീയ വിശ്വാസമൊന്നും കാണുന്നില്ല. we didn't see any faith in their face. ഞാൻ ഇളയവനെ വിളിച്ചു, എന്ത് പറ്റി ഇങ്ങനെ ഒരു മനമാറ്റമൊക്കെ ഉണ്ട്? What happened? Why you changed like this? എൻ്റെ ഭാഷ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്താൽ എത്ര ആയിരങ്ങൾ കൊടുത്താലാ സൗഖ്യം കിട്ടുന്നത്? How much we have to spend in the hospital? ഇത് നിങ്ങൾ പ്രാർത്ഥി കിട്ടിയാൽ ഞങ്ങൾക്ക് ലാഭമല്ലേ? അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് ലാഭം കിട്ടിയ അത്രയും നല്ലത്. If you pray, it will give. It is actually cost effective. അപ്പൊ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. That is their attitude. അപ്പൊ മനുഷ്യന്റെ പുരോഗമനം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. This is how man improves. പക്ഷെ അങ്ങനെ സൗഖ്യം കിട്ടുന്ന മാർഗ്ഗമല്ല ഇത്. It is not. വിടുവിച്ചാലും ഇല്ലെങ്കിലും Even the God delivers or not. അപ്പൊ ഇവർ 7 മടങ്ങ് തീക്ക് ശക്തി കൂട്ടിക്കൊണ്ട് He raised the power of the fire to വാസ്തവത്തിൽ എന്താ sevenfold. നടന്നേ? What happened that time? വിശ്വാസത്തിന്റെ നായകൻ, തുവങ്ങുന്നവരും മുടിക്കുന്നവരും. The author and the finisher of the faith. അപ്പൊ ഇവിടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ആരംഭിച്ചു. Here it started. 1, 2, 3, 4 1, 2, 3, 4 goes up. തീയുടെ ശക്തി കൂടുന്തോറും When the fire increases, ഇവിടെ ഇവരെന്ത് ചെയ്തു? what they done? ദൈവം അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തു. God has increased their faith too. 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണതയാണ്. 7 shows the perfection. അങ്ങനെ 7 മടങ്ങ് പൂർത്തീകരിച്ചപ്പോൾ Once the sevenfold increases, സാത്താന്റെ പരിശോധന കഴിഞ്ഞു. and the trial of the Satan finished, ഇവരുടെ അനുസരണവും തികഞ്ഞു. their obedience also വിശ്വാസവും അനുസരണവും. both obedience and കഴിഞ്ഞ ദിവസം ഒരു ഭാഷ പ്രസംഗം ഞാൻ കേട്ടു. I have seen a pastor preaching. ഇവര് തീയിലിടുന്നതിന് മുമ്പ് യേശുവിനെ തീയിൽ കണ്ടെന്നാണ്. Before they went into the fire, they have seen അതായിരുന്നു Jesus അവരുടെ in the ധൈര്യം. fire. അതായിരുന്നു അവരുടെ ധൈര്യം. That's why they got the confidence. അങ്ങനെ കണ്ടെന്ന് പറയുന്നത് ലിറ്ററലി അല്ല, It's not literally. അവർ വിശ്വാസത്താൽ കണ്ടു കാണും. Through the faith they have seen Jesus. പക്ഷെ അതിലുപരി Before that, അവരുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. God has increased their faith. സാത്താൻ പരീക്ഷ കൊണ്ടിരുമ്പോൾ When the Satan brings the ദൈവം trial, വിശ്വാസത്തെ വർദ്ധിച്ചുകൊണ്ടിരും. God has increased the അപ്പൊ faith. അതിന് നമ്മൾ കാത്തിരിക്കണം. That we need to wait for that. അതിനുള്ള സഹിഷ്ണുത ആവശ്യം. We need the patience for that. അപ്പോഴാണ് ആ വിശ്വാസത്തിന്റെ തികവ് വരുന്നത്. Then only we will get the perfection അല്ല, of the പ്രാർത്ഥിച്ചു faith. നോക്കട്ടെ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. It's not only by praying. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു Let the നോക്കട്ടെ. pastor come and pray. വിശ്വാസികൾ ഇപ്പൊ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. Many believers are doing so. എന്നാ കഷ്ടം, ഒരു ഹോസ്പിറ്റലിലേക്ക് പോയ ഒരാൾ അവിടെ നിൽക്കണം. If you go to the hospital, bystander there. ഈ കഷ്ടമൊക്കെ നോക്കുമ്പോഴേ രോഗശാന്തി വിശ്വാസം ഇല്ലെങ്കിലും ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട്. So divine healing they call just for making money. ഇനി അത് രക്ഷയില്ലെങ്കിൽ Not for that. ടാക്സി പിടിച്ചോണ്ട് ഫെയ്ത്തോലേക്ക് വരും. They come to the faith of the taxi. പാസ്റ്റർ പ്രാർത്ഥിച്ചു വിടാൻ പറയും. Oh pastor, pray for us. കാരണം ഡോക്ടർക്ക് കൃപ കൊടുക്കണം, Because God has given grace to the ദിവസം doctor. കുറയ്ക്കണം, The day should be ബില്ല് shortened. കുറയണം, The bill should be shortened. കഷ്ടങ്ങൾ കുറയണം. And we need to distress അങ്ങനെ also. Should be ലേറ്റസ്റ്റ് ആയിട്ട് അതും കണ്ടുപിടിക്കുന്നുണ്ട് വിശ്വാസികൾ. the people, the believers invented this also ഹോസ്പിറ്റലിൽ latest. കൊണ്ടുവന്ന് ഫെയ്ത്തോൽ ഒന്ന് പ്രാർത്ഥിച്ചു വിടുക. Not only they are coming to the faith home to pray before going to the hospital. അതൊരു വിശ്വാസം ഇല്ലേ, ഉണ്ടല്ലോ. There is a faith also there. പക്ഷെ ഇവിടെ അതല്ല. Now it is not right. ശരിയായ വിശ്വാസം തീയുടേതാണ്. He hears a fire. അപ്പോൾ തീ വർദ്ധിക്കും തോറും When the fire increases, വിശ്വാസത്തിൽ നിൽക്കുന്നവരെ ദൈവം വിശ്വാസത്തിൽ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. the God will strengthen their faith. അങ്ങനെ 7 മടങ്ങ് വർദ്ധിച്ചപ്പോൾ Once the sevenfold it is increased, സാത്താന്റെ പരീക്ഷ കഴിഞ്ഞു. and the Satan's trial completed. ഇനി അവന് പരീക്ഷിക്കാനില്ല. Now there is no more to trial. പക്ഷെ ഇവരും വിശ്വാസത്തിൽ 7 മടങ്ങ് വർദ്ധിച്ചു. Now they increase sevenfold in the faith as well. അപ്പോൾ സാത്താനും ദൈവികവും സാത്താനും തമ്മിൽ ഒരു പോരാട്ടം.
There is a fight between God and 7 Satan. മടങ്ങ് വർദ്ധിച്ചിട്ടും Even a sevenfold it increases. അവിടെ എന്ത് ചെയ്തു? What happened there? അവരുടെ വിശ്വാസം ജയിച്ചു. Their faith has won. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ That's why Hebrews 11 we see, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ തീയുടെ ബലം by കെടുത്തി. faith they quenched the strength of the fire. അപ്പൊ ഇതാണ് നമ്മൾ ഈ കാലത്ത് ഡെവലപ്പ് ചെയ്യേണ്ടത്. This is what we have to develop in this day. അടുത്ത ഭരണം ആരെങ്കിലും വരട്ടെ, Next time who can come? നിങ്ങൾ വിചാരിക്കുന്ന പോലെ മോദിജി മാർജി രാഹുൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും ഗുണമുണ്ടോ? What is your benefit if Modi ഇവിടെ goes away ദൈവമക്കൾക്ക് and Rahul ഗുണമൊന്നും comes? ഉണ്ടാകാൻ പോകുന്നില്ല. We are not getting any benefit. ഗുണം കൊടുക്കാൻ പാടില്ല. There is no benefit for ഇവരൊക്കെ you. എതിരായി നിന്നെങ്കിലേ ഞാനും നീയൊക്കെ അക്കരയ്ക്ക് പോകാൻ താല്പര്യപ്പെടുത്തും. If they are against us, then only we can go to the other shore. ഇന്ന് പാർട്ടി സമ്മേളനം പോലെ തന്നെ Like the political party meetings, പെന്തിക്കോസ് മീറ്റിംഗിൽ രാഷ്ട്രീയക്കാർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. and many Pentecostal people's meetings, അവർ the വന്ന് political ആശീർവാദം people's opening, പറയുന്നുണ്ട്. they give the blessings. കഴിഞ്ഞൊരിക്കൽ ഞാൻ കേട്ടു, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചോളാം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ട്. One minister, പെന്തിക്കോസ് സമ്മേളനത്തിൽ എന്ന് പറഞ്ഞത്, the Pentecostal assembly, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചോളാം, ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നാ പറയുന്നത്. we will take care of you, we will help അപ്പൊ you. അത്ര കണ്ട് അതപ്പതിച്ച ഒരു പെന്തിക്കോസ് ലോകമായി മാറിയിരിക്കുക. That much we deteriorated the Pentecostal ഇവിടെയാണ് people. വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ മുഖത്ത് നോക്കേണ്ടത്. Here we have to look at the face of the author of കാരണം the faith. അവസാന കാലങ്ങളിൽ വിശ്വാസം ത്യജിക്കപ്പെടും. In the end of the days, the faith will be ഇത് renounced. പെന്തിക്കോസ് വിശ്വാസികൾ മനസ്സിലാക്കണം. We have to understand the Pentecostal ഈ people. വിശ്വാസം ഒരു ഗെയിമാണ്. The faith is a game, ഈ ഫുട്ബോൾ മാച്ച് പോലെയാണ്. like a football match. ലോക്കറി കളിച്ച് We play in the local, അവർ വീണ്ടും മെയിൻ കോർട്ടിൽ വന്നു. then we go to the main place, ക്വാർട്ടർ, സെമി, then semi. ഇതെല്ലാം കഴിഞ്ഞ് After that, ഫൈനലിലേക്ക് വരും. then reach to the final. അവിടം വരെ കാണണം. We have to be അവരാണ് there. ഭാഗ്യവാന്മാർ. They are the blessed people. ജയിക്കുന്നവരെന്നാ പറഞ്ഞിരിക്കുന്നത്. The overcomer, they say. ഇതിനെല്ലാം ജയിച്ചാലും ഒന്നാം സ്ഥാനം കൊടുക്കും. We have to overcome, win everything. അതെവിടെയും അങ്ങനെ തന്നെയല്ലേ? It's everything, everywhere it is like നമ്മൾ this. ജയിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കുക. We have to try for overcoming. അപ്പൊ നമ്മുടെ കോച്ചർ നല്ല കോച്ചറാണ്. Our coach is a good coach. പരിശുദ്ധാത്മാവ് യേശുവാണ്. Holy Spirit and Jesus. അപ്പൊ അവർ നമ്മളെ ബലപ്പെടുത്തും. They നമ്മൾ will strengthen തന്നെയല്ല, us. We are not alone. നമ്മൾ തന്നെയല്ല, We are not alone. അവർ നമ്മോട് കൂടെ ഇരുന്ന് They are with us. അവർ നമ്മെ ബലപ്പെടുത്തി എത്തിക്കുമ്പോൾ നമ്മൾ They will വിശ്വസിക്കും. strengthen us. അപ്പൊ Bring എന്ത് us വന്നാലും there. How much they come. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമുക്ക് വേണം. We have to ask why. ഉടനെ അവരെ തീർക്കാൻ പോവല്ല, Not to finish them, അവരെ ചോദ്യം ചെയ്യാൻ പോവല്ല, not to question them, അല്ലെങ്കിൽ അവരെ തള്ളി പറയല്ലേ ചെയ്യുന്നത്. not to reject അതൊരു them. പൈശാചിക സ്വഭാവമാണ്. It is a devilish nature. ക്രിസ്തുവിന്റെ കൃപയിൽ ഇല്ലാത്തതുകൊണ്ട് It is not in the grace of നമ്മൾ God. ഉടനെ കാരണം മറ്റുള്ളവരെ കണ്ടെത്തിയിട്ട് നമ്മൾ സ്വയം നീതീകരിക്കാൻ തുടങ്ങും. We justify ourselves. അതിന്റെ കൃപയും പോയി Then we lose our വീണ്ടും grace. നമ്മൾ നരകം നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മൾ കത്തിക്കാൻ തുടങ്ങും. Then we start the hell in our mind. കാരണം കൃപ പോയി, Because we lost the grace. ദൈവിക സ്വഭാവം പോയി, And the divine nature is പിന്നെ gone. സഹിക്കാൻ വയ്യ, പിന്നെ ഒന്നും പറ്റാത്തൊരു കാലം പോയി. We couldn't bear afterwards. അതുകൊണ്ട് നമുക്കും Afterwards. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായി തീരാം. So you have to be with the God. ഇവിടെ ഇത് അനുസരണത്തെ ലംഘിച്ചുകൊണ്ട് Now there is no ഒരുവൻ obedience. എരിഹോവിലേക്ക് പോവുകയാണ്. He went to Jericho. ഇത് ലോക മനുഷ്യരെ കുറിച്ച് നമുക്ക് ചിന്തിച്ചിരിക്കാം. We can see അങ്ങനെ അവൻ എന്ത് ചെയ്തു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. he got affected by the thieves. ആരാണ് ഈ കള്ളന്മാർ? Who are these thieves? മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. The thief come to destroy. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ John 10 we read. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും 9 10 10 വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇതാണ് കള്ളൻ. This is thief. ആരാണ് ഈ കള്ളൻ? Who is this thief? സാത്താൻ, This is Satan. അല്ലെങ്കിൽ സാത്താൻ വ്യാപിച്ച മനുഷ്യർ. The people is possessed by Satan. ഇവിടെ ഈ മനുഷ്യനെ ആക്രമിച്ചിട്ട് Here he attacked this man. അവന്റെ മോഷ്ടിച്ചത് മാത്രമല്ല, Not only steal, അവനെ മോഷ്ടിപ്പാനും they came to steal, അറപ്പാനും, kill. അവനെ അറുത്ത് അല്ലെങ്കിൽ അവനെ മുറിവേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. They bruised him and tried to kill him, മുടിക്കുവാൻ, അവനെ ഇല്ലാതാക്കി തീർക്കണം. to destroy him. ഇതിന്റെ സ്പിരിച്വൽ സൈഡ്. What is spiritual side of it? സാത്താൻ നമ്മളിലേക്ക് വരുമ്പോൾ When the Satan comes to us, ഒന്നാമത് നമ്മളിലുള്ള ദൈവിക മൂല്യങ്ങൾ, first one is the values of the ആ spiritual values. മൂല്യങ്ങൾ പതുക്കെ എടുത്തു കളയും. He started taking away the spiritual values. ആ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയും. He destroyed the faith. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ In the social media, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. many things we can see. നല്ലതുകൊണ്ട് ഈവളും ഉണ്ട്. Evil things are bad, അപ്പൊ good നമ്മൾ things. ഏതിനെ ഫോളോ ചെയ്യുന്നു? How we are following, അതിങ്ങനെ കണ്ട് we can see that. കേട്ട് We hear those things, നമ്മുടെ വിശ്വാസത്തെ അവൻ മോഷ്ടിച്ചു കളയും. and he steal our faith. ദൈവമായുള്ള ബന്ധത്തെ മോഷ്ടിച്ചു And കളയും. he steal our relationship യെരൂശലേമിന്റെ with God കൂട്ടായ്മ. and the fellowship with the Jerusalem. പിന്നെ കൂട്ടായ്മ ഒന്നും വിഷയമൊന്നുമല്ല. There is no fellowship at all. പണ്ടൊക്കെ ഒരു ഞായറാഴ്ച ആരാധനയൊക്കെ എത്തുമ്പോൾ വളരെ പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുന്ന സമയമായിരുന്നു. In the olden days, people gives importance to Sunday service. ഇപ്പൊ ആരാധനയൊന്നും അവർക്ക് ചിലർക്ക് വിഷയമല്ല. Now the people Sunday service is not a അതിന്റെ matter, കാരണം എരിഹോവിലേക്ക് പോകാനുള്ള താല്പര്യം, because they have the desire to go to Jericho. അതൊരു കുറ്റബോധം പോലും വരുന്നില്ല. The people don't have a conviction about പണ്ടൊക്കെ that. വേറെ സഭയിൽ പോയി ആരാധിക്കുമ്പോൾ തന്നെ Even the people goes to other church to ഞങ്ങൾ worship. ഇതിനടുത്ത് ആരാധിക്കാൻ പോവാ. If they go to another church to അപ്പൊ കാരണം service, അവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവില്ല.
because there's no Christ in their mind, മോഷിച്ചുകൊണ്ട് വിശ്വാസം മോഷിച്ചു കളഞ്ഞു. and they steal the faith. അങ്ങനെ യെരുശലേമിന്റെ കൂട്ടായ്മകളെ അവർക്കിപ്പോ സന്തോഷമല്ല. Now don't have the faith, they're happy. പ്രാർത്ഥനയും പാട്ടും ആരാധനയൊന്നും ഇഷ്ടമല്ല. They don't want this praising ഈ and അടുത്ത worship. സമയത്ത് ഇവിടെ വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു ഫാമിലി, One family used to come occasionally. അവരിവിടുമായിട്ട് വലിയ ക്ലോസ് ഒന്നുമല്ല, They're not very പണ്ടങ്ങാണ്ട് close. വന്ന കൂട്ടത്തിൽ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. They used to come very occasionally. ഭർത്താവിന്റെ ഒരു ചെറിയ താല്പര്യം ഭാര്യയും കൂടെ വന്നുകൊണ്ടിരുന്നു. And the wife also came with the husband. അവർ നോക്കുമ്പോൾ പള്ളിയിൽ ചെന്നാൽ 3/4 മണിക്കൂർ കൊണ്ട് തീരും. In the church, there is a nominal church. It is ഒരു പ്രയാസമില്ല. അത്യുന്നത ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. the mass will finish very quickly. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. They will finish in short time. ഇത് രണ്ടേ മനുഷ്യന്റെ മനസ്സിൽ കാണത്തുള്ളൂ. This only have in the mind. ബാക്കി അച്ഛൻ എന്ത് വായിച്ചു അതും വിഷയമല്ല. They will not take care of the father's one. രാവിലത്തെ പരിപാടി കഴിഞ്ഞു. The morning mass. ഇങ്ങനെ ശീലിച്ച ക്രിസ്ത്യാനികളെ, This kind of Christians, ശരിയായ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വരാത്ത ഇവർക്ക് ഇത് ഇവിടെ കഷ്ടമാണ്. when they are not coming to the correct experience, it's difficult for them കാരണം ആത്മാവില്ലല്ലോ. because they don't have the spirit. പിന്നെ ഏതാണ്ട് വലിയ കഷ്ടമാണ്. 2-3 മണിക്കൂർ കൂടെ പിടിച്ചിരിക്കാൻ കഷ്ടമാണ്. 2-3 hours is very difficult for them. സിനിമാ തിയേറ്ററിൽ പോയി നോക്കി, ഇതേ സമയം തന്നെ സിനിമാ തിയേറ്ററിൽ പോയാൽ But the cinema theater, എത്ര സിമ്പിളായിട്ടാണ് ആ സമയം പോയിക്കുന്നത്. how many simply they have wasted time. അവർക്ക് ആ ആത്മാവായിട്ട് യോജിപ്പുള്ളതുകൊണ്ട് They have the fellowship with that spirit. അത് വലിയ സന്തോഷമായി തീരും. It's very joy for them. അപ്പൊ ആരാധന പാട്ടെന്നൊക്കെ പറഞ്ഞൊരു മുഷിപ്പായി തീരും. The service and songs is a difficult ഇതിൽ for them. ആത്മാവുള്ളവർക്ക് But the people of ഈ the സമയം spirit, പോകുന്ന അറിയത്തില്ല. they don't feel the time. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നത്, So I am telling, നിങ്ങൾക്ക് ഇതിനെ ഫോളോ ചെയ്യാൻ ഒക്കാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ എഴുന്നേറ്റ് പോകുന്നതായിരിക്കും ഇപ്പോഴും if നല്ലത്. you cannot follow this, you can go. ഇവിടെ നിന്ന് മുരടിച്ചിട്ട് കാര്യമില്ല. There is no need to be ഇത് here. ആത്മാവിന്റെ ഐക്യത ഉള്ളവർക്കാണ് ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ The പോകുന്നത്. people also the fellowship of the spirit can stay here. ഇപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ ഈ മെസ്സേജുകളൊക്കെ കൂടി 2-2.5 മണിക്കൂറൊക്കെ പോകുന്നുണ്ട്. Sometimes we used to preach for 2.5 years. ഞാൻ ഒരിക്കലും ആത്മാവ് 4 മണിക്കൂർ പ്രസംഗിച്ച സമയമുണ്ട്. One time I used to preach 4 hours അറ്റായിക്ക് together. വന്ന് പള്ളത്ത് കിടക്കുമ്പോഴേ When I was in Pallam, അവിടെ ഒരു 3 ദിവസം ബൈബിൾ സ്റ്റഡിയാണ്. and then there were 3 Bible studies. 3-ാം ദിവസം രാത്രിയില്, On the third day night, 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ആയപ്പോൾ 6 മണി മുതൽ എനിക്ക് അറ്റാക്ക് വന്നു. third day night I got a heart attack. ഞാനിങ്ങനെ നിശ്ചലമായിട്ട് പള്ളത്ത് കിടക്കുക. The time I was staying in Pallam. കട്ടിൽ കിടക്കുക. I was on the അവിടെ കുറെ bed പ്രാർത്ഥിക്കുന്ന unconscious, അച്ചായന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. and the people used to pray there. പഴയ സഭയാണ്. The old church. ഒരുപാട് മനുഷ്യർ പബ്ലിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. Many people came from outside also. സമുദായക്കാർ പോലും വന്നിട്ടുണ്ട്. Even the nominal Christians came there. ഈ 3 സ്റ്റേജസിനെ കുറിച്ച് ഒന്ന് ക്ലാസ് എടുക്കുക. That time I used to take the class about the 3 stages. Third day, അപ്പോൾ ഞാൻ ഈ പരുവത്തിൽ കിടക്കുക. I was in this stage. അന്നൊക്കെ എനിക്ക് ഇത്ര പോലും ഫിസിക്കലി സ്ട്രെങ്ത് ഇല്ല. I was not strong this much enough. 1 മണിക്കൂർ 6 മുതൽ 7 വരെ ഞാനിങ്ങനെ മരിച്ചവനെ പോലെ കിടക്കുക. For 6 to 7, for 1 hour, I was like in the unconscious stage. അപ്പൊ ഇവരെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. They were all crying and praying. ഒരു അച്ചായൻ, പള്ളത്തിൽ ഒരു പ്രായം ചെന്ന ഒരു അച്ചായൻ, Sudden, ഒരൊറ്റ പ്രവചനം. one Achayan gave a prophecy. പ്രവചനം എന്താ? What is a prophecy? മരിച്ച മനുഷ്യൻ ഉയർക്കാൻ പോകുന്നു. The person who died will rise. ഞാൻ ഒരു ദർശനം കണ്ടു. I am seeing a vision. നമ്മുടെ ദൈവദാസന്റെ ഇതിൽ നിന്ന് ഒരു കിളി പറന്നുപോയി ജനലിലിരിക്കുന്ന ഞാൻ കാണുക. I have seen from the chest of the servant of the God there was a parrot came out. എന്നാൽ ഇപ്പോൾ Now, ആ കിളി പറന്നു വരാൻ പോവാന്ന് പറഞ്ഞു. now the parrot is going to come back. തന്നിലേക്ക് കയറാൻ പോവാന്ന് പറഞ്ഞു. He is going to go inside. താനിത് പറയുകയും After he said this, ഞാൻ അഭിഷേകത്തോടെ ചാടി എഴുന്നേൽക്കുകയും, suddenly I woke up with this anointing. എന്റെ ആത്മാവ് കുറച്ച് സമയത്ത് എന്നെ വിട്ടു പോയെങ്കിലും Even though my spirit gone for some time, തന്റെ ആ പ്രവചന സമയത്ത് അത് മടങ്ങി വന്നു. during his prophecy it came back. പക്ഷെ ഞാൻ ക്ഷീണിതനാണ്. But I was weak. എഴുന്നേറ്റെങ്കിലും Even though I എനിക്ക് rise, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനുള്ള ആരോഗ്യമില്ല. I don't have the strength to come off the bed. അപ്പം മണി 7 ആകും. That time it was 7 o'clock. ബാക്കിയുള്ളവരെല്ലാം ഹോളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. All the people are praying in the hall. ഇവർ കുറച്ച് പേര് മുറിയിലും. Some people in the room. ഞാൻ പറഞ്ഞു 2 പേര് എന്നെ പിടിച്ചുകൊണ്ട് മേശ കൊണ്ട് നിർത്താൻ പറഞ്ഞു. I asked 2 people to take me to the church. അങ്ങനെ 2 ചെറുപ്പക്കാര് തോളെ കൈയിട്ടുകൊണ്ട് എന്നെ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തി. 2 young people has taken me to the church. അപ്പോൾ മണി 7. That time it was 7 o'clock. നിർത്തിയതറിയാം. They had just taken me there. പിന്നീട് ഞങ്ങളെല്ലാം ഉണർന്നപ്പോഴേ After that when we മണി 11, രാത്രി 11. 11 o'clock. 7 മണിക്ക് ആരംഭിച്ച മീറ്റിംഗ് 11 മണിക്കാണ് തീർന്നത്. The meeting started at 7 o'clock and finished by 11 സമയം o'clock. പോയത് പറഞ്ഞില്ല. Even the time we didn't see. പലരുടെയും ബസ് പോയി. Many people's buses gone. ചാപ്പാട് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. We didn't see about the hunger or മീറ്റിംഗ് food. കഴിഞ്ഞപ്പോൾ ഞാൻ ഡബിൾ ഫോൾഡ് സ്ട്രെങ്ത് ഉള്ളവനായിട്ട് മാറി. I became very strong after the meeting. ജനങ്ങളെ അറിഞ്ഞില്ല. അതാണ് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അനുഭവം. That is the experience of the presence of the എന്നും God. അങ്ങനെ കിട്ടണമെന്നില്ല. Every time we should not get this. ചില സമയത്ത് നമ്മുടെ മണിക്കൂറിനൊക്കെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴും ചിലപ്പോൾ 5 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ടൊക്കെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. Sometimes I used to finish very shortly our preach. ഇതെല്ലാം ആത്മാവിന്റെ ഒരു ലീഡിങ് അതിനകത്തുണ്ട്. This is the leading of the പിന്നെ Spirit of ചിലത് God. പഠിപ്പിക്കുമ്പോഴേ Sometimes when we teach, ചില കാര്യങ്ങൾ ആധികാരികമായി നമ്മൾ അതിന്റെ അടിസ്ഥാനം തോണ്ടി പഠിപ്പിക്കുമ്പോൾ when we
we teach something authentically, അതിന് സമയമെടുക്കും. it will take some time. അതും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒക്കത്തില്ല. Many people cannot follow that. കാരണം ആ വിഷയമായിട്ട് ബന്ധമുള്ളവർ ഇരിക്കുമ്പോഴേ അവർക്ക് പിടികിട്ടത്തുള്ളൂ. Only people who are connected with this matter can stay. അപ്പോൾ അല്ലാത്തവർ ഇരുന്ന ബോറടിക്കുക, സത്യമാണ്. Otherwise, if they അതുകൊണ്ടാണ് stay, അല്ലാത്തവർ ആ സമയത്ത് എഴുന്നേറ്റ് പൊക്കോളും നമ്മൾ പറയുന്നുണ്ട്. that's why we say that if you are not കാരണം connected, അവർക്ക് ഇത് then ഫോളോ ചെയ്യാൻ ഒക്കത്തില്ല. you cannot follow. അതേസമയം At the same time, വേറെ ചിലർ അവിടെ കാണും, തീരെ അടുത്ത് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട്. some other people are waiting for the next thing. ഇപ്പൊ തന്നെ ഈ മെസ്സേജ് മണിക്കൂറുകളൊക്കെ കേൾക്കുന്നവർ പറയുന്നു, ഇച്ചിരൂടെ അതിനെക്കുറിച്ച് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. Many people should say you can could elaborate അപ്പൊ this. അതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര്, If a person who study, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിഷയമല്ല. the people who want to study the word of God, it's not a അപ്പൊ matter. ഇവിടെ നമുക്ക് ഈ സഹോദരനെ Here, this ഈ brother, യെരുശലേമിലെ വാസം അത്ര സന്തോഷമല്ല. he didn't like the stay in the Jerusalem. അവർക്ക് ഇരിക്കുമ്പോൾ ബോറടിച്ചു. He became bored. ഈ പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും കൂട്ടായ്മയും ഇതൊന്നും വലിയ സന്തോഷമല്ല. He didn't have any happiness or joyness with the അങ്ങനെ fellowship. അവൻ എഴുന്നേറ്റ് പോയി എരിഹോയിൽ പോയി അകപ്പെട്ടു. And he went to Jericho. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. With the thieves, he is അവൻ അവരെ captured. അർത്ഥപ്രാണനാക്കി. He make him half dead. ഇത് ലോകപ്രകാരം ഒരു പാപിയായ മനുഷ്യന്റെയും നിഴലാണ്. This shows a shadow of ആത്മീയ sinner. ഗോളത്തിന് പിന്മാറിപ്പോകുന്ന ഒരു സഹോദരൻ നിഴലാണ്. Spiritual failure, some backslidden people. അപ്പൊ അതുവഴി ഒരു പുരോഹിതൻ വന്നു. One priest has come. പുരോഹിതൻ വന്നിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയാതെ പോയി. The priest came and he didn't do anything. ആ വഴിയായി യാദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. നോക്കണം, എന്തുകൊണ്ടാണ് പുരോഹിതൻ മാറിയത്? Why priest has gone away? പലരും പറയും പുരോഹിതന്മാർക്ക് ഇങ്ങനെയുള്ള ആതുര സേവനങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ്. Many people used to say priests don't like this kind of service. അതൊക്കെ ചുമ്മാതാണ്. It's not like this. ഞാൻ കത്തോലിക്ക സമുദായവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തിൽ I have connected with the Catholic Church. എത്രയോ അച്ഛന്മാര്, Many fathers, എത്രയോ കന്യാസ്ത്രീകൾ many nuns, ഏറ്റവും താഴ്ന്ന ജോലികൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. they used to do many low kind of service. കുഷ്ഠരോഗികളെ കൈകൊണ്ട് തൊട്ട് ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. They touch the lepers with their hand and serve. ഫാദർ ഡാമിനൊക്കെ അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. We can see about the Father Dominic. അപ്പൊ അതിന് അവർക്കൊരു പ്രത്യേക കൃപയുണ്ട്. They have that grace. നമുക്കാർക്കും അത്രയും ആ കാര്യത്തിൽ ഇടപെടാൻ We സാധിക്കത്തില്ല. don't have that much grace. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ കണ്ടിട്ട് കടന്നുപോയത്? Why he moved away from this man? അതാണ് അവരുടെ പ്രമാണം. That is their doctrine. അതാണ് അവരുടെ പ്രമാണം. That is their doctrine. പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞ പോലെ One day ഒരു ആക്സിഡന്റായി റോഡിൽ കിടന്നാൽ the person who is in the accident in the road, പെന്തിക്കോസുകാരേക്കാൾ ലോക മനുഷ്യരാണ് വളരെ ആക്റ്റീവായിട്ട് അതിനെ ആശുപത്രി കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. the worldly people used to take care more than the Pentecostal people. ബുദ്ധിശാലികളെക്കാൾ, Even more than the wise people, അല്ലെങ്കിൽ പഠിപ്പിസ്റ്റിനേക്കാളും more than the literate educated people, സാധാരണക്കാർ ചാടി അങ്ങ് വീഴും. the normal people will come to rescue them. മറ്റവൻ അവിടെ ഇത് ചിന്തിക്കും, Other people will think, എടാ നമ്മൾ കൊണ്ടുപോയിട്ട് അവസാനം തൂങ്ങേണ്ടി വരും, if you give, then പിന്നെ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. we have to go behind ഇന്നത്തെ this. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പലരും ആരുടെയെങ്കിലും തലയെ പിടിച്ചിടാണ് നോക്കുന്നത്. The police people put them in other കുറെ heads. ആളുകൾ. Many people. അതുകൊണ്ട് ബുദ്ധിയുള്ളവരും The wise peoples, പിന്നെ ഈ ഓർത്തഡോക്സ് പെന്തിക്കോസുകാരൊന്നും ഈ കാര്യം ഇത് മെനക്കെടാൻ പോകത്തില്ല. Orthodox Pentecostal peoples will not take care of this. ഇതിനെല്ലാം സാധാരണക്കാരെ കിട്ടത്തുള്ളൂ. Only the normal peoples will help. അതുകൊണ്ട് അവിടെ സമരി എന്നുള്ളൊരു വാക്യം ഉപയോഗിച്ചത്. That's why we can see a Samaritan. നോക്കണം, അവിടെ പറഞ്ഞേ ഒരു പുരോഹിതൻ കടന്നു വന്നു. When a priest came, എന്തുകൊണ്ടാണ് പുരോഹിതൻ അവിടെ സഹായിക്കാൻ കഴിയാഞ്ഞത്? why the priest couldn't help? ലേവിയ പുസ്തകം 21:9 Leviticus 11, പിന്നെ സംഖ്യാപുസ്തകം 19:11 വായിച്ച്. Numbers 19:11, ലേവിയ പുസ്തകം 27:1 27:1 of Leviticus, സംഖ്യാപുസ്തകം 19:11. Numbers 19:21. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ താഴോട്ട് വായിക്കാം. ശവത്താൽ, അതിന്റെ തൊട്ട് താഴെയില്ലേ, ശവം നിമിത്തവൻ അശുദ്ധനാകും. 1 ലാസ്റ്റ് ഉണ്ട്, ഒരു വാക്യത്തിന്റെ ലാസ്റ്റ് കണ്ടുപിടിക്കാനാണ് പ്രയാസം. 21:1 ലാസ്റ്റ്. പുരോഹിതൻ എന്താ വായിച്ചേ? ശവത്താൽ. വായിക്കാം. ഇതൊരു പ്രമാണമാണ്. This is a commandment. അതുകൊണ്ടാണ് That's why പുരോഹിതൻ അത് കണ്ടിട്ട് മാറിപ്പോയത്. the priest went out of his way. അവൻ അഥവാ അവനെ പോയി ശുശ്രൂഷിക്കെടുക്കുകയും ചെയ്താൽ If he started to serve him, അവന് പിന്നെ ശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ല. again he cannot do the ministry. പിന്നെ പോയി 7 പ്രാവശ്യം കുളിച്ച് ശുദ്ധീകരണം വരുത്തിയിട്ട് അങ്ങോട്ട് കയറാനൊക്കത്തില്ല. After seven times he has to take shower. അപ്പൊ കുർബാന നടത്താൻ പോയി അച്ഛൻ ഇത് കണ്ടിട്ട് ഒഴിഞ്ഞു പോയി. The priest he went away. ലേവ്യനും ആ പ്രമാണം തന്നെ കൊടുത്തിരിക്കുകയാണ്. The Levite also has the same commandment. 19:11.
യാതൊരു മനുഷ്യന്റെയും ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായി. 7 ദിവസം നോക്കണം. 7 ദിവസം ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. 7 days he cannot go to the work. മനുഷ്യരോട് ബന്ധപ്പെടാൻ ഒക്കത്തില്ല. ഒരു പ്രമാണമാണെന്ന് നോക്കിയേ. Communicate with the other man. ഈ പ്രമാണമാണ് ഇവരെ അകറ്റി നിർത്തിയത്. Because of this commandment they അല്ലാതെ cannot go. പുരോഹിതന്മാർക്കും ലേവ്യനും ഇത് മനസ്സിലില്ലാഞ്ഞിട്ടല്ല. It is not the priest and Levite don't have the അവരുടെ mercy. പ്രമാണം അതിന് സാധിക്കുന്നില്ല. Their commandment didn't allow them. ഇപ്പൊ അവയവദാനങ്ങളില് Now we give ചില മതക്കാര് അത് പാവമാണെന്നാണ്, അവയവം കൊടുക്കാൻ പാടില്ല. Some religious people says donation of the organs is a wrong thing. അതുകൊണ്ട് ചില മതക്കാര് തീവ്രമായിട്ട് അത് കൊടുക്കത്തില്ല. Some religious people will not give that. എന്നാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അത് കൊടുക്കുന്നുണ്ട്. But Christians and Hindus used to give this. ഇന്നിപ്പോ അത് കച്ചവടമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ സൂക്ഷിച്ചോണം. Now it became ഔദാര്യ മനസ്സ് കൂടിയിട്ട് a business. ഇപ്പൊ പിന്നാലെ നടന്ന ഒരു അച്ഛൻ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞതാ. Now a father is going ഞാൻ to get ഈ അച്ഛനതിന് ഇത്രയും ആവേശം. Why this father is so much? അവരെ ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞ് ദൈവത്തിലേക്ക് നടത്തുന്നതിന് പകരം ഇതിനെന്തിന് ഇത്രയും ഫോഴ്സ് കൊടുക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. Why he is giving this much importance to this? ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പോകാന്ന് ചില പറഞ്ഞു. Now he is going to get caught. അറിയാതായിരിക്കും. I don't know, maybe. അതുകൊണ്ട് ഈ അവയവം കൊടുക്കുന്ന നല്ല വിഷയം. It's not about ആത്മാവിന്റെ ശാന്തിക്ക് വേണം ആദ്യം രക്ഷ കൊടുക്കാൻ. We have to give the importance, the peace of the soul. അതിനുള്ള പ്രയത്നം ആദ്യം ചെയ്യണം. We have to try for that first. അപ്പൊ ഒരു അവയവം ഇല്ലെങ്കിലും കുഴപ്പമില്ല. Even though there is no organ, it doesn't matter. നിന്റെ അവയവം കളഞ്ഞാലും സാരമില്ല, സ്വർഗ്ഗത്തിൽ പോകുന്ന വിഷയം. Even though they lose organ, he had to go to the heaven. ഇല്ല, രണ്ടുള്ളവനൊന്നും കൊടുക്കട്ടെന്നല്ല. If 2 person has one organ, had to give. രണ്ടുള്ളവനൊന്നും കളഞ്ഞാലും കുഴപ്പമില്ലെന്നാണ്. Even though he lost it. നിന്റെ കണ്ണ് നിനക്ക് അടച്ചു വരുത്തിയാൽ, if your eye has a trouble to you, അത് കളഞ്ഞാലും കുഴപ്പമില്ല, കാരണം കണ്ണില്ലാത്തവനായിട്ട് സ്വർഗ്ഗത്തിൽ പോവുക. even if you lose an eye, you can go to the heaven. അവിടെ ചെല്ലുമ്പം രൂപാന്തര കണ്ണുകൾ കിട്ടും, തേജസ്സിന്റെ കണ്ണുകൾ. There we can get a spiritual eye. അപ്പൊ അങ്ങനെ ഒരു ഉപദേശമുണ്ട്. അത് അച്ഛൻ പഠിപ്പിക്കേണ്ടതായിരുന്നു. This father has to teach that. അപ്പൊ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെതായ ഒരു സ്പിരിറ്റ് കയറുന്നതാണ്. Then we have to get that. പിന്നെ അവിടെ അങ്ങോട്ട് ഇൻവോൾവ് ആയി തലയ്ക്ക് ശരിയില്ലാത്ത സ്പിരിറ്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ്. After that the spirit will completely occupy us. ഉണ്ടാകും. We can get പ്രസംഗിച്ച് തലയ്ക്ക് ശരിയില്ലാതായി. And some people preach of the problem. പാടി പാട്ടിലാകും. Some people sing and get in problem. അതാണ് വർക്കിലുണ്ടാകുന്ന ഒരു സ്പിരിറ്റ്. This is spirit of work. അതാണ് എസെക്കിയേൽ പറയുമ്പോൾ, That's what Ezekiel says. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം, Because of your business. അവിടെ ബാലൻസ് ചെയ്യാൻ ആളില്ലെങ്കിൽ, there is no person to balance. അപകടമാണ്. അതാണ് നമ്മുടെ വേലയ്ക്കൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ ബാലൻസ് ചെയ്യാൻ ആളുണ്ട്. We have someone in the balance in our church. പൊങ്ങി വരുന്നവനെ തട്ടി താഴ്ത്തിയിടാനായിട്ടുള്ള ഒരു വകുപ്പുള്ളതുകൊണ്ടാണ് A person who goes high, there is a person to അധികം put it down. പൊങ്ങി നശിക്കാതിരിക്കുന്നത്. They will not get destroyed. അപ്പം ഇതാണ് എന്റെ വിഷയം. This is the matter. അപ്പൊ പുരോഹിതനും ലേവ്യനും ശവത്താൽ അശുദ്ധനാകരുത്. Both the priest and Levites should not unclean by കാരണം that body. അവർ മോശയുടെ പാദപീഠത്തിലിരിക്കുന്നതാണ്. But they are in the Moses. അല്ലെങ്കിൽ പ്രമാണങ്ങൾ കൊടുത്ത് സംഘടന ഉണ്ടാക്കുകയാണ്. They are giving law and making a communication. ഇന്ന് പല മതങ്ങളും അങ്ങനെയാണ്. Many religions are ഈ like അടുത്ത this. കാലത്തൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, Recently we heard, തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ അല്ലാത്തവരെ കൊന്നാൽ പോലും, even though they kill the other peoples, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ ചാൻസ് കൊടുക്കുന്നതാണ്. അവർക്ക് ഒന്നാമത്തെ അവാർഡ് കൊടുക്കുന്നതാണ്. if they go to the heaven, they will get a big reward in the heaven. കേൾക്കുമ്പോഴേ അറിയാതെ പൈശാചിക ഉപദേശമാണെന്ന് അറിയാം. We can hear by hearing. ദൈവോത്തര ലോകത്ത് വന്ന് പറഞ്ഞെന്താ, but Jesus says, ശത്രുക്കളെ സ്നേഹിക്കണം, love your enemies. കൊല ചെയ്യരുന്ന് മാത്രമല്ല, not only കോപിക്കുന്നവൻ കൊലപാതകൻ എന്നാണ് യഥാർത്ഥ ദൈവോത്തരം എന്ന് പറഞ്ഞത്. if you get angry, you will be a murderer. That's what the son of man അങ്ങനെ ആ says. ദൈവോത്തരം പറഞ്ഞതിന് എതിര് പറയുന്നതൊക്കെ ഏത് പുത്രനായിരിക്കും? The son of God says saying against to this. അവൻ അർണോദയ പുത്രനായിരിക്കും. He is the son of devil. അവന്റെ പുത്രനായിരിക്കും. He is his son. സംശയമില്ലാത്ത കാര്യമാണ്. There is no. അതിപ്പോ തല വെട്ടിയാലും ശരി, തല വെട്ടിയാലും തല പിന്നെയും കിടന്ന് പറയും ഇതാ സത്യം എന്ന് പറയും. This is the truth. അങ്ങനെ തല വെട്ടിയോണ്ട് കൈ വെട്ടിയോണ്ട് ഒന്നും സത്യം നിലനിൽക്കാതെ വരത്തില്ല. The truth will not stay. ഇത് ഒരുപാട് പേർ വെട്ടിയതാ ഈ മാർഗം. നിനക്കൊക്കെ അറിയാൻ വേണ്ടിട്ടാ ഇത് ആരംഭകാലത്തിൽ ആയിരക്കണക്കിന് ആളുകളെ വെട്ടിയിട്ടാണ് ഈ മാർഗം വന്നത്. They have killed many peoples. അവരാരും തിരിച്ചു വെട്ടാൻ പോയില്ല. They didn't kill them back. അവരാരും തലയെടുക്കാൻ പോയില്ല. They didn't go to the head. അവർ നേരെ സ്വർഗ്ഗത്തിൽ പോയി. They went to the heaven. ആദിമന്മാരുടെ കണ്ണു തുറന്നു. That is open their eyes. ആദിമകാല വിശ്വാസികളെ In the olden days, കൊളോസ്യത്തിലും in the Colosseum, വലിയ മറച്ചലെല്ലാം കെട്ടി മെഴുക് തേച്ചിട്ട് in the trees they bind them, put them wax. ഇവരെല്ലാം കത്തിക്കുന്ന സമയത്ത്, When they burned them, സിംഹക്കുഴിയുടെ സമയത്തിൽ they put them in the den of the lion. പ്രത്യേകമായ ഒരു അന്യഭാഷയിൽ പാട്ട് വരുമെന്നാ പറഞ്ഞത്. They used to have this kind of songs. അവർ ഈ പാട്ട് പാടി കേട്ടിട്ട് When they sing the songs ഈ in the spirit, കൊളോസ്യത്തിലെ സ്റ്റേജിലിരുന്നവര്, the people in the ഗ്യാലറിയിൽ ഇരുന്നവര് അന്തം വിട്ടു പോയെന്നാണ്. they used to exclaim them. ഇവർക്ക് ഭയമില്ല, There is no fear. സന്തോഷത്തിന്റെ പാട്ട് പാടി അക്കരയ്ക്ക് പോകും. They singing the joys. ചിലരെ എന്ത് ചെയ്യും? What some people, ഇന്നത്തെ സമയം തീർന്ന് ഇനി നാളെയാണ് നിങ്ങൾക്ക് ചാൻസ്. tomorrow you will get a chance to kill. അവരവിടെ നിന്ന് കരയും. They will cry. എന്തിനാ? Why?
അയ്യോ ഞങ്ങളുടെ ഇന്നത്തെ ചാൻസ് പോയല്ലോ ദൈവമേ, Today I missed a chance to go ഒരു to the ദിവസം heaven. മുമ്പേ യേശുവിനെ കാണാൻ കഴിയുന്നില്ല, ആ ഒരു പാട്ടുണ്ട്, ആ പാട്ട് അവർ പാടും. They will sing that song. ഇതെല്ലാമാണ് അന്നത്തെ കാലത്ത് നീറോ ചക്രവർത്തിയുടെ ഭാര്യ പോലും മാനസാന്തരപ്പെടാൻ കാര്യം. Even the wife of the Nero emperor got അവന്റെ saved because of this. സൈന്യാധിപനായ മാർക്കസ് രക്ഷിക്കപ്പെടാൻ കാരണം ഇതാണ്. The Marcus also saved because of this. ഇല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ യഹൂദ റബി ആയിരുന്ന ശൗല് മാനസാന്തരപ്പെടാൻ കാരണം സ്തേഫാനോസിന്റെ ഈ സാക്ഷ്യമാണ്. The Saul also got saved because of the അപ്പൊ testimony ഈ of കാലങ്ങളിൽ Stephen. നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റേജിൽ വരുമ്പോൾ This also, നിങ്ങൾ തന്നെയല്ല, നിങ്ങളെ ബലപ്പെടുത്താൻ ദൈവത്തിനുണ്ട്. the Son of God is ആ there to വിശ്വാസം strengthen you. നിങ്ങൾ നിൽക്കുമ്പോൾ If you are in the state of ശദ്രക് faith, മേശക് അബേദ്നെഗോ തീയിൽ കിടക്കുമ്പോഴാണ് you Shadrach, Meshach, Abednego in the fire, രാജാവിന്റെ കണ്ണ് തുറന്നത്. and the eyes of the king opened. നോക്കണം, അവന്റെ കണ്ണ് തുറന്നു, നാലാമതൊരുത്തിനുലാവുന്നു. There is a fourth person is wondering. ഇത് ശദ്രക് മേശക് അബേദ്നെഗോ കണ്ടതായിട്ട് വേദോസം പറയുന്നില്ല കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ നെബൂഖദ്നേസർ രാജാവ് കണ്ടു, നാലാമതൊരുത്തിനുലാവുന്നു. Nebuchadnezzar seen a fourth person. അവൻ എന്ത് ചെയ്തു? What he has done? ഇവനാണ് ദൈവം, He is God. ഇവനാണ് ദൈവം. He is God. ഇതിന് കൊണ്ടുവന്നവരെല്ലാം പിടിച്ച് തീയിലിട്ടു. And all these people, you put them into the fire. ഇനി ശദ്രക് മേശക് അബേദ്നെഗോന്റെ ദൈവമാണ് ദൈവം. ഒറ്റയാളുടെ സുവിശേഷ പ്രസംഗം കൊണ്ട് ലോകം മുഴുവൻ കേട്ടില്ല. The God of Shadrach, Meshach, Abednego, who is the God? നിങ്ങളിവിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് Now we spend a lot of money. സുവിശേഷം അറിയിക്കാൻ ഓടി നടക്കുക. Now we are sharing the gospel. ഇപ്പൊ കോടികൾ കൊണ്ടുവന്നവരൊക്കെ ജയിലിൽ കിടക്കുക. The people bring the crores, now put in ഇതൊന്നും jail. അല്ലല്ലോ സുവിശേഷത്തിന്റെ ആധാരം. It is not the source of the ഇവിടെ gospel. 3 സഹോദരന്മാർ തീ കിടക്കുമ്പോൾ Now 3 brothers were the fire. രാജാവിന്റെ കണ്ണ് തുറന്നു. The eyes of the king opened. രാജാവ് പറയാണ് ഇവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം, The king said, their God is the true God. അല്ലാത്തവരെല്ലാം പിടിച്ച് തീക്കത്തിടാൻ പറഞ്ഞു. All other people put them into the fire. ദാനിയേൽ Daniel, സിംഹക്കുഴിയിലിട്ടു. when they put them in the den of the lion, നോക്കണം, അവിടെ സിംഹക്കുഴിയിൽ ദാനിയേലിനെ ഇടുമ്പോൾ when they put it in the den, ഒരു സിംഹമൊന്നും അല്ല, it's not just lion. നൂറ്റിക്കണക്കിന് സിംഹങ്ങളുള്ള കുഴിയിലാണ് കൊണ്ടിട്ടത്. The hundreds of lions were there. എങ്ങനെ അറിയാം? How we knew? ദാനിയേൽ എന്നപ്പോ സിംഹമെല്ലാം മൗനമായി. And all the lions kept silent. ഇത്രയും സാന്നിധ്യത്തിൽ സിംഹം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. The lion didn't receive this much ആ presence. ദൈവ സാന്നിധ്യത്തിൽ സിംഹങ്ങൾ പോലും പഴയ ഏതനീയ അനുഭവം അവിടെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. The presence of the God, they experienced a different experience. മൃഗങ്ങളുടെ രാജാവായ സിംഹം, The king of the animals, അവൻ ഉറങ്ങിയില്ല. he also didn't open. സ്വർഗത്തിലെ രാജാവായ ദൈവം ഉറങ്ങാതിരിക്കുന്നു, തന്റെ പുത്രനോടില്ലേ. The king is there. ഇനി ദാരിവേശ് രാജാവ് ഉറങ്ങാതെ കാത്തിരിക്കുക. Even the Darius king also waiting. 3 രാജാക്കന്മാർ ഉറക്കം കളഞ്ഞു. The 3 kings didn't sleep. രാവിലെ നോക്കിയപ്പോൾ The next morning when they ദാരിവേശ് വിളിച്ചു, അത്യുന്നതനായ ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ, the king Darius called, "Oh God of man, ദൈവം നിന്നെ രക്ഷിച്ചോ? God has saved you. നീ രാജാവേ ദീർഘായുസ്സോടിരിക്കട്ടെ. Oh king, you will be long live." എന്തിനാ? Why? ഇതുപോലെ വല്ലപ്പോഴും ഒരു ചാൻസ് തരണം. We have to give this kind of chance. കസേരയിൽ ഇരുത്തി ഉദ്യോഗം തരിക മാത്രമല്ല, It's not only giving the throne and give the work. വിശ്വാസികളായ ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ചാൻസ് രാജാവ് ഒപ്പിച്ചു തരാൻ ദീർഘായുസ്സോടിരിക്കട്ടെ. We have to give this kind of chances. പെട്ടെന്ന് ഓർഡർ വന്നു. Suddenly there ഈ is judgment. കാര്യത്തിൽ ദാനിയേലിനെ, In this matter, ഈ കാര്യത്തിനെതിരായി പ്രവർത്തിച്ച whoever works against this സകല matter, പ്രഭുക്കന്മാരെയും all the people, അവന്റെ ഭാര്യമാരെയും their wives കുഞ്ഞുങ്ങളെയും and their children, എല്ലാം പിടിച്ച് സിംഹക്കുഴിയിടാൻ പറഞ്ഞു. put them into the den of the എങ്ങനെ വാക്യം lion. വായിക്കുന്നത്? There സിംഹം വിട്ട ഉടനെ അല്ലെ? ആ വാക്യം ഉണ്ടോ? വായിച്ചേ. 24. പിന്നെ രാജാവിന്റെ 6:24 അല്ലയോ? വായിക്കാം. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു, അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളൊക്കെ തകർത്ത് കളഞ്ഞു. എത്തുന്നതിന് മുമ്പേ അന്തരീക്ഷത്തിൽ വെച്ച ചാടി പിടിച്ചു. Suddenly they catched. സിംഹം പട്ടിണി കിടക്കുകയല്ലേ? The lion is in the hungry. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കുക. The whole day is hungry. ഇവര് വന്നപ്പോഴേ സിംഹമല്ല, ചാടി എയറിലെ പിടിച്ച് പരിപാടി കഴിച്ചു. The lion has break all their bones. അപ്പോ പരീക്ഷയ്ക്ക് നമ്മൾ ഒരുങ്ങിയാൽ So we have to get ready for the അവിടെയാണ് trial. കണ്ണു തുറക്കുന്നത്. Then their eyes will എന്താ open. പുതിയ ആത്മാക്കൾ വരാത്തെ? Why the new souls are not coming? കഷ്ടപ്പെടാനും വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ ആളില്ല. When the people are not staying for the faith. പണ്ട് രോഗശാന്തിക്ക് വേണ്ടി നടന്ന ആ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് രക്ഷപ്പെട്ടവരുണ്ട്. Olden days the people were staying for the divine healing. അവർ വിശ്വാസത്തെ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് കണ്ട് സാക്ഷ്യം പറഞ്ഞു വന്നവരുണ്ട്. They given testimony because of the faith, the divine healing. അതിനാൾ വേണം. We need that kind of വിശ്വാസത്തിന് people. വേണ്ടി തീക്ഷ്ണതയോടെ നിൽക്കുമ്പോൾ When we stand for the faith, അനേകരുടെ കണ്ണ് തുറക്കും. many people's eyes will open. ഇപ്പൊ രാജാവും കൽപ്പിച്ചു, Here the king also commanded, ആരെങ്കിലും ഈ ദാനിയേലിന്റെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ if any person not worship the God of അവനെ Daniel, അവന്റെ വീട്ടിലെ ഉത്തരം തന്നെ വലിച്ചൂരിയിട്ട് അത് തൂക്കിക്കോണം. he had to hang him in his door. ഇതാണ് നടക്കാൻ പോകുന്നത്. This is what going to happen. അതുകൊണ്ട് ഇന്ത്യയിൽ ഏത് ഭരണവും വരട്ടെ, Whatever the politics come to ഭരണം the വന്നാൽ India, മാത്രം പോരാ, not only the ഈ reign, ക്രിസ്ത്യാനികളൊന്ന് ചൂടാക്കുന്ന ഭരണം വരണമെന്ന് ഞാൻ പറയുന്നത്. they should make the heat the ഞാൻ Christians. നമ്മുടെ സീനിയർ പാസ്റ്റർമാരോട് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കരുത്. Why you are preaching like this?
നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം ചെയ്താൽ മതി. You just speak the ഇന്ന words of ഗവൺമെന്റ് faith. വരരുത്, അന്ന ഗവൺമെന്റ്, ഇതൊക്കെ നിങ്ങളുടെ വേലയാണെന്ന് ഞാൻ ചോദിച്ചത്. Why you are speaking like അങ്ങനെ this? പ്രസംഗിക്കുന്നവരെ ശാസിച്ച് അമർത്താൻ പറഞ്ഞു. I said like this. നിങ്ങളുടെ അനുയായികളെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാക്ക്. So make them good in faith. ശദ്രക്ക് അബേദ്നെഗോയെ പോലെ തീയിലെറിഞ്ഞാലും Like Shadrach, Meshach, Abednego in the ഞങ്ങളെ fire. പിടിവിച്ചാലും ഇല്ലെങ്കിലും പറയുന്ന ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. Even the അല്ല, deliverer, നിങ്ങൾക്ക് അനുകൂലമായിട്ട് if you are ഒരു ഗവൺമെന്റ് വന്നാൽ നിങ്ങളെല്ലാം നരകത്തിലേ പോകത്തുള്ളൂ. will go to the heaven. നിങ്ങൾക്കെതിരായ ഗവൺമെന്റ് വരണം. The people should come against you. യോസേഫിനെ അറിയാത്ത ഫറവോൻ വന്നപ്പോഴാണ് The Pharaoh who don't know Joseph, അവർക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം. then they went to the heaven. പെന്തിക്കോസ് ലോകം നോക്കി എന്തോ ഒരു കറപ്ഷൻസ്, കള്ളത്തരവും വഞ്ചനയും ചതിവും പണവും രാഷ്ട്രീയവും നേതൃത്വവും കാണിക്കുന്ന വൃത്തികേടുകൾ എല്ലാ പെന്തിക്കോസിലും. All the bad things are happening in the Pentecostal peoples. ഇതെല്ലാം മാറണമെങ്കിൽ When the ദൈവം തന്നെ എഴുന്നേൽപ്പിക്കും. God will raise some നിങ്ങൾ people. വിചാരിക്കുന്ന രാഹുൽ ഗാന്ധി വന്നാൽ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. It's not about the Rahul Gandhi. എന്റെ വിശ്വാസം, എന്റെ അറിവുകൾ, My knowledge, പണ്ട് ശലോമോൻ മാറി Solomon went out. രഹബിയാം വന്ന പോലെ ഇരിക്കും. When the king Rehoboam came, ചെറുപ്പക്കാരനാ, he is a young person. അതെന്തുവാണെന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കി. ഇപ്പൊ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. I don't know to preach about that. അടുത്ത ഗവൺമെന്റ് ആര് തന്നെയായിരുന്നാലും ശരി, The next government, whoever it is, ശലോമോന്റെ ഭരണമാണ് ഇപ്പം. now the Solomon's ഇനി reign. അടുത്ത വരുന്ന രഹോബിയാമിന്റെ ഭരണമായിരിക്കും. Now the reign of the അത് Rehoboam is ഏത് going to ഗവൺമെന്റ് come. വന്നാലും അങ്ങനെയായിരിക്കും. Whichever government comes, it's going to be like this. അത് എന്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ We understand this. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ മതി. First Kings you have to read. ഇത് കേൾക്കുന്ന വിശ്വാസിയോ അവിശ്വാസിയൊക്കെ വല്ലപ്പോഴും ഒരു പുസ്തകം എടുത്ത് വായില്ലേ. Are the believers, you should read the അടുത്ത Bible. ഗവൺമെന്റ് യെരോബിയാമിന്റെ ഗവൺമെന്റ് ആയിരിക്കും. The next government is going to be a government of Rehoboam. അത് അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താ കാരണം? There is a reason for that. ചെറുപ്പക്കാരാ, He's a young person. മുതിർന്നവരെക്കാൾ ചെറുപ്പക്കാരുടെ ആലോചനയ്ക്ക് പ്രാധാന്യം വന്നു. He given importance to the counsel of the young peoples. അതിന്റെ അർത്ഥം The meaning of that, ആലോചനകളിലാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. this is important is the counsel. അതായത് സ്വയം നടത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ് അല്ല വരാൻ പോകുന്നത്. The government is not going to be led by their own counsel. പലരുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ചില അഭിപ്രായങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരു ഗവൺമെന്റ് They ആയിരിക്കും. will obey the opinions of others. അതിവിടെ മാത്രമല്ല, ലോകം മുഴുവൻ വരാൻ Not പോകും. only here, all the world it's going to അതിന് come. എന്ത് ചെയ്യണം? What we have to നാം do is, വിശ്വാസത്തിൽ തികവ് പ്രാപിച്ചു പോകണം. we have to complete our faith. ഇവിടെ എന്താ നടന്നത്? What happened here? ഈ പുരോഹിതന്മാർക്കോ This priest, അല്ലെങ്കിൽ ലേവിയർക്കോ രക്ഷിക്കാൻ കഴിയുന്നില്ല. the Levites couldn't save him. അപ്പോഴാണ് ശമര്യൻ അവിടെ വന്നത്. The Samarite came. ആരാണ് ഈ ശമര്യൻ? Who is a Samarite? യഹൂദന്മാർ തന്നെ യേശുവിനെ ശമര്യൻ എന്നാണ് വിളിച്ചത്. And Jews called Jesus a Samarite. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48-ാം വാക്യം തോന്നുന്നു. John 8:48. അവിടെ യേശുവിനെ നോക്കണം. Jesus, യഹൂദാ ഗോത്രത്തിൽ ജനിച്ച് he came the Judah. ലേവിയ പാരമ്പര്യമുള്ള, He has the Levite. അവന്റെ അമ്മ ലേവിയ ഗോത്രമാണെന്ന് തോന്നുന്നു. അതെ, ആ പാരമ്പര്യത്തിലാന്ന് തോന്നുന്നു. എനിവേ, ആ യേശുവിനെ യഹൂദന്മാർ വിളിക്കും ഇവനൊരു ശമര്യൻ. He is a Samarite. Jews call them. യഹൂദന്മാർ അവനോട് നീ ഒരു ശമര്യൻ, നീ ഒരു ശമര്യൻ. Jews told you are a Samarite. പക്ഷെ 4-ാം അധ്യായത്തില്, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴേ John 4th chapter we read, അവിടെ ശമര്യാസ്ത്രീ പറയും നീ ഒരു യഹൂദൻ. the Samarite lady says you are a Jew. ഇതെന്താ ഇതിന്റെ വ്യത്യാസം? What is the difference? ശമര്യാസ്ത്രീ പറയുന്നു നീ ഒരു യഹൂദൻ. The Samaria women say that you are a Jew. വായിച്ചേ 4:19. നീ ഒരു നീ അവനോട് യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. 4 താഴെ നീ യഹൂദനായിരിക്കും ആദ്യം. നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എത്ര എങ്ങനെ? വാക്യം? 9. അപ്പൊ ഈ ശമര്യക്കാര് നോക്കിയപ്പോൾ യേശുവിനെ യഹൂദനായി കണ്ടു. The woman of Samaria sees him as a Jew. എന്താ അതിന്റെ അർത്ഥം? What is the meaning of that? യേശു ധരിച്ച വസ്ത്രവും ഷേപ്പും കണ്ടപ്പോൾ അവൻ യഹൂദനായി. Because of the dress of the Jesus, she understood. പക്ഷെ യഹൂദന്മാർ നോക്കിയപ്പോൾ When the Jews, വസ്ത്രമൊക്കെ യഹൂദനാണേലും even though he wear like അവന്റെ the Jew, പ്രവൃത്തി ശമര്യന്റെ പ്രവൃത്തി. his work is like a കാരണം Samaritan. ഇതുപോലെ ജാതികളിലേക്ക് ഇറങ്ങിച്ചെല്ലും, He went into the heathen പാപികളെ നേടും, രക്ഷിക്കും, and he saved the sinners, അവരുടെ വീട്ടിൽ പോയി താമസിക്കും. and they stay with them. ഈ പാരമ്പര്യം പഴക്കമൊന്നുമില്ല. They don't have the traditional culture. ട്രഡീഷണൽ കൾച്ചറിലേക്കല്ല, Not about the traditional ആത്മീയ culture. അനുഭവത്തിലേക്ക് പോകും. അതുകൊണ്ട് അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, ശമര്യനാണ്. He is a Samaritan. He is not belongs to us. അങ്ങനല്ലേ? Likewise, ഇന്നും പെന്തിക്കോസുകാർ ചില പാരമ്പര്യങ്ങൾ കൂടെ പോയില്ലെങ്കിൽ അവർ പറയും ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഇവൻ പ്രത്യേക ആത്മാവുള്ളവനാന്ന് the പറയും. Pentecostal people also used to say that you are not following the tradition. You are not from our group. തിരുവല്ല വെച്ചൊക്കെ എന്നെ കുറിച്ച് പറയുമായിരുന്നു. In Tiruvalla, this people ചെറിയ used കുഞ്ഞ് to say, വേറൊരു ആത്മാവാന്ന് പറയും. he has another spirit. അതാ വേണ്ടത്. That's what we need. യോശുവായും കാലേബിനെ കുറിച്ച് വായിക്കുമ്പോൾ When we look at Joshua അവർ and Caleb, വേറൊരു ആത്മാവ്. they have the different നിങ്ങൾ ഈ spirit. പാരമ്പര്യം പറഞ്ഞ് തമ്മിൽ പുകഴ്ത്തിയും പിന്നെ തങ്ങളുടെ കൂടെയുള്ളവരുടെ ന്യായവും പറഞ്ഞ് അവരെ സംരക്ഷിച്ചും പോകുന്ന ഈ പെന്തിക്കോസുകാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കും അയ്യോ കഷ്ടം. For the Pentecostal people, you follow the tradition, you have the problem. ാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കുറെ കണ്ടുകൊണ്ടായി പറയുന്നത്. I have seen നിങ്ങൾക്ക് many പാരമ്പര്യമുണ്ട്, You have the നിങ്ങൾക്ക് tradition. ചില സംഘടനയുണ്ട്, You have a, നിങ്ങൾക്ക് ചില ഗ്രൂപ്പ് ഉണ്ട്, you have a group. നിങ്ങൾക്ക് ചില വേറെ ഞാൻ പറയുന്നില്ല, സമുദായ സംഘടനയൊക്കെ ഉണ്ട്. You have some association. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ എത്ര മിടുക്കരാണ്. And you will save them. അല്ലാതെ സത്യം പറയുന്നവരും Other people should say the truth. ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് ശമര്യൻ.
Even though you do the good things, you are a Samarite. അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവല്ല. You don't belong to our group. ഇത് ഈ TPM-ൽ പോലും ഉണ്ടെന്നേ. It has in the TPM also. പ്രത്യേകിച്ച് തിരുവല്ലയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാണ്. Tiruvalla I have seen many times. കൊട്ടാരക്കര പിന്നെ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഇനി അത്രയും പറയുന്നില്ല. I don't know about Kottarakara. ഈ സമുദായങ്ങളുള്ളതെല്ലാം ഉണ്ട്. Wherever these people are, പൗലോസിനെ എടുത്ത് കഷായിച്ചില്ല ഇവന്മാര്. like Paul, യഹൂദന്മാര് യഹൂദനായ പൗലോസിനെ ഇട്ട് കഷായിച്ചില്ലേ? the Jews corrected Paul himself. പൗലോസ് വിട്ടില്ല. Paul didn't leave them. പത്രോസ് പറഞ്ഞു നീ കാണിക്കുന്നത് അനാവശ്യമായി കാണിക്കുന്നു. പത്രോസിനോട് പോലും പറഞ്ഞു. And even the Peter, he says, you are not എടാ showing നീ correct. ഒരു യഹൂദനായിരിക്കെ You are a Jew. ഈ കൃപയുടെ സുവിശേഷത്തിൽ വന്നിട്ട് After you come to the grace, യഹൂദനെ പോലും കൃപയുടെ സുവിശേഷത്തിൽ കൊണ്ടുവരുമ്പോൾ when you bring the Jew to ഈ the grace, ജാതികളായ മനുഷ്യർ വീണ്ടും യഹൂദന്മാരാക്കാൻ നീ ശ്രമിക്കുന്നത് കൊണ്ട് നിനക്ക് അയ്യോ കഷ്ടം. how you are making this Gentiles as a Jew. ജാതികളാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. Gentiles should be justified by faith, അക്ഷരത്തിന്റെ പഴക്കമല്ല ആത്മാവിന്റെ പുതുക്കമാണ്. not about the word. It's with the അതുകൊണ്ട് spirit. സമുദായം പെന്തിക്കോസ് കേട്ടരുത്, They should not come to the Pentecost. ജാതികളുടെ പഴക്കവും കേട്ടരുത്. They should not go to the ഇത് tradition of the word. ദൈവരാജ്യമാണ്. It is the ഈ kingdom of God. രാജ്യത്തിന്റെ മെതേഡ് എന്താ? What is the method of this ഇവിടെ kingdom? വിശ്വാസമുള്ളവന് സ്ഥിരവാസമുണ്ട്. The faith will stay here. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, The people who believe ദൈവിക God, പരിജ്ഞാനമുള്ളവൻ, they have the knowledge of the അതാണ് God. വിശ്വാസവും അറിവും. They have the knowledge അതാണ് of the ഇവിടുത്തെ God. ബേസ്. That is the base of this. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ Ephesians 4. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലും വായിക്കാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഇതാണ് നമുക്ക് ആവശ്യം. This is what we ചുമ്മാ need, അവരെ പാരമ്പര്യമല്ല. not our tradition. ചിലതിനെ കുറിച്ച് പറയും ഇങ്ങനെ മീറ്റിംഗ് നടത്താൻ സ്ഥിരതയില്ലെന്ന് പറയും. You don't have the stability to conduct the meeting. ചിലപ്പോൾ 11 മണിക്ക് നിർത്തും, One day you finish by 11 o'clock. ചിലപ്പോൾ 11:30 നിർത്തും, Another day he will finish by 11:30. ചിലപ്പോൾ 2 മണിക്ക് നിർത്തും. Other time he will finish പണ്ട് by 2 യേശു o'clock. സമാചാരകാലം അല്ലെങ്കിൽ ആത്മാവിന്റെ പീരീഡിലൊക്കെ അങ്ങനെ ആയിരുന്നു. It is like this in the leading of the spirit. ഇപ്പൊ ചില പുള്ളികളുണ്ട് Now some people are there. കൃത്യം വാച്ച് നോക്കിയാണ് Exactly by watch timing. 9 മുതൽ 10 വരെ പാട്ടും ഇതൊക്കെ. 9:30 to 10 worship time. പിന്നെ ക്ലോക്ക് നോക്കും. After that they look at the 10 clock. മുതൽ 11 വരെ സാക്ഷി. 11 to 12 testimony. ഇപ്പൊ ആരാ സാക്ഷി പറയുന്നത്? Who is giving പിന്നെ testimony? പറയാത്തവനെ ചീത്ത വിളിക്കും. Some നിങ്ങൾക്ക് people, ഗുണമല്ല, സാക്ഷിയില്ല പറഞ്ഞ് തല്ലി പഴിപ്പിച്ച് സാക്ഷി പറയും. they are making them to say അപ്പോഴും അരമണിക്കൂറേ ആയുള്ളൂ. at only half an hour. പിന്നെ ക്ലോക്കെ നോക്കും. 11:30 ആയില്ല. Now it's not at 11:30. പിന്നെ കുറെ ചീത്ത വിളിക്കും. After that he will speak അപ്പം something. പേടിച്ചിട്ട് അല്ലെങ്കിൽ പോട്ടെ ഈ മനുഷ്യനെ മെനക്കെടുത്തുണ്ടല്ലോ വിചാരിച്ചിട്ട് 2 പേരോട് സാക്ഷി പറയും. And 2 or 3 people will rise for testimony. അപ്പൊ ഒരു പാട്ട് പാട്. And then അങ്ങനെ 11:30 ആയി. 11:30 now. മെസ്സേജിന് എഴുന്നേക്കും. 11:30 they will start for the എല്ലാവരും message. കുറെ പുള്ളികളെ കാണിക്കുന്ന Few people like this. 15 മിനിറ്റ് കൊണ്ട് ഒരു മെസ്സേജ് പോയി. 15 minutes they will complete the message. പിന്നെ ഇങ്ങനെ വലിച്ചു പോകും. Then they will drag the message. കാരണം 12:30 ആകണ്ടേ? And 12:30 you have to finish. കാരണം 12:30 വേണം സഭായം തീരാൻ. 12:30 you have to finish. അതൊക്കെ വേണം. We need പക്ഷെ that. ആത്മാവ് പോകുമ്പോൾ But when the spirit comes, അവിടെ സമയമൊന്നുമില്ല. there is no time. ആത്മാവിന് ഏത് സമയമാണ്? There is no time for spirit. ചില സമയത്തിൽ ആത്മാവിന് സമയമില്ല. There is no time for the spirit of God. പ്ലെയിൻ മേളിൽ കൂടെ പറക്കുമ്പോഴേ When the plane goes upwards, ചക്രം ചുമ്മാ ഇരുന്നോളും. the wheels don't have any role. ഞങ്ങൾ ഉരുളാനുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുളുവോ ചക്രം മേളിൽ കിടന്ന്? The wheels will not roll in the അത് heaven. താഴെ ഇറങ്ങുമ്പോഴാണ്. When we go down, അപ്പോൾ ഇതിനൊക്കെ ഡിസിപ്ലിൻ ആവശ്യമാണ്. we need a discipline for this. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ When the spirit of നിന്റെ ഡിസിപ്ലിൻ കൊണ്ടൊന്നും പരിശുദ്ധാത്മാവിന്റെ അടുത്ത് പോകരുത്. there is no discipline for the spirit പണ്ടെടുത്ത് of പറഞ്ഞ God. പോലെ പോപ്പിനെ കുർബാന പഠിപ്പിക്കാൻ പോകരുത് കേട്ടോ. You should not teach mass to the പോപ്പിനെ Pope. കുർബാന പഠിപ്പിക്കാൻ പോകരുത്. You should not teach. ഒരുപാട് കുർബാന കണ്ടതാന്ന് പറയും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചില പാരമ്പര്യ പഴക്കങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് Like your- ദൈവത്തെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കണം. You have to worship the God in spirit and truth. ഇവിടെ എന്ത് ചെയ്തു? What he has done? ഈ ശമരിയക്കാരൻ അവനെ എന്ത് ചെയ്തു? The Samaritan man, കാരണം അവന് പ്രമാണമില്ലല്ലോ. he don't have the doctrine law. അവൻ ഈ മോശയുടെ പ്രമാണം സ്ഥാപിക്കാൻ വന്നതല്ലോ. He didn't come to confirm the law of ദൈവരാജ്യം Moses. ദൈവപ്രമാണം സ്ഥാപിക്കാൻ വന്നുകൊണ്ട് He came for the kingdom of the God. അവൻ സ്വന്തം വാഹനത്തിൽ കയറ്റി. He went to the own vehicle. ഇതേ കാണിക്കുന്നു. What it shows? യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ Jesus കീറിക്കൊണ്ട് through his body as a veil. മനുഷ്യവർഗത്തെ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. He brought the man into the അതാണ് സ്വയം വാഹനത്തിൽ കയറ്റി. that is the own വായിച്ചേ. vehicle. ആ. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് അവിടെ എണ്ണയും മനസ്സലിവാണ്, പ്രമാണമല്ല മനസ്സലിവാണ്. There is a mercy. അവിടെ പ്രോട്ടോകോൾ അല്ല, There is no protocol there. അവിടെ പൊസിഷൻ അല്ല. There is no position ഇത് there. ചില സമയത്ത് വേണം. Some people need this. പക്ഷെ Sometimes ഇങ്ങനെയുള്ള you need സമയത്തിൽ this. In this kind of നിന്റെ time, പ്രോട്ടോകോളും പൊസിഷനും എടുത്തുകൊണ്ട് വന്നാൽ if you show your protocol and position, അത് നിനക്ക് അതപ്പതനമാണ്. then you will get ദൈവം അത് destruction. അംഗീകരിക്കത്തില്ല. God will not നീ admit എത്ര this. വലിയ പോസ്റ്റ് ഇരിക്കുന്നാലും Whatever the post you are in, ദൈവത്തിന്റെ മനസ്സറിയണം. you need to know the mind of the God. മനസ്സലിവ്, You need the mercy. മനസ്സലിവ്, അതാണ് ദൈവത്തിന്റെ മെയിൻ വിഷയം. You need the kindness. That's what കൊലോസ്യർ important to God. 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ Colossians 3:12 we read. അവിടെ ആദ്യം പറയുന്നത് എങ്ങനെയാണ്? മനസ്സലിവ്. വായിച്ചേ കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി 3 കൂട്ടർക്ക് കേട്ടോ. There are three peoples. പെന്തിക്കോസ്ത് മിഷനിൽ 3 കൂട്ടരുണ്ട്. There are three groups in ഒന്ന് Pentecost peoples. പ്രതീക്ഷിക്കപ്പെട്ട വേലക്കാർ, The one is a consecrated അതാണ് peoples. വൃതസ്ഥര്. The consecrated peoples. വൃതസ്ഥര്.
രണ്ട് Second one, വിശുദ്ധന്മാർ. the holy people. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോഴും സഭയെ വിശുദ്ധന്മാരെന്നാ പറയുന്നത്. The Paul used to call the churches holy കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെല്ലാം വിശുദ്ധന്മാരാണ്. because we are all holy when we receive the Spirit മൂന്നാമതൊരു of God. കൂട്ടരുണ്ട്, അതാ രസം. There is another group. വായിച്ചേ, പ്രിയരുമായി പ്രിയർ, അതാരാ? Who are the one? ചെറിയ കുഞ്ഞിനെ പോലുള്ളവർ. Like we are the one. ഇപ്പം പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധന്മാരുണ്ട്, There are consecrated വിശുദ്ധ servants. മതികളുണ്ട്, There are holy peoples. പിന്നെ There's another one. വിശ്വാസികൾ വിശുദ്ധന്മാരുണ്ട്, And there are holy believers. ഞങ്ങളെ പോലെ കുറെ പാവപ്പെട്ടവരുണ്ട്. Some of the poor peoples like പ്രിയര്. us. ഇവിടെ Beloved. പ്രിയരെല്ലാം കൂടെ കൈ ഉയർത്താൻ പറഞ്ഞ എത്ര പേര് ഉയർത്തും? How many beloveds are here? അപ്പൊ പ്രിയരായിക്കോണം. We should become as a beloved. പ്രിയരാകുന്നേ How we can become beloved? എപ്പോഴാ? നിങ്ങൾ തിരിഞ്ഞ് When you go repent, ശിശുക്കളെ പോലെ ആകണം. like the children you have to be. ശിശുക്കളുടെ മനസ്സിൽ ജാതിയില്ല, There is no caste in the mind of the ശിശുക്കളുടെ spirit. മനസ്സിൽ സമുദായമില്ല, In the mind of the children there is no ഭാഷയില്ല. society, there is no religion. അവിടെ ഏത് മനുഷ്യരെ കണ്ടാലും നമുക്ക് ട്രെയിനിലൊക്കെ കൊച്ചു പിള്ളേരെ കണ്ടില്ലേ? We can see the small children in the train. മുസ്ലിങ്ങളെ കണ്ട് അല്ല, മുസ്ലിങ്ങളെ പിള്ളേർ കൂടി എൻ്റെ അടുത്ത് മടി കയറിയിരുന്നു. The Muslim children used to come മുസ്ലിയാരാന്ന് with പറഞ്ഞ് me. അവർ നോക്കുമ്പോൾ രണ്ടും വെള്ള. മുസ്ലിയാരാന്ന് പറഞ്ഞ് എൻ്റെ മടി കയറി. Myself also, they think this is a Muslim and come ഞാൻ to me. കൂട്ടായ കൊടുത്തു, Then I'll give to the പിന്നെ അവർ sweets. തള്ള വന്ന് പിടിച്ചോണ്ട് പോയി. And their mother has taken him. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സതാണ്. This is the mind of the children. പെന്തിക്കോസ്തിന്റെ മൂന്നാം ഘട്ടം വരുമ്പോൾ The third stage of the Pentecost, ഒരു ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല, മനുഷ്യനും ദൈവവും. there is no caste and language. അവിടെയാണ് വരേണ്ടത്. There we അപ്പോൾ come. നിങ്ങൾ ഈ ലെൻസും കൊണ്ട് നടക്കും. Then we have to, IPC ആണോ ചച്ചോക്കോടാണോ ലെൻസ്, ഓരോരുത്തരും ഓരോ ലെൻസാ, we have some lens to see who അത് he വെച്ചോണ്ട് is. നോക്കുന്നത്. Then we'll look through this നിങ്ങൾ ഏത് lens. പെന്തിക്കോസാ? Which Pentecost you are? TPM ആണ്. Are you TPM? ഏത് സമുദായത്തിൽ നിന്ന് വന്നാ? Which society you come from? ഇതെല്ലാം അറിയണം. എങ്ങോട്ട് വേണം We need to- ചർച്ച ആരംഭിക്കാൻ? After that only they will start the പിള്ളേർക്ക് ഇതെല്ലാം discussion. ഉണ്ട്. Some children is not don't have this. പ്രിയരെന്ന് പറയുന്നത്. ഇപ്പൊ മൂന്നാം ഘട്ടത്തിൽ വരുന്നവരാണ് ആര്? ഇപ്പൊ വേലക്കാരെ, വിശ്വാസികളെ, പ്രിയരെ. The workers, believers and beloved. അതൊന്നും വരത്തില്ല. അത് പരീക്ഷയിൽ കൂടെ പോയി സകലതും മുടച്ച് റെഡിയാക്കി ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. Through the trials only we can become the beloved. അപ്പൊ ആ മൂന്ന് കൂട്ടരോട് പറയുന്നത് എന്താ? But three groups, what they say? നിങ്ങൾക്കുണ്ടാകേണ്ടത് മനസ്സിലുമാണ്. വായിച്ചേ. What you need to have the മനസ്സലിവ്, ദയ, മനസ്സിൽ ആരോടാ? to whom? ഞങ്ങളെ സ്നേഹിക്കുന്നവര്, To love you. എന്റെ പക്ഷം നിൽക്കുന്നവർക്ക്, The people who be with us. എന്റെ കൂടെ നിൽക്കുന്നവർക്ക്, The people who be with us, with അല്ല me. എന്റെ കൂട്ടർക്ക്. The people who feel. അങ്ങനെയല്ല. ഇതാ യാതൊരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യനോട് മനസ്സിലിവ് കാണിക്കുകയാണ്. We should own the mercy to. അവൻ മനസ്സിലിഞ്ഞ് വായിക്കാം, തന്റെ സ്വയവാഹനത്തിന്മേൽ കയറ്റി അവൻ മനസ്സിലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് പകർന്നു. പുരോഹിതന് പറ്റത്തില്ല, കാരണം പ്രമാണം പറയുന്നില്ല. The priest cannot do this. ലേവ്യനും പറ്റത്തില്ല. And Levite also cannot do this. പക്ഷെ ഇവൻ ചെന്നു. And he ഇതാണ് went. ക്രിസ്തുവിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്. This is the ministry of Christ. അവൻ ചെന്നു പാപികളായ മനുഷ്യരെ തൻ്റെ ശരീരമെന്ന ദേഹമെന്ന ശരീരം കീറി അതുമൂലം അവരെ നിത്യരക്ഷയുടെ കാരണഭൂതക്കളാക്കി തീർത്തു. വായിക്കാം, എന്തോട്ട് വായിക്കാം. അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി തന്റെ വാഹനം എന്ന് പറഞ്ഞാൽ യേശുവിന് എന്താ വാഹനം What ഉള്ളത്? is his vehicle? തന്റെ ശരീരം, His body. തന്റെ ജഡത്തിൽ അവരെ വഹിച്ചു, His flesh has taken them. ശരീരത്തിൽ വഹിച്ചു. In the body has തന്റെ taken രക്തം, them. His blood, തന്റെ ജീവൻ, his life, തന്റെ മരണം, his death. ഇതായിരുന്നു തന്റെ വാഹനം. This is his vehicle. വായിക്കാം. വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ വഴിയമ്പലം, ചെയ്തു. അതേതാ വഴിയമ്പലം? What is this, the inn? രക്ഷിക്കപ്പെട്ട ജനങ്ങളെ ദിനംപ്രതി സഭയോട് ചേർത്ത് വന്നു. The saved peoples joined the church. വഴിയമ്പല സത്രം Inn, ആർക്കോട് വരാം? it shows a church. സകല ജാതികളുമായുള്ളവരെ All the peoples എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവേൻ. come unto me and get saved. എന്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം. My church is the prayer place for വഴിയമ്പലം everyone. ദൈവത്തിന്റെ സഭാ കൂട്ടായ്മ. Inn shows the fellowship. അവിടെ കൊണ്ടുവന്നാക്കി. And he bent them to prayer. അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ Apostles 2, രക്ഷിക്കപ്പെട്ടവരെ, all the people saved. അതായത് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മുറിവിൽ നിന്നെല്ലാം വീണ്ടെടുത്തവരെ The people who saved by their കർത്താവ് sins, സഭയോട് ചേർത്തു. they joined them with the ഈ church. ദൈവസഭയാണ് ഈ വഴിയമ്പലം എന്ന് പറയുന്നത്. This church of God is the inn. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 40 വായിച്ചേ. 41 കർത്താവ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ദിനംപ്രതി സഭ. ഈ സഭയാണ് ഏത് സഭ? TPM എന്നുള്ളതല്ല വിഷയം. This is not about the TPM. അത് പിന്നീട് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാകും. അവരുടെ Many groups ക്വാളിറ്റി will come. അനുസരിച്ച്. ഇപ്പം CBSE സിലബസിന്റെ സ്കൂൾ ഇവിടെ ഉണ്ട്, അമരാവതി ഇല്ലയോ? There is CBSE school, പിന്നെ കേരള സിലബസ് ഉണ്ട്, Kerala State Board, പിന്നെ ICSE ഉണ്ട്, ICSE syllabus, പിന്നെ IS ഉണ്ട്. ICSE as well. ICS അല്ല, IS IS. ഈ അടുത്ത കാലത്ത് ഉണ്ടായതാ.
Yes. തീവ്രവാദികളുടെ, അങ്ങനെ പലതുണ്ട്. There are terrorists. അപ്പൊ പല സിലബസ് ഉണ്ട്, There are many syllabus, പല യൂണിവേഴ്സിറ്റി ഉണ്ട്. many universities. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കിട്ടിയ വെളിപ്പാടിൽ Like in the Revelation, യേശുക്രിസ്തു ദൈവമാണെന്ന് കിട്ടിയവരുണ്ട്. some people say God is the God. Jesus is the God. യേശുക്രിസ്തു ശനിയാഴ്ച പോയി സ്നാനപ്പെടുന്നുള്ളവരുണ്ട്. Jesus went to Saturday for the baptism. Some people say. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പ് അവരവർ കിട്ടിയ വെളിപ്പാടിൽ ഓരോന്നുണ്ടാക്കിയിരിക്കുകയാണ്. There are many groups believing in many ഇതൊന്നും things. ദൈവത്തിന് വിഷയമല്ല. God didn't matter about this. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് There is a church of God. ബോർഡിലെ ചർച്ച് ഓഫ് ഗോഡ് അല്ല. It is not the board. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം ചർച്ച് ഓഫ് ഗോഡാണ്. All the people who received the anointing, the church of അവരെ God. വഴിയമ്പലത്തിലാക്കി എന്ന് പറയുന്നത് To put them in the inn means, ഒരു സത്രം, അതാണ് സഭ. inn shows the church of ഈ God. വഴിയമ്പലത്തിൽ ഒരു വാച്ച്മാൻ ഉണ്ട്, There is a watchman in the inn. അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംരക്ഷകനുണ്ട്. There is a caretaker in the inn. അവന്റെ ക്വാളിറ്റി തന്നെ, Who is this quality? അവന്റെ ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി സമർപ്പിച്ചവരാണ്. He is dedicated for his അതാണ് life. പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലിക കൂട്ടായ്മ. It shows the consecrated അപ്പൊ apostles. ശരിയായ വഴിയമ്പലത്തിൽ കൊണ്ടുവരണം. കർത്താവ് കൊണ്ട് നാക്കുന്നത് Jesus has put him അവരെ അവസാനം ശരിയായ കൂട്ടായ്മ കൊണ്ടുവരും. in the right fellowship. God will bring അത് them. വഴിയമ്പലത്തിൽ സത്രക്കാരനുള്ളിടത്ത് വേണം. In the inn they have to bring. ആ സത്രക്കാരൻ രാവിലെയും വൈകിട്ടോടെ ഡ്യൂട്ടി ഉണ്ട്. The caretaker has a duty. അവൻ അവിടെ തന്നെയാണ് ഡ്യൂട്ടി. He stay there. അതിന്റെ അർത്ഥം What is the meaning? യേശുക്രിസ്തു ജനിച്ച സമയത്തിൽ When Jesus born, രണ്ട് വിധം ഇടയന്മാരുണ്ടായിരുന്നു. there are two kind of shepherds. ഒരു കൂട്ടം ഇടയന്മാര് One shepherds, അവരെന്ത് ചെയ്യും, രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് ആടുകളെ കയറ്റിയിട്ട് അവർ വീട്ടിൽ പോകും. morning after finishing the morning duty they will go to the home. എന്നാൽ മറ്റൊരു കൂട്ടര് Another group of people രാത്രികാലങ്ങളിലും during the night time വയൽവെളിയിൽ in the field ആടുകളോട് കൂടെ കടന്ന with the sheep. ആ ഇടയന്മാർക്കാണ് മെസ്സേജ് കിട്ടിയത്. That kind of sheep got വീട്ടിൽ a പോയവർ message. കിട്ടിയില്ല. Other people didn't get. ആ ഇടയന്മാരോട് ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു, That shepherds, the angels ഇതാ told, ബെത്ലഹേമിൽ രക്ഷകൻ in ജനിച്ചിരിക്കുന്നു. the Bethlehem there a savior is born. അപ്പൊ രണ്ട് വിധത്തിലുള്ള There ഇടയന്മാരുണ്ട്. are two shepherds. ഒന്ന് One shepherd, വീടിനോട് ചേർന്ന് ജീവിക്കുന്നവര്, they stay with the home. അല്ല സോറി, ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവര്, After the duty they will go to the home. അവർക്ക് ഇതൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. They just do the duty. എന്നാൽ മറ്റവര് Another group, ആടുകളോട് കൂടെ വയൽവെളിയിൽ താമസിക്കുന്നവരാണ്. with the sheep they അത് stay മത്തായി in the field. സുവിശേഷത്തിലുണ്ട്, പിന്നെ വായിച്ചാൽ മതി. In Matthew it is there. അപ്പൊ ഈ സത്രത്തിലുള്ള സത്രക്കാരൻ The people's തന്റെ ജീവിതം മുഴുവനും ഈ സത്രത്തിൽ ചെലവഴിക്കാൻ കൊടുത്തിരിക്കുകയാണ്. he spent his own life in അതുകൊണ്ടാണ് the ശലോമോന്റെ ആലയത്തില് That's why the temple of the 12 Solomon, കാളകൾ the 12 എപ്പോഴും അത് ചുമക്കുന്നവരായിരിക്കും. 12 calves. അവരാണ് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലിക റാങ്കിലുള്ള ശുശ്രൂഷകർ. They are the ministers of the apostles. അവരെന്ത് ചെയ്യണം? What they have to do? അവരെ ഏൽപ്പിച്ചു. He has entrusted to ദൈവം them. സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. The first one apostles. അവരെന്ത് ചെയ്യണം? What they have to do? അവർ ചില പ്രതിഷ്ഠകൾ അവർക്കുണ്ട്. They need a consecration. ലൂക്കോസ് 14 അധ്യായത്തിൽ വായിക്കുമ്പോൾ In the Luke 14 അവർ we read, തങ്ങൾക്കുള്ളവരെല്ലാം വിട്ടിരിക്കണം. they have to remove all their things. ജഡപ്രകാരം ആരെയും അറിയാൻ They പാടില്ല. should not take any person in the flesh. ഒന്ന്, This is the first one. ജഡപ്രകാരം ഒരാളെയും അറിയാൻ പാടില്ല. They should not know anyone in the ലോകത്തിൽ flesh. അവർക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. They don't have any possession. ഒരു സ്വത്തും സ്വന്തമായിട്ടുണ്ടാകാൻ പാടില്ല. They should not have any assets. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. My just shall live by faith. കാരണം അവന് കിട്ടുന്ന വിശ്വാസത്താലാണ്. Because they get to the faith. അത് പൈസയുടെ കാര്യം It's മാത്രമല്ല. not about the money. അപ്പോൾ ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കണം, They have to be consecrated. വിളിക്കപ്പെട്ടിരിക്കണം, They have to be called. പ്രതിഷ്ഠിക്കപ്പെടണം, They have to be consecrated. വിശ്വാസ ജീവിക്കണം, They have to live by faith. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. There are many things like this. അങ്ങനെയുള്ളവരെയാണ് ആ സത്രത്തിൽ സൂക്ഷിപ്പാനുണ്ട് വെക്കത്തുള്ളൂ. That kind of people should be അവൻ caretakers in തന്റെ the inn. ജീവിതകാലം മുഴുവൻ അവിടെ വേല ചെയ്യുന്നവനാണ്. The whole time they have to live for God. അതുകൊണ്ടാണ് That's why അവർക്ക് പോകാൻ നേരത്ത് during the time when they go, കർത്താവ് 2 വെള്ളിക്കാശ് കൊടുത്ത് God വായിച്ചു. has given 2 silver coins. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. നോക്കട്ടെ, ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം താൻ തന്നെ ചെയ്തു. He given everything for the തന്റെ ministry. എണ്ണയെല്ലാം പുരട്ടി അവരെ സൗഖ്യമാക്കി. He has given the wine and oil. 104 സങ്കീർത്തനം 15 വാക്യത്തിൽ വായിക്കുമ്പോൾ 104 അവരുടെ മുഖത്തെ മിരുക്കുന്ന എണ്ണ, the oil which freshens the face, ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, that strengthens the which bread, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, the wine which makes the joys of the heart. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, The kingdom of the God is not നീതിയും the meat and the സമാധാനവും drink. പരിശുദ്ധാത്മാവിന്റെ The സന്തോഷം. peace, joy and righteousness. ഇതെല്ലാം നൽകിയെങ്കിലും After he given all these അഡീഷണൽ things, ആയിട്ട് 2 വെള്ളിക്കാശ് കൊടുത്തു. additionally he given 2 pence. എന്താണ് വെള്ളിക്കാശ്? What is this 2 വെള്ളി pence? വീണ്ടെടുപ്പിനെ കാണിക്കുക. The silver shows the redemption. നമ്മുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി നാം ഈ ശരീരം വീണ്ടെടുക്കപ്പെടണം. Our body has to be ഇപ്പോൾ ഈ redempted. ശമരിയക്കാരന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, When this soul of the Samaritan is പക്ഷേ saved, ശരീരം വീണ്ടെടുക്കണം. but the body has to be redeemed. ആ ശരീര വീണ്ടെടുപ്പിനായി For the redemption of the ആ body, പുത്രസ്വികാരത്തിൽ കാത്തുകൊണ്ടുള്ളിൽ ഇറങ്ങിയാണ്. we have to mourn ഇത് for. ലിറ്ററലി ഉള്ള മുറിവല്ല ഞാൻ പറയുന്നത്, It is not of the ഇതിന്റെ literal ആത്മീയ വശം കൊണ്ട് wounds. പറയുകയാണ്. It is spiritual side. I'm അപ്പൊ ഈ saying. മനുഷ്യരെ പൂർണ്ണതയിലേക്ക് നടത്താൻ When this people has done 2 their perfection, വെള്ളിക്കാശ് കൂടെ ആവശ്യമാണ്. we need 2 pence. അത് കർത്താവ് അവർക്ക് അപ്പോസ്തലന്മാർ കൊടുത്തിട്ട് The പോയി. God has given this to apostles. അത് സത്രക്കാരനല്ല കൊടുത്തത്, It's not to the caretaker. അവന്റെ ഈ 2 വെള്ളിക്കാശ് It കൊടുത്തു has given these 2 pence വീണ്ടെടുപ്പിന് വേണ്ടി. for the redemption. അതാണ് ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്നത് നിങ്ങളും. The people who got the നിങ്ങളുടെ spirit, വീണ്ടെടുപ്പിന് വേണ്ടി പുത്രസ്വികാരത്തിന് വേണ്ടി ഉള്ളിൽ ഇറങ്ങുന്നു. for your redemption you have to mourn.
born. അപ്പൊ ആ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയ്ക്ക്, For this ministry of ഈ redemption, ശരീരം രൂപാന്തരപ്പെടുത്തുന്ന വേലയ്ക്ക് this body has to be ഈ 2 transformed. വെള്ളിക്കാശ് We ആവശ്യമാണ്. need 2 pence. എന്താണ് ഈ വെള്ളിക്കാശ്? What are these 2 pences? 2 കൊരിന്ത്യർ In 2 Corinthians 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 5:18 onwards, അപ്പോസ്തലന്മാർ കൊടുത്ത 2 വെള്ളിക്കാശ് എന്തായിരുന്നു? what are the 2 pences given to വായിച്ച് apostles? 5:18 മുതൽ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവനെ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. He reconciled us to the Christ by himself. യേശു ക്രിസ്തു തന്റെ സ്വയവാഹനത്തിൽ അല്ലെങ്കിൽ തന്റെ ശരീരം അർപ്പണം ചെയ്തപ്പോൾ, When Jesus given his body, ഇല്ലെങ്കിൽ യേശു ക്രിസ്തു കാൽവരിയിൽ തന്റെ ജീവനെ അർപ്പണം ചെയ്ത് when Jesus given his life in the Calvary, നമ്മളെ വീണ്ടെടുത്ത് he redeemed us തന്റെ കൂട്ടായ്മയിലേക്ക് and കൊണ്ടുവന്നു. he brought us to his fellowship. ആ കൂട്ടായ്മയിൽ നമ്മൾ സ്ഥിരമായി നിൽക്കണം. We have to stay in the ഇടയ്ക്ക് fellowship. പോലെ വീണ്ടും കള്ളന്മാരുടെ കയ്യിലാകപ്പെടാൻ പോകരുത്. We should not go to the thieves. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് We പോകരുത്. should not go to the pleasures of this world. വേർപാടില്ലാത്ത മനുഷ്യരുടെ പോകരുത്. We should not mingle with the people. വേർപാടില്ലാത്ത സഭയിൽ പോകരുത്. We should not go with the church. There is no അങ്ങനെ separation. വേർപെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാണ് കർത്താവ് ഈ സത്രം സ്ഥാപിച്ചിരിക്കുന്നത്. God is going to create a group of people separated. അതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. വഴിയിൽ കിടന്ന് അർദ്ധപ്രാണനായി കിടന്നവനെ വിളിച്ചുകൊണ്ട് നീ സത്രത്തിൽ കൊണ്ടാക്കി. The God has made him in the pun. വെളിച്ചത്തുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. He is the inheritance of the ഈ Father. സത്യ കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. In the fellowship of the 2 ഈ people. അപ്പോസ്തലൻ സത്യത്തെ നമ്മെ കൊണ്ടുവന്നു. He brought us to the ഇനി apostolic എന്ത് ചെയ്യണം? doctrines. What we have to do? ഇനി എന്ത് ചെയ്യണം? What we have to do now? ഇതിൽ സന്തോഷിച്ചു പോകാന്നുള്ളതല്ല, It's not to go ഇതിൽ forward. വളരണം. We have to grow in this. ഏതിൽ വളരണം? വായിക്കാം. Which thing we have to grow? താഴോട്ട് വായിക്കാം. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒന്നാമതായി അപ്പോസ്തലന്മാർ പറയുന്നു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. God has given us the ministry of reconciliation. അതാണ് ഒരു വെള്ളിക്കാശ്. That is 1 pence. മിനിസ്ട്രി ഓഫ് റീകൺസിലേഷൻ. Ministry of reconciliation. ഈ റിക്കൺസിലേഷൻ മിനിസ്ട്രിയിലാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. This is the mystery in the ministry of reconciliation. വ്യത്യസ്തമായ ജാതികൾ, മതം, വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ Many peoples belongs to many religion. ഏക സുവിശേഷ സത്യത്തിൽ അവർ ഒന്നാക്കപ്പെടണം. By the gospel they have to be united. അതുകൊണ്ടാണ് മുഴുവൻ ലോകത്തിലും The whole world. ഒരു ഉപദേശം There is ഉണ്ടായിരിക്കണം. only one doctrine. മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ. Ministry of reconciliation. ശുശ്രൂഷ ഒന്നായിരിക്കണം. There is a ministry should be same. ഓരോരുത്തരും തോന്നുന്ന പോലെ ശുശ്രൂഷ ചെയ്താൽ സഭ We പൂർണ്ണപ്പെടുക. cannot do the ministry as per the own mind. തോന്നുന്നത് പോലെ ഉപദേശിച്ചാൽ സഭ We പൂർണ്ണപ്പെടുക. cannot give the counseling as per our own wish. അപ്പോസ്തലിക സഭ എന്ന് പറയുമ്പോൾ Apostolic church പണ്ട് means സമുദായക്കാരത് പഠിപ്പിക്കുമായിരുന്നു. like the nominal people say, സഭ ഏകവും church is holy. ശ്ലൈകവും And one thing, അപ്പോസ്തോലികവും it's apostolic. വിശുദ്ധവുമായിരിക്കണം. It is holy. അത് സത്യമാണ്. It's true. ആദിമ സഭയിൽ ഇന്ന് സമുദായക്കാരത് പഠിപ്പിക്കുന്നുണ്ട്. The old church is like this. അങ്ങനെ വേർപാടിന്റെ അവസ്ഥകൾ, പക്ഷെ അവരതിൽ നിന്നെല്ലാം വിട്ടുപോയെങ്കിലും Now they left all these things. ഉപദേശം അവരിപ്പോഴും പറയുന്നുണ്ട്. Doctrine they used to say now also. അപ്പോൾ ഈ വേർപാടിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഒന്ന് ഉപദേശം, ഒന്ന് മിനിസ്ട്രി, ഇതാണ് 2 വെള്ളിക്കാശ്. The separation. ഒന്ന് ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. One is this ministry. നിരപ്പിന്റെ ശുശ്രൂഷ. The ministry of നമ്മൾ reconciliation. പറയും ഒപ്രവാക്കതിൽ വിളിയും, ഒപ്രവാക്കുക. Ministry of reconciliation. ജഡികരും പ്രാകൃതരുമായ മനുഷ്യർ അവരെ ദൈവത്തിന്റെ തുല്യതയിലേക്ക് കൊണ്ടുപോവുക. Now they bring him to the അടുത്ത വാക്യം വായിച്ചേ. അതിനായി ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ ഈ പക്കൽ നിരപ്പിന്റെ വചനം, This is the word of reconciliation. വേണമെന്നാണ്. Bad. അല്ലെങ്കിൽ ആ ഉപദേശം, ഡോക്ട്രിൻ എന്നാണ് വചനം എന്ന് പറയുന്നത്. The doctrine means word. അപ്പോസ്തലന്മാർ കൊടുത്ത ഡോക്ട്രിൻ, ഉപദേശം. The word given to apostles. അപ്പൊ 2 കാര്യങ്ങൾ. There are 2 things. ഒന്ന് മിനിസ്ട്രി, One is ministry. ഒന്ന് ദൈവത്തിന്റെ ഉപദേശം. Second one is the word of മിനിസ്ട്രി doctrine. ഓഫ് റീകൺസിലേഷൻ, Ministry of reconciliation. ഡോക്ട്രിൻ ഓഫ് റീകൺസിലേഷൻ. Doctrine of അപ്പൊ reconciliation. ഡോക്ട്രിൻ, മിനിസ്ട്രി. Doctrine and ministry. അതുകൊണ്ടാണ് ഉപദേശമായിട്ട് പ്രസംഗിക്കുന്നത്. Now we are. അപ്പൊ ഈ മിനിസ്ട്രിയുടെ ഉപദേശം The ministry, the doctrine of മക്കളെ this കുഞ്ഞുങ്ങളെ ministry. ആലോചിക്കുന്നതല്ല. It's not about pampering. അല്ല പെട്ടെന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, It's not about praying. അത്ഭുത അടയാളവും മാത്രമല്ല, Not about the wonders and miracles. അതെല്ലാം നടന്നോളും. That will happen. കർത്താവ് പറഞ്ഞല്ലോ, അത്ഭുത അടയാളോ പിശാച് പോകുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ പേരെഴുതണം. Your name should be in the heaven. ഇന്ന് അത്ഭുത അടയാളം ചെയ്ത പലരും ഇന്ന് സ്വർഗത്തിലില്ല. The many people who done the wonders കാരണം not അവർ in the heaven. പിന്നീട് ആരാധനമൂർത്തികളായി പ്രശംസയിലേക്ക് പോയി നശിച്ചുപോയി. They became in the pride and they destroyed. പണ്ട് CPM ഒരുപാട് അത്ഭുത അടയാളം നടക്കുമായിരുന്നു. There are many wonders happen in the CPM. ഏറ്റവും കൂടുതൽ അത്ഭുതം നടത്തിയ പാസ്റ്റർ ആൽവിൻ The Pastor Alvin who done many miracles. വീഴ്ച സംഭവിച്ചോടുകൂടി When he fallen, നടത്തിപ്പുകാർ, വേലക്കാരെ അതിന് പ്രോത്സാഹിപ്പിക്കാറില്ല. the workers are not encouraged. നിങ്ങൾ അത്ഭുത അടയാളവും രോഗസൗഖ്യമല്ല നിങ്ങളുടെ മിനിസ്ട്രി. It's not your ministry doing the അതെല്ലാം wonders. പ്രാരംഭഘട്ടമാണത്. It is only the initial അതെല്ലാം stage. പ്രൈമറി തിങ്സ് ആണ്. It's the primary things. അതിനുവേണ്ടി ജനം ഓടി വരും. The many people will come for that. ഇവിടെ രോഗശാന്തി നടത്തി ഇവിടെ ആളെ ഇടിച്ചു കൂടും. If we conduct some divine healing here, many people will വേണേ come. നടത്താം. We can conduct this. പക്ഷെ ചിലപ്പോൾ കുറെ കഴിയും ഞാൻ കാണത്തില്ല. Afterwards, I will not be here. അപ്പൊ താൻ ചത്ത് മീൻ പിടിക്കണോ? ഇതാണ് നടത്തിപ്പാരി ചോദിച്ചത്. നീ ചത്ത് മീൻ പിടിക്കണോ? This is what the workers asked. ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ എന്നിൽ 8 കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. When I got anointing, I got 8 gifts. ആരംഭകാലത്ത് എന്നോട് ഇരുന്നവർക്കൊക്കെ അറിയാം. The initial stage, the people know.
പക്ഷെ അത് അങ്ങനെ തന്നെ പോയാൽ ഇന്ന് ഞാനിവിടെ കാണത്തില്ലായിരുന്നു, നല്ല പിശാചായി മാറിയാൽ. If I move forward, I will not be here. I will become Satan. അപ്പൊ നമ്മളൊരു സത്യത്തിന് ജീവിക്കാൻ വന്നവരാണ്. We are living for a truth. അതുകൊണ്ടാണ് യേശു നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതണം. That your name should be written in the heaven. അത്ഭുതം നമ്മൾ തന്നെ ഒരു അത്ഭുതമല്ലേ? We are ourselves. ഈ 45 വർഷമായിട്ട് കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന ഒരു അത്ഭുതമല്ലേ? 45 years I am standing in the presence of the God is a miracle. നേരത്തെ ആരാണ് സാക്ഷി പറഞ്ഞ പോലെ കാള കളിച്ചും കാട് കയറി കടന്നവനെയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടാക്കി ഈ 45 വർഷം കർത്താവിനോട് നിൽക്കുന്നില്ലേ? ഈ മുഖത്തിന് കീഴിൽ നിൽക്കുന്നില്ലേ? The wicked people, they brought this 45 years. I am staying in the doctrine. It is a miracle. ഈ സത്യത്തിൽ നിൽക്കുന്നു. I am staying for this truth. നേരത്തെ പറഞ്ഞ പോലെ എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്ന കണ്ട് സന്തോഷിക്കുന്നു. I am happy that my children are in the truth. ഇപ്പൊ ഞാനൊന്ന് മാറ്റി ഒന്ന് ശകലം ഫോം ചെയ്യാമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്ന് ശകലം ഒന്ന് ഫോം ചെയ്തെടുക്കാമെങ്കിൽ If I form like old days, അത്ഭുതം നടത്താം. I can conduct ഞങ്ങളുടെ miracles. അഭിഷേകത്തിലുള്ളൊരു ഭാഗമാണ്. This is a part of the ജനം ഇടിച്ചു anointing. വരും. Many crowd will come. പണ്ട് ഇത് തിരുവനന്തപുരം സഹോദരനില്ലേ, In Trivandrum there was a man. ഇതുപോലെ ഇപ്പൊ പുള്ളി ആകെ ഡൗൺ ആയി പോയി. He is down now. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നു. Your name should be in the heaven. മറ്റേ വിശ്വാസത്തിലാണ്. എനിക്ക് എത്രയോ പ്രാവശ്യം അറ്റാക്ക് വന്നു. I have ഇവിടെ this attack. ആ കാലത്ത് അറിയാം, 35 വർഷത്തിന് മുമ്പ് Before 45 years, എത്രയോ മണിക്കൂർ ശരീരത്തിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥകൾ. many hours my life has gone. കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ ലിങ്കൻ സാക്ഷിയല്ലേ? ലിങ്കൻ ശരിയല്ലേ? ആ ലിങ്കനാണ് നമ്മളെ കാറെ കൊണ്ടുവന്നത്. He brought him myself ജീവൻ in the പോയി car. 7 മണിക്കൂറോളം കിടന്നു. For 7 hours I was unconscious. ദാനോടിച്ചാമെന്ന് പ്രാർത്ഥിച്ചു, ഇത് പ്രസംഗിക്കേണ്ട ആളല്ലേ എന്ന് പറയുന്നു. And he asked I was to preach. എന്റെ അകത്തത് കേൾക്കാം. I can hear his inside. എല്ലാവരും സംശയിച്ചു പോയി. Everybody is doubted. മീറ്റിംഗ് തുടങ്ങി. Meeting started. ഒരു അഭിഷേകം എന്റെ മേലിറങ്ങി. Suddenly anointing came upon me. ഞാനും ഡെസ്ക് കൂടെ തുള്ളി. I was jumped. പുതിയ അഭിഷേകത്തോടെ എഴുന്നേറ്റു. A new anointing I got. അത് ഭക്ഷണമൊന്നും കഴിച്ചില്ല. I didn't eat anything. അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. And they asked me to ഞാൻ eat. ഒരു ഗ്ലാസ് ചായ മതി. I just need ആ a. ചായ കുടിച്ച് വരുമ്പോൾ After the tea, കുമളിയിലെ എൽഡർ ഇവിടുന്ന് വിലക്കിറങ്ങിയ തോമസ് നല്ല ആരോഗ്യത്തോടെ ഡബിൾ ചങ്കൻ എന്ന് പറയും അവിടെ നിൽക്കുക. Thomas who came from the ministry from Kumli came there. അവിടെ ഫുഡ് സപ്ലൈക്കും കിച്ചണിന്റെ ഇൻചാർജാ. He is in charge of the kitchen and ക്യാമ്പാണ്. food supply. കാഞ്ഞിരപ്പള്ളിയിൽ കോട്ടയത്ത് ക്യാമ്പ് വെച്ചിരിക്കുക. This time it was a camp in Kanjarappalli, Kottayam. അപ്പൊ തോമാച്ചൻ പറഞ്ഞു, Thomasan says, കുഞ്ഞ് കത്തോലിക്കരുടെ സെന്ററാണ്, നല്ല പ്രസംഗിക്കണം. you have to speak very boldly. It is a place of Catholic. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പോവാന്ന് പറഞ്ഞു. Then you pray, I will go. ഞാൻ അതുകൊണ്ട് കിച്ചണിൽ പോകുന്നില്ല, പ്രസംഗം കേൾക്കാൻ ഇരിക്കാന്ന് പറഞ്ഞു. I am not going to the kitchen. I am going to hear your preach. പ്രസംഗം കഴിഞ്ഞ് ഞാൻ 1.25 മണിക്കൂർ ഇതായിരുന്നു ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവും, ക്രൈസ്റ്റ് ദി പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ്. Christ is the power of God, the wisdom of the God. I preached for 1.5 hours. തിരിച്ചു വരുമ്പോൾ After ഈ that, ഡബിൾ ചങ്കൻ ആരോഗ്യത്തിൽ നിന്ന് തോമസ്, this healthy Thomas, ഞാൻ കിടന്ന ഡെസ്കിൽ കിടക്കുക. the same desk he was, എന്നെ കിടത്തി 2 ഡെസ്കിൽ തോമസ് കിടക്കുക. he was staying. He was in that. എനിക്ക് desk. സംസാരിക്കാം. He could speak. പക്ഷേ ശരീരത്തിന് ബ്രേക്ക് ഡൗൺ ആയി. Suddenly his body became breakdown. പക്ഷെ നല്ലോണം സംസാരിക്കുന്നു. He could speak. താൻ പറഞ്ഞു, He told, കർത്താവിനോട് പറഞ്ഞു, തോമസേ നിനക്ക് 10 ദിവസം ഭൂമിയിൽ കഷ്ടമുണ്ട്. 10 days you will have a problem in this world. 10ാം ദിവസം ഞാൻ എന്റെ സന്നിധി ചേർക്കും. On 10th day you will come to my presence. 5ാം ദിവസം 5th day ഞാൻ കോട്ടയത്ത് തോമസിനെ കാണാൻ ചെല്ലുമ്പോൾ I went to see Thomas and Kottayam. ഒരു ഇല്ലിക്ക പാപ്പച്ചൻ, ഒരു മൂപ്പരച്ചാൻ ഉണ്ടായിരുന്നു. There is a elder Illikal Papachan. എന്നെ വിളിച്ച് രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു. He called and told me പുള്ളി അന്ന് secretly. നെടുമുടിയിൽ ശുശ്രൂഷകനാണ്. When he is in Nedumudi, അദ്ദേഹം പറഞ്ഞു, he told, ചെറിയാകുഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു. I have seen a vision. ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. There was a boat. സ്റ്റാർട്ട് ചെയ്ത് They നിർത്തി. started. ചെറിയാകുഞ്ഞ് പതുക്കെ നടന്നു പോവുക. And Chiriyangunj is walking towards it. അപ്പൊ ഈ പാപ്പച്ചാൻ ചോദിക്കും, എന്റെ കർത്താവേ ചെറിയാകുഞ്ഞ് വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ എന്തിനാ കൊണ്ടുവന്ന് ചോദിച്ചു. Just now he came. Why he is going? അപ്പോഴും ഞാൻ നടക്കുക. Still he is walking. പെട്ടെന്ന് ഒരു മനുഷ്യൻ ഓടി Suddenly one person ബോട്ടിൽ quickly കയറി തിരിഞ്ഞു നോക്കി. and he went into the boat and അത് ഈ തോമാച്ചനായിരുന്നു. this is the Thomasan. ബോട്ട് തോമാച്ചനെ കൊണ്ടുപോയി. And the boat brought the താൻ കണ്ട Thomasan. ദർശനം 5ാം ദിവസം. On the vision, 5th day of this തോമാച്ചനോട് പറഞ്ഞു vision. 10ാം ദിവസം. On the 10th day of അന്ന് this vision, മൂലമറ്റം കൺവെൻഷൻ നടക്കുക. there's a Moolamatam convention. 2 ദിവസം ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്. I was preaching there. 10ാം ദിവസം ഫോൺ വരുന്നു, തോമസിന് എന്തോ സിംറ്റം മാറി. 10th day, അത് Thomas മരണത്തിന്റെ got ലക്ഷണം, something relieved. മരണത്തിന്റെ ലക്ഷണം കാണുന്നു. He shows the symptom of the death. സക്കറിയാപ്പച്ചനും ദാനി വിളിച്ചാലും ഉടനെ പോയി. Zachariah Abichan came suddenly there. ശമൂലോട്ട് പറഞ്ഞു, മീറ്റിംഗ് നടത്തിക്കോ, ചെറിയാവുഞ്ഞ് പ്രസംഗിച്ചിട്ട് നേരത്തെ മീറ്റിംഗ് നിർത്തി വരണം. You conduct the meeting and quickly you come. ഞങ്ങളെല്ലാം അവിടെ 9:30 We were there 10:45 by 10:45. തോമാച്ചന്റെ ശരീരത്തിൽ നിന്ന് From the Thomasan's കാലെല്ലാം body, കുടഞ്ഞു ഒരു രോഗമില്ല. there is no disease. കറക്റ്റ് 11 മണിയാകുമ്പോൾ By 11 o'clock, ആ 10ാം ദിവസത്തിന്റെ അവസാനത്തിൽ the last 10th day, തോമാച്ചൻ സ്വർഗത്തിൽ പോയി. he went to heaven. മരണത്തിലുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കാവും. The God has the അപ്പൊ ways ആ of death. ദൈവത്വമുള്ള വിശ്വാസമാണ് നമുക്ക് ആവശ്യം. We need a faith upon the God. അന്ന് തോമാച്ചന്റെ 4 ആരോഗ്യം എനിക്കില്ല. I don't have that much strength of നമ്മൾ Thomasan അന്നും has. ഇങ്ങനെ തണുപ്പടിച്ചാൽ ചുമക്കുന്ന പാർട്ടിയാണ്. That time also I have the weak. പക്ഷെ വർഷം എത്രയായി? How many years now? 88 പോയി, 82 36 gone. വർഷം കഴിഞ്ഞു. 37 years gone.
36. 36 years. ഇപ്പോഴും ചെറിയ കുഞ്ഞ് ഈ ചുമയോടുകൂടെ കഴിയുന്നുണ്ട്. Still I am അതാണ് living. കൃപയെന്ന് പറയുന്നത്. This is grace. ഇപ്പൊ ഈ നിലവിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ If also I started speaking, ഒരു 2-3 മണിക്കൂറൊക്കെ പ്രസംഗിക്കാം. 2-3 hours I can give message. നിങ്ങൾ എന്നെ പള്ളി പറഞ്ഞിട്ട് എഴുന്നിട്ട് പോകും. Then you will go. അതാണ് കൃപ. That is grace. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതിനുശേഷം Afterwards, ആ കാലത്തിന് ശേഷം ഇന്ത്യയിൽ മിക്കവാറും പല സ്റ്റേറ്റുകളിൽ പോയി പ്രവർത്തിക്കാനും സുവിശേഷം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. many states I used to go and give the ministry. ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് Many cold places. ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ദൈവം സൂക്ഷിച്ചിരിക്കും. God preserved me still. അതാണ് കൃപയെന്ന് പറയുന്നത്. That is called grace. അപ്പൊ ആ കൃപയുടെ സുവിശേഷം, That is the gospel of grace. അതാണ് 2 വെള്ളിക്കാശിൽ The 2 pence. മിനിസ്ട്രി ഓഫ് റീകൺസിലേഷൻ, Ministry of reconciliation. മിനിസ്ട്രി ഓഫ് ഡോക്ട്രിൻ. Ministry of അപ്പൊ ഈ ഉപദേശം കൊണ്ടേ സഭ വളർത്തുള്ളൂ. by doctrine we have to ഉപദേശം grow the church. മാത്രമല്ല ശുശ്രൂഷ ആവശ്യം. Not only the doctrine we need the അപ്പോസ്തലരുടെ ministry. ശുശ്രൂഷ. The ministry of the apostles. അഹരോന്റെ നെഞ്ചിൽ In the chest of the Aaron. 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ മാർപ്പതക്കമുണ്ട്. There are 12 stones. അവരെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക എന്നാണ്. They all have in ഇത് the chest. കച്ചവട പരിപാടിയല്ല, There is no business. കാശിന് വേണ്ടിയല്ല. There is not for money. ആത്മാക്കളെ ഹൃദയത്തിൽ വഹിച്ചുള്ള ശുശ്രൂഷ. They carry the souls in the അവരെ chest. തോളിൽ വഹിക്കണം. 12 ഗോത്രത്തെ അഹ്റോൻ തോളിലും വഹിച്ചിട്ടുണ്ട്. They carry the 12 tribes in the shoulders. വഹിക്കുക, Bear ചുമക്കുക, and they have to carry them. ഇതാണ് ശുശ്രൂഷ. This is the ministry. ചുമക്കുക, വഹിക്കുക. And carry them is the ഒരു ministry. ഉപദേശ സഭ എന്റെ കാലത്ത് ഞാൻ പുറത്താക്കും. In my time I will take you out. ഞാൻ ചോദിച്ചു, നീ എന്തോടെ SI പോസ്റ്റ് വന്നു? Are you in SI post? വിശ്വാസി എന്നെ വിളിച്ചു പറഞ്ഞു. The believer told me. ഞാൻ അവരോട് ചോദിച്ചു, നീ എന്തോ SI പോസ്റ്റ് കിട്ടി വന്നതാണോ? Are you in the SI post? മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. You have to be careful. അതെല്ലാം അവൻ അനുസരിച്ചു. He obeyed. കുറെ കാലം കൂടി ഞാൻ ജീവിച്ചു മരിച്ചു. Afterwards he lived and died. ചില പുള്ളികൾക്ക് അങ്ങനെ ചില കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അപ്രമാദത്ത് കാണിക്കുന്നു. Some people when they get the chair they will show their pride. എന്റെ സെന്റർ ഞാൻ അനുവദിക്കത്തില്ല. In my center I will not allow നിനക്കൊരു this. സെന്റർ ഉണ്ടോ? Is there any center for you? ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. Some people are like എന്ത് this. ചെയ്യാന്ന് പറയും. What we have to do? നമ്മുടെ വേലയിൽ തന്നെ In our work. ചില പോസ്റ്റും കസേരയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിലത്തും താഴെ ഈ അല്പന ഐശ്വര്യം കണ്ടായി ചന്ദ്രനെ കണ്ട് കുറക്കം കൂന്ന പോലാണ്. Some people when they get the ministry or the power they will show like ചന്ദ്രൻ this. കുറുക്കനെ കണ്ട് കൂന്ന പോലെ. Like the folks. ഇവിടെ ഉപദേശിമാരെ ഇതൊക്കെ വിട്ടിട്ട് താഴ്മയോടെ കർത്താവിനെ സേവിക്കാൻ നോക്കും. So some of the ministers you have to ഏത് follow. പോസ്റ്റിൽ ഇരുന്നാലും ശരി, Whatever the post you are in, പോസ്റ്റ് ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. the post will not save you. വഹിക്കുക, ചുമക്കുക. You have to bear them. ആത്മാക്കളെ വഹിക്കണം, You ചുമക്കണം. have to bear the souls. സത്യം പറഞ്ഞു കൊടുക്കണം. You have to show them the truth. ഇതാണ് ഈ മിനിസ്ട്രി. This is the അതാണ് ministry. റീകൺസിലേഷൻ മിനിസ്ട്രി. This is the ministry of reconciliation. ഉപ്രവാക്കത്തിന് മൂല്യം, ഉപ്രവാക്കിന് ഉപദേശം. There is a ministry of 2 reconciliation, വെള്ളിക്കാശ് doctrine of കൊടുത്ത് ഇതിന്റെ reconciliation. പ്രതിഫലം ഞാൻ വരുമ്പോൾ തന്നോളാം. 2 pence I will give them back. വരും. You will come. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. The person who is to come, he will come. അതാണ് വൈജയം. 2 വെള്ളിക്കാശ്. ആ, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? What is the meaning of this? ദൈവം തരുന്നത് നിങ്ങൾ തന്നെ ഇതിനു വേണ്ടി ജീവൻ കൊടുക്കണം. You have to give your life for this. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. You have to work for the church. അത് നിങ്ങളുടെ ആവശ്യമാണ്. That is your job. നിങ്ങൾക്ക് നടത്തിപ്പാരെ പ്രസാദിപ്പിച്ച് Not to please the workers. അവരെ പ്ലസ് ചെയ്ത് Not to please them. 3 കുർബാന നടത്തി പിരിയുന്നതല്ല. It's not going away. കാശൊക്കെ മുടക്കി ട്രാക്റ്റൊക്കെ അടിച്ച് മനുഷ്യർക്ക് കൊടുക്കണം. You have to give the tracts to the ആത്മാക്കളെ നേടണം. You have to save the ചില souls. വിശ്വാസികളുടെ പ്രയാസങ്ങൾ പോയി അവരെ താങ്ങണം. Some believers you have to help them. ഇങ്ങനെയുള്ള പല മിനിസ്ട്രി ഉണ്ട്. There are many ministries. അധികമായതൊക്കെ ചെയ്യണം. Whatever the things high you അധികമായി have to do. ചെയ്യുന്ന അധിക പ്രസംഗമല്ല. It is not about the അധികമായി more thing. ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. God says you have to do more. ഇത് നമ്മൾ ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ സൂത്രത്തിൽ കഴിയുന്ന കുറെ പുള്ളികളുണ്ട്. Some people they will not. അവരെ കുറിച്ച് യേശു പറയുന്ന അക്രമക്കാരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. Wicked people, I don't know you. നിങ്ങൾ അന്യഭാഷ പറഞ്ഞു, You are not. തോത്രം പറഞ്ഞു, You praised. പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിച്ചില്ല. You didn't work സഭയ്ക്ക് വേണ്ടി for നിങ്ങൾ me. മനഃപൂർവ്വം ജീവനെ You കൊടുത്തില്ല. didn't work for the church. നിങ്ങൾ അവിടെ നിങ്ങളുടെ പൊസിഷൻ നോക്കി You seen your position. നടത്തിപ്പാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പമ്മി ജീവിക്കാൻ തുടങ്ങി. You please the workers. എവരെല്ലാം അവസാനം ദൈവം ശപിച്ചു കളയും. At the end, God will curse all of these people. അധികമായി ചെലവിടണം. All the people will നിന്റെ spend. ജീവനെ കൊടുക്കണം. You have to give your life സഭയ്ക്ക് വേണ്ടി ജീവനെ കൊടുക്കണം. for the church. You have to give your ഇതാണ് life. ആദ്യകാല വിശുദ്ധന്മാർ നമ്മളെ These പഠിപ്പിച്ചിരിക്കുന്നത്. are the oldest saints. ഇപ്പോഴും അങ്ങനെ starters. ചെയ്യുന്നവർ ഒരുപാടുണ്ട്. There are many people are doing കുറെ this. എണ്ണമുണ്ട് ഇതിനകത്ത് മെനക്കെട് കമ്പനികളായി കയറിയിട്ടുണ്ട്. Many people are doing anything. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. They are creating the problem. അവർക്കാണ് ഈ ജാതി മതം ഭാഷ എല്ലാം കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. They have the caste and religion. അവനെയൊക്കെ കർത്താവ് വരുമ്പോൾ എടുത്ത് ദൂരെ എറിയും. God will throw them away. അക്രമക്കാരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും. No wicked people, I don't know you. എന്നാൽ അവൻ വരുമ്പോൾ When he വിശ്വസ്തനായി കണ്ടാൽ, The people who are faithful. വായിച്ച് അധികമായി ചെലവിട്ടാൽ വായിക്കാം. ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. തന്നുകൊള്ളാം, നീ പേടിക്കണ്ട, നീ ഏത് ചെയ്താലും. Whatever you do, അതാണ് കൂലിയും പ്രതിഫലവും. this is what reward. കൂലി ആദ്യത്തത്, The wage is the ഇനി first one. പ്രതിഫലമുണ്ട്. There is a reward. അതാണ് അവാർഡ്. It's a award. ആർക്ക് അവാർഡ് കൊടുക്കുന്നേ? Who gets the award? ഡിപ്പാർട്ട്മെന്റിൽ നല്ല ജോലി ചെയ്യുന്നവര് എല്ലാം ശമ്പളം കിട്ടും. The people will get the salary. പക്ഷെ അവാർഡ് ആർക്ക് കിട്ടും? The reward who will get? മനഃപൂർവ്വമായിട്ട് നോക്കണം. The people who have done. തങ്ങളുടെ ജീവനെ യുദ്ധക്കളത്തിൽ ജീവൻ നോക്കാതെ പോരാടുന്ന വിശ്വാസികൾ ഓർത്തോണം.
ഇവിടെ ഞായറാഴ്ച ഒന്നൊന്നും മുഖം കാണിച്ചിട്ട് പോയാൽ നീ വിശ്വാസിയാകത്തില്ല. You will not be a believer if you show your face on Sunday. നീയും സഭയ്ക്ക് വേണ്ടി ജീവനെ കൊടുക്കണം. Give your life for the സഭയുടെ church. കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം. You have the responsibility ഇത് of the 5-8 church. പേര് നോക്കിക്കോളൂ. ഞങ്ങളിങ്ങനെ ഞായറാഴ്ച ഒന്ന് കൂടിയിട്ട് പോവാം. The Sunday I will ഞങ്ങളുടെ come. ആവശ്യം വരുമ്പോൾ ഏതായാലും ഒരു നടത്തി തരാറുണ്ട്. When you come, കല്യാണം നടത്തി തരും, ചത്താ കുഴിച്ചിടും, മാമോദിസ നടത്തി തരും, പിന്നെ പലപ്പോഴും പ്രാർത്ഥിക്കും. ഞങ്ങളിങ്ങനെ മിടുക്കന്മാരായിട്ട് പോകുന്ന ആരും ധരിക്കരുത്. ഇങ്ങനെ കുറെ മിടുക്കന്മാർ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ കുമളിയിലുണ്ട് കുറെ മിടുക്കന്മാർ, നല്ല മിടുക്കന്മാർ, അതിബുദ്ധിശാലികൾ. very wise people. നമ്മളിങ്ങനെ പുറയിലൊക്കെ ഇന്നാ മതി, അവന്മാർ ചെയ്തോളൂ. നമ്മളിങ്ങനെ ഡാം ടു അടിച്ച് പോയാൽ മതി. അവസാനം നീ ഡാം ടു ആയി പോകും. At the end you will be in trouble. നീ പ്രവൃത്തി തന്നെ നിനക്ക് കിട്ടും. Your righteous ഈ works will സൂത്രവും തന്ത്രമെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസഭയോട് ചേർന്ന് കഷ്ടപ്പെടുന്നവരായി തീരണം. you have to work for the നിന്നെ church. തന്നെ ചെലവഴിക്കുന്നവരായി You have to തീരണം. spend yourself. നിന്നെ തന്നെ അധ്വാനിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. You have to work. ആത്മാക്കളെ You നേടുന്നവരായിരിക്കണം. have to save the souls. ആത്മാക്കളെ സ്ഥിരപ്പെടുത്തുന്നവരായിരിക്കണം. stabilize the souls. ഇതെല്ലാം ചെയ്താൽ If you do all these യജമാനൻ things, വരുമ്പോൾ when the master comes, കൂലിയും പ്രതിഫലവും you ഉണ്ടാവും. will get the wages യെശയ്യാ and the പറയുമ്പോൾ reward. കൂലി മാത്രമല്ല, Isaiah says not only പ്രതിഫലവുമായി wages, യേശു വരും. as a reward he will come. പാട്ടില്ലേ, കൂലിയും നല്ല പ്രതിഫലമായി അവൻ വരും. He will come with the wages and the അപ്പോൾ reward. അടുത്ത് പറയും, And then what ഈ you say സത്രക്കാരനെ നോക്കി പറയും, to the caretaker of the നല്ലവനും inn, വിശ്വസ്തനുമായ ദാസനെ. oh faithful servant, അങ്ങനെയുള്ള വിശ്വാസികളെ ദൈവം മാനിക്കും. the God will honor നല്ലവനും them. വിശ്വസ്തനുമായ വിശ്വാസിയെ, A faithful believer, നല്ലവനും വിശ്വസ്തനുമായ വേലക്കാരനെ. a good and faithful servant. അതിവിടെ മനുഷ്യരുടെ മുമ്പിൽ നടത്തിപ്പാറും പ്ലേസിങ് കാണിക്കുകയല്ല. It's not in the ministers. നടത്തിപ്പാരും വലിയ ഭക്തി കാണിക്കുന്നുണ്ട്. The workers also show very സായിപ്പിനെ godly കാണുമ്പോൾ things. തിരുവുമ്പ സേവ കാണിക്കുന്നുണ്ട്. And they will show the good godliness. ഇവരെല്ലാം കൈവിടപ്പെട്ടു പോകും. All these people will be forsaken. മനഃപൂർവ്വമായി തങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട് They have to sacrifice ദൈവത്തിന്റെ ourselves. സഭയെ സ്നേഹിച്ച് They have to love the അവർക്ക് church of വേണ്ടി God. ജീവൻ കൊടുക്കുന്ന വേലക്കാർ, They have to give a love. അവരോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾ, The believers, അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി they will be തീരും. blessed. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. They will be blessed by God. ദൈവത്താൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. They will get good certificate നല്ലവനും from God. വിശ്വസ്തനുമായ ദാസനെ. A good and faithful ഇത് servant. മാത്രമല്ല യേശു ചെയ്തത്. Not only this, മറ്റൊന്നുകൂടെ another thing. നോക്കണം, അതിന് വിവരിക്കാൻ സമയമില്ല. I didn't explain എങ്കിലും this. നമുക്ക് തൊട്ട് പോവാം. I will. എമൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ There are two disciples went to Emmaus. 24-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 24:13. അന്ന് തന്നെ രണ്ടുപേർ യെരൂശലേം വിട്ട് എമൗസിലേക്ക് പോയി. വായിക്കാം. They went to Emmaus. അത് പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Other day we will explain വായിച്ച്. this. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരൂശലേമിൽ അന്ന് തന്നെ, ഇന്ന് തന്നെ The same day. യേശു ക്രിസ്തു മരിച്ച് അടക്കം ചെയ്ത ദിവസം. The same day God has been in the burial. അതുവരെയുള്ളായിരുന്നു അവരുടെ വിശ്വാസം. Only that much faith. അതായത് ലാസറിന്റെ കുടുംബത്തിൽ വിശ്വാസമുള്ളതിന് ഇവർക്കും. There are many believers in the Lazarus house. ലാസർ മരിച്ചു. The Lazarus died. മാർത്താ മറിയ പറഞ്ഞു, Martha and Mary say, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. if you are here, my brother would have died. യേശു ഉള്ളപ്പോൾ ഉണർവുണ്ട്. When Jesus യേശു comes, ഇല്ലാത്തൊരു കാലം നിങ്ങൾക്കുണ്ടാകും. if there is time, Jesus no more നടത്തിപ്പുകാരില്ലാത്ത Jesus. കാലം ഉണ്ടാകും. There is no workers. പിന്മാറ്റക്കാരായ നടത്തിപ്പുകാരെ നിങ്ങളുടെ സഭയ്ക്ക് അയച്ച് നിങ്ങളെ പരീക്ഷിക്കും. There will be a workers with the backside. എല്ലാ വേലക്കാരും ശരിയാണെന്നുള്ളല്ല. All the workers are not ചില back. സമയത്ത് പിന്മാറ്റക്കാരായ നടത്തിപ്പുകാർ ഇങ്ങോട്ടായി. Some backslidden workers also will come. ഒന്നുകിൽ നിങ്ങളുടേതായ വിശ്വാസവും ഇടപെടലും കൊണ്ട് ചിലപ്പോൾ ആ പിന്മാറ്റക്കാരൻ സ്ഥിരപ്പെട്ടിരിക്കും. ആ സഭയിൽ പോയതുകൊണ്ട് ഞാൻ ഇന്ന് സ്ഥിരപ്പെട്ടെന്ന് പറയുന്നില്ല. Because of your faith, they might be corrected. ഇല്ലെങ്കിൽ Otherwise, ആ പിന്മാറ്റക്കാരൻ നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. because of this backsliding, you will be troubled. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കും. Then you will cry to God. നിങ്ങളുടെ സ്വഭാവങ്ങൾ പൂർണ്ണപ്പെടും. Then your അപ്പോൾ അത് character തന്നെ. will അപ്പോൾ be ഇങ്ങനെ perfected. വ്യത്യസ്തമായ അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ With a different experience, if you go, ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം വെക്കുക. then you have to trust God completely. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം His യേശു promises പറഞ്ഞില്ല, ഞാൻ are good. 3-ാം ദിവസം ഉയർക്കും. The third day I will come. പക്ഷേ ലാസറിന്റെ കുടുംബത്തിൽ വിശ്വാസികൾക്കുള്ളൂ. The Lazarus, there is no faith. യേശു ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. They have the faith. യേശു മരിച്ചപ്പോൾ എല്ലാം തീർന്നു. When he died, everything അവർ is finished. കൂട്ടായ്മയും വിട്ടു. There is no ചില fellowship at all. സമയത്തിൽ സഭയിൽ ക്ഷാമം ഉണ്ടാകും. There will be famine in the church. വേലക്കാരില്ലാത്ത കാലം വരും. There will be no വേലക്കാരുണ്ടെങ്കിലും നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേലക്കാർ വരും. There are some bad workers. പിന്മാറ്റക്കാരായ വേലക്കാർ Some backslidden workers. നല്ല വചനം കിട്ടാതെ വരും. There will be no good words. വചനം ദുർലഭമായിരുന്നു. There is no word. അപ്പൊ ഓടരുത് മോവാബ് ദേശത്തേക്ക്. You should not go to Moab. അവിടെ പ്രവചനമുണ്ട്, കൃപാവരമുണ്ട്. There's a prophecy. ഞാന് ഒരു ലോക്കൽ സഭയിൽ വിശ്വാസിയായിരിക്കുമ്പോഴേ When I was a believer in local church, ഞങ്ങള് പുതുതായിട്ട് വന്നതാ. I came. ഞാൻ അലക്സ് വർഗീസ് 3 പേര് സമുദായത്തിൽ വന്നവരാ. We came from a nominal church. ഞങ്ങളോട് ഭയങ്കര ഉപദേശം പറയും. They given good അയ്യോ, doctrines. മറ്റു പെന്തിക്കോസിൽ പോരുത്, അവർ നിങ്ങൾ വഹിച്ചു കളയും. അപ്പൊ ഞങ്ങൾ എല്ലാ പെന്തിക്കോസുകാരുമായിട്ട് സുവിശേഷ പ്രവർത്തനത്തിൽ പോകും. We used to go gospel service with many അപ്പൊ Pentecostals. ഞങ്ങളെ അവർ അടിച്ചെടുക്കുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ഉപദേശം തരും. Then they'll give counsel. പക്ഷെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട് But the Spirit of God has ചിലര് പ്രവചിക്കുന്നത് ശരിയല്ല. മറ്റു പെന്തിക്കോസിൽ തന്നെ പള്ളപ്രവചനമൊക്കെ പ്രവചിക്കുന്നത് നമുക്ക് അറിയാം. There are some false prophecy in other ഞങ്ങൾ Pentecostal എവിടെ churches. ചെന്നാലും ഈ ഉപദേശം സ്ഥാപിച്ചിട്ട് പോവാ. Wherever we go, we stabilize this അങ്ങനെ doctrine. ഞങ്ങൾക്ക് ഉപദേശം തന്ന പാർട്ടി When the people given us doctrine, ഇവരൊരു മീറ്റിങ്ങിന് പോയി. when they went to ഇവർ രണ്ടുമൂന്നൊരു മീറ്റിംഗ് പോയി. അതോടെ ആ കൂട്ടായ്മ, നമ്മുടെ കൂട്ടായ്മ വിട്ടവര് വേറെ സഭയ്ക്ക് പോയി. and they went to the ഇത് another ജനിച്ചു church. വളർന്നവരാ. ഇത് ജനിച്ചു വളർന്നവരാ. They born and brought up in Pentecostal church. നോക്കണം. അവസാനം ഒരുത്തം പോയി ഹോസ്പിറ്റലിൽ കിടന്ന് ചത്തു.
Finally, one person died in the ഒരുത്തൻ hospital, വേറൊരു ബ്രദർ മിഷനിൽ പോയി, and he went to the Brethren mission. വേറൊരുത്തൻ ലോട്ടറി കച്ചവടം നിർത്തി പാസ്റ്ററുമായി. അങ്ങനെ രക്ഷപ്പെട്ടു. He saved himself. ലോട്ടറി വിറ്റ് നമ്മുടെ വിശ്വാസം പറഞ്ഞു. പിന്നെ പാസ്റ്ററായി. പുള്ളി എന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്ററായി ഇപ്പം ഞങ്ങൾ രക്ഷപ്പെട്ടു. He became pastor and saved. പക്ഷെ കൂട്ടായ്മ സന്തോഷമില്ല. അത് പഴയ തന്നെയാണ്. But there is no happy in the fellowship. എന്തൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ആത്മാർത്ഥയും പരിശുദ്ധാത്മാവൊക്കെ നമുക്ക് ഇവിടെ. പക്ഷെ ഞാൻ പാസ്സായതുകൊണ്ട് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു. മക്കൾ BSc നേഴ്സിംഗ് പഠിച്ചു. അവർ വിദേശത്താണ്. ഒരാൾ ജർമ്മനിയിൽ, ഒരാൾ ഇംഗ്ലണ്ട്. അതുകൊണ്ട് ഞാനും ഇപ്പം വർഷത്തിൽ ഞാനും ഭാര്യയും 3-4 പ്രാവശ്യം പോകുന്നുണ്ട്. എൻ്റെ വീട്ടിലെല്ലാം മുറിയിൽ AC ആയി. അത് കറക്റ്റ്. My ministry is doing good. പക്ഷേ But പരമാർത്ഥമൊന്നുമില്ല. എല്ലാം ബിസിനസ്സാണ്. there is no innocence. All things are business. എന്നോട് പറഞ്ഞ കാര്യം. He told me, അപ്പോൾ അതുകൊണ്ട് ആ പരുവാകരുത് നിങ്ങൾ. you should not go that way. ഇതിനകത്തുകൊണ്ട് അഭ്യാസം കൊണ്ട് നടക്കരുത്. You not show things here. സൂത്രം കൊണ്ട് നടക്കരുത്. അവസാനം സൂത്രത്തിൽ തന്നെ നീക്കി ആവപ്പെടും. And you not show the tricks. അതുകൊണ്ട് ശരിയായ ഐക്യതയോടെ പൊക്കോണം ഈ കൂട്ടായ്മ. The correct association you have കേട്ടോ, to go. ശരിയായ ഐക്യത്തിൽ പൊക്കോണം. With the correct fellowship you ഞങ്ങൾ have to എങ്ങനെ go. പോയാലും കുഴപ്പമില്ല. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ട്. They will take care of us. ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. They'll help us. സഹായിക്കും. പക്ഷെ അവസാനം യേശു വരുമ്പം യാതൊരു രക്ഷയില്ല. Jesus will not save us. കഷ്ടങ്ങൾ വരുമ്പോഴേ When you have the distress, നിങ്ങൾ അതിൽ കിടന്നുകൊണ്ട് ഉരുളേണ്ടി വരും. you should not hold അതുകൊണ്ട് നേരെ പോയി പൊക്കോണം. എനിക്കറിയാം, ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കി. പിന്നെ പറയാത്തതിന് കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം വരും. പിന്നെ ചിലപ്പോൾ ചിലരങ്ങ് നിർത്തും. ഭാഷയെല്ലാം അറിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട. I will not go. അതുകൊണ്ടാണ് ചിലതും പലതും പറയാത്തല്ല. നിങ്ങളുടെ അഭ്യാസമൊന്നും അറിയാത്തതല്ല. I will not speak openly. കാരണം ദൈവം എന്നെ ആരംഭത്തിലേ അങ്ങ് ഇറക്കി വിട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ Before the same, പാർട്ടിക്കാരുടെ ഇടയിലും in the party, പല വകുപ്പിന്റെ ഇടയിലും ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞത് കൊണ്ട് ദാവീദിനെ വിട്ടതുപോലെ like David, ഒരു 8 വർഷം for 8 years, ഇങ്ങനെ ഒരു ട്രെയിനിങ് തന്നുകൊണ്ട് God has given a good training. കുറെയൊക്കെ കമ്മ്യൂണിസ്റ്റ് എനിക്കും അറിയാം. I knew a little കുറെയൊക്കെ communism. സോഷ്യലിസ്റ്റ് എനിക്കും അറിയാം. I know a little bit പക്ഷെ socialism. ഇവിടെ ഇതൊക്കെ വേണോ? Why you have to വേണോ show സെൽവിനെ? this? ഇവിടെ വേണോ ഇതൊക്കെ? ഇത് മാർഗം വേറെയല്ലേ. Our way is different. അവിടെ ഒരുപാട് അഭ്യാസം കൊണ്ട് നടക്കരുത് കേട്ടോ. We should not show all these things. അവസാനം At the end, കറങ്ങും കിടന്നു. you will roll പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും. like you will അതുകൊണ്ട് ഇന്നത്തോട് നിർത്തിക്കൂ. stop all these things. പരമാർത്ഥയോടെ ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചു. Serve the God with innocency. നിങ്ങൾ മിടുക്കന്മാരാന്ന് വിചാരിക്കരുത്. Not you are not good people. നിങ്ങളുടെ മിടുക്ക് അവസാനം ഇടുക്കിപ്പോയി അകപ്പെടും. Your smartness will end. സൂക്ഷിച്ച് പൊക്കോണം. You should be very careful. ദൈവത്തിന് സ്തോത്രം. Praise be to God. എമ്മൗസിലേക്ക് പോവുകയാണ്. The two people went to Emmaus. അന്ന് തന്നെ അവരിൽ 2 പേർ അവർ പരമാർത്ഥികളാണ്. They are innocent people. അവർ വെറും പിന്മാറ്റക്കാരല്ല. They are not. യേശുവിന്റെ അസാന്നിധ്യത്താൽ അവർക്ക് നിന്ന് പിടിക്കാതെ പോയതാണ്. There is no presence of the Jesus. ഭയമുണ്ട്. They have the fear. പക്ഷേ അങ്ങനെയുള്ളവർ എന്ത് ചെയ്തു? That kind of people, യേശു കൈവിട്ടില്ല. they didn't forsake them. യേശു അവരുടെ കൂടെ നടന്നു. രാത്രി മുഴുവൻ നടന്നു. Jesus walked with them through the whole ആ night. രാത്രി അവരുടെ കൂടെ നടന്നു. The whole night, അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി. he strengthened them in the faith. എന്താ പറഞ്ഞേ? What they are told. ഇച്ചിരി തിട്ടി. He forsaken them. അവരെ ഇച്ചിരി ശാസിച്ചു. പിന്നെ വഴക്ക് പറഞ്ഞു. He rebuked him. മന്ദബുദ്ധികളെ എന്നൊക്കെ വിളിച്ചു. He called them fools. മന്ദബുദ്ധികളെ, നിനക്കൊക്കെ മനസ്സിലാകത്തില്ലെന്ന് ചോദിച്ചു. Why you are fools? And തിരുവെഴുത്തിൽ എഴുതിയിട്ടില്ലേ? the word of മോശയും God പ്രവാചകന്മാർ എന്നെ കുറിച്ച് എഴുതിയില്ലേ? the Moses and prophets say, ഞാൻ തന്നെ പറഞ്ഞില്ലേ മരിച്ചിട്ട് ഉയർക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ. why you couldn't believe all these things? എങ്കിലും യേശുവിന്റെ വചനം But the word of God, അകത്ത് ആരാണ്ട് പറഞ്ഞ കരിക്കട്ടയല്ല, തീയുടെ പുറത്ത് ചാരം കിടന്നുകൊണ്ട് it is like ashes in the mind. യേശുവിന്റെ വചനം വീണ്ടും അതിനെ ഉയർപ്പിക്കാൻ When the word of God is quicken it again. ഉയർത്തു. It's quickened. യേശു വരെന്ന് ഉയർത്തിയിട്ട് യേശുക്ക് പോകുന്നു. Jesus went out. ആ രാത്രി തന്നെ അത് വായിച്ചു. അന്ന് രാത്രി തന്നെ അവർ മടങ്ങി യെരുശലേമിലേക്ക് വന്നു. They ആ came back. നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് ഈ യെരുശലേമിലേക്ക് രണ്ട് മടങ്ങി. ശുശ്രൂഷ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. We need these two ministries. സഭയുടെ ഡ്യൂട്ടിയാണ്. There's a duty of the church. സുവിശേഷകരുടെ ഡ്യൂട്ടിയാണ്. There's a duty of ഒന്ന് the workers, പാപികളായ മനുഷ്യർ, the sinners. പിശാചിന്റെ കണിയിൽ അകപ്പെട്ടവരെ They are under the disease of the നമ്മൾ Satan. ജീവിതത്തിൽ ചെലവഴിച്ചവരെ നേടിയെടുക്കണം. We have to spend ourselves and save നമ്മുടെ them. സമയം, Our time, നമ്മുടെ പ്രാർത്ഥന, our നമ്മുടെ prayer, പണം, our money. അത് ചെലവഴിച്ച് ആ ആത്മാക്കളെ ദൈവസഭയിലേക്ക് We കൊണ്ടുവരണം. have to spend all those things to save രണ്ടാമതായി them. Second one, പിന്മാറ്റത്തിൽ നിൽക്കുന്നവരെ the backsliding peoples. അവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കണം. We have to give our life for അവരെ them. യഥാസ്ഥാനപ്പെടുത്തണം. We have to restore them. വചനം കൊടുത്ത്, We have to give the word. ദൈവത്തിന് ഉപദേശം കൊടുത്ത്, We have to give the doctrine. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് We have to intercede for them. അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ We have ശ്രമിക്കണം. to establish them again. കാരണം അവർ ശരിയായ പിന്മാറ്റമല്ല, They are not in a യേശുവിന്റെ backsliding അസാന്നിധ്യത്തിൽ നഷ്ടപ്പെട്ടു പോയ because of not the presence of the God. അവരെ Yes, നമുക്ക് പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരാൻ കഴിയും. we have to bring them back അപ്പോൾ സഭ ഈ കാലത്തിൽ in the word of God. പാപികളെ രക്ഷിപ്പാൻ സുവിശേഷം അറിയിക്കണം. To save the sinners, it is share the ചിലര് gospel. അതിരിപ്പെട്ടും ക്ഷീണിച്ചിരിക്കുന്നവരെ Some peoples are ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ഗലാത്യ ലേഖനം in Galatians. തീയിൽ നിന്ന് പോലും ചില വലിച്ചെടുക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. We have to draw some people from ഇതൊക്കെ the fire. ചെയ്യാതെ വെറും കാശും ഉണ്ടാക്കി, ഇങ്ങനെ കച്ചവടവും ചെയ്ത് കാശും ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറെ പണവും സമ്പാദിച്ച് പിള്ളേരെ വിട്ട് ഇവിടെ സ്ഥലമില്ലാത്തതിന് കാശുണ്ടാക്കാൻ വിടുക. അല്ല പിന്നെന്തുവാ? We are sending children for making money. വിദേശികളെ മാനസാന്തരപ്പെടുത്താനാണ് വന്നു. നീ എന്തോ അങ്കറിയിൽ അപ്പസ്വലനായിട്ട് പോകാൻ പോകുന്നു അല്ല. അപ്പോൾ കോട്ടെ കുഴപ്പമില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്. One thing, നമ്മുടെ പിള്ളേരുടെ അകത്ത് വചനമുള്ളതുകൊണ്ട് because they have അവർ the പോകുന്ന word. പല സ്ഥലത്തും സഭ ഉണ്ടാക്കുന്നു. Wherever they go, they create a church. പോട്ടെ.
പക്ഷേ ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം. But your aim should be വെറും correct. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം പോകും. Not only for the money. കർത്താവേ, ഞാൻ ആ സ്ഥലത്ത് ചെന്നാൽ If I go to that എന്നെ കൊണ്ട് place, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കണം. through me God use ഒരു ആത്മാവിനെങ്കിലും നേടണമേ, one soul I ഒരു should save. കൂട്ടായ്മകളും ഉണ്ടാകണം. One ഈ fellowship. പ്രാർത്ഥനയുടെ പൊക്കം വിജയിച്ചോളൂ. With this prayer you have to go. വീട്ടുകാരും ആ ഉപദേശമായിരിക്കണം കേട്ടോ. Even the എൻ്റെ മക്കളെ parents വിട്ടിട്ട് also. വേണം എനിക്കൊന്ന് ഞെളിഞ്ഞിരിക്കാൻ, കസേരയിലോട്ട് കാല് നീട്ടാൻ, പിന്നെ ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. Some people thinking like this. എന്നാ സ്റ്റൈലാന്നറിയാം. ആരംഭ കാലത്ത് ഗൾഫിൽ നിന്ന് ഇതോ ലീഫ് വരുമ്പോഴേ When the checks comes from the Gulf, ഒരു അതേ സാരി അതേ കൊട ഒരുത്തി കണ്ടോ ഞാൻ. one person I see പോയിട്ട് ഒരു മാസം ആയില്ല ഒരുത്തി. within 1 month. അവളുടെ സാരി മാറി കൊട പോലും ആ കളറാക്കി ആ ബാങ്കിലേക്ക് പോകുന്ന പോക്ക് കണ്ടിട്ട് എന്നോട് വിശ്വാസം വെച്ചാൽ കൊണ്ടല്ലോ, ഒരു മാസം ആയില്ല അവൻ പോയിട്ട്. Within 1 month. അവളുടെ ഗമ കണ്ട്. നമ്മുടെ ഒരു വിശ്വാസി Her pride. മലബാർ. It's in Malabar. 2ാം മാസം അവനെങ്കിൽ തിരിച്ചു പോന്നു. The 2nd month he came back. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായി തിരിച്ചു പോകും. He got some problem, he came back. അതുകൊണ്ട് അഹങ്കാരം കൂടരുത്. So do not show the pride. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ജോലി Our work. യെരിഹോയിൽ നിന്നും ആത്മാക്കൾ എടുക്കണം. From the Jericho to save sinners. വീണ്ടും എമ്മൗസിലേക്ക് പോകുന്നവരെ കൂടെ സ്ഥിരപ്പെടുത്തി But restore them. അങ്ങനെ കണ്ടാൽ If you see them, മണവാളൻ വരുമ്പോൾ when the അങ്ങനെ group ചെയ്യുന്നത് comes, കണ്ട ദാസന്മാരെ കണ്ട് when you look at them, കർത്താവ് പറയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. oh good and faithful അവിടെ servant, കിട്ടുന്നതെല്ലാം പുട്ടടിച്ചിട്ട് not give money. ഇങ്ങനെ ഡാംഡു അടിച്ച് നടത്തിപ്പുകാരും പ്രസാദിപ്പിച്ച് ഇങ്ങനെ സോപ്പിട്ടുകൊണ്ട് കള്ളവും പറഞ്ഞൊക്കെ പോകുന്ന വേലക്കാരും സൂക്ഷിച്ചോണം. All the workers are കർത്താവ് വരും പറയും നല്ല ദുഷ്ടനും മടിയവനുമായ ദാസനെ ദാസി എന്ന് പറഞ്ഞിട്ട് wicked and lazy നിങ്ങളെ servant. തള്ളിക്കളയാൻ ഇടയാകരുത്. God will forsake. വിശ്വാസികളെ തള്ളിക്കളയാൻ ഇടയാകരുത്. Believers should not be ദൈവം forsaken. നമ്മെ ഏൽപ്പിച്ച വേല ചെയ്യാം. You have to do the work. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു. God is going to come. കൂലിയും പ്രതിഫലമായിട്ട് അവൻ വരാൻ He's coming പോവുകയാണ്. with the wages and reward. നമുക്ക് നമ്മളത്തിൽ താഴ്ത്താം. Let us humble ആ ourselves. ഡാൻസ് ഒന്ന് പാടിക്കേ. കൂലിയും നല്ല പ്രതിഫലവുമായി യേശു വരുന്നു. ഹല്ലേലൂയ. കൂലിയും നല്ല പ്രതിഫലവും എന്റെ പ്രാണപ്രിയൻ വേഗം തന്നിടുമേ. കൂലിയും നല്ല പ്രതിഫലവും എന്റെ പ്രാണപ്രിയൻ വേഗം തന്നിടുമേ. ക്രൂശം വഹിച്ചു തൻ പിൻവേഗമേ ചവറന്നു നിത്യാനന്ദം പ്രാപിച്ചിടും. ക്രൂശം വഹിച്ചു തൻ പിൻവേഗമേ ചവറന്നു നിത്യാനന്ദം പ്രാപിച്ചിടും. ഇതു യഹോവയുണ്ടാക്കിയ സുദിനം, ഇന്നു സന്തോഷിച്ചാനന്ദിക്കാം. ഇതു യഹോവയുണ്ടാക്കിയ സുദിനം, കൂലിയും നല്ല പ്രതിഫലവും എന്റെ പ്രാണപ്രിയ വേഗം തന്നിടുമേ. കൂലിയും പ്രതിഫലവും എന്റെ പ്രാണപ്രിയൻ വേഗം തന്നിടുമേ. ക്രൂശം വഹിച്ചു തൻ പിൻവേഗമേ ചവറന്നു നിത്യാനന്ദം പ്രാപിച്ചിടും. ക്രൂശം വഹിച്ചു തൻ പിൻവേഗമേ ചവറന്നു നിത്യാനന്ദം പ്രാപിച്ചിടും. ഇതു യഹോവയുണ്ടാക്കിയ സുദിനം, ഇന്നു നാം